വെൽക്കം ആൻഡ് ഗുഡ് ഡേ. 24-ാം തീയതി നടത്തിയ സിയോട്സിൻ്റെ സുവോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണിന്ന്. മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us see the questions one by one. Question number 1. During resting stage, the binding site of actin for myosin remains masked by. Relaxed സ്റ്റേറ്റിൽ ബൈൻഡിങ് സൈറ്റ്സ്, കാരണം മയോസിൻ വന്ന് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻസിൽ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ഈ ബൈൻഡിങ് സൈറ്റ്സിനെ മാസ്ക് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്റ്റിൻ. ഇങ്ങനെ പോകുന്നു. ഇത് ഓരോന്നിനെ നമുക്ക് ജി ആക്റ്റിൻ എന്ന് വിളിക്കാം. ജി ആക്റ്റിൻ പോളിമറൈസ് ചെയ്യുമ്പോൾ അതിനെ എഫ് ആക്റ്റിൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ കാണുന്നത് എഫ് ആക്റ്റിൻ ആണ്. ഓരോ എഫ് ആക്റ്റിനിലും ഓരോ ജി ആക്റ്റിനിലും മയോസിൻ ഹെഡിന് ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ ആവശ്യമുള്ള ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇവിടെ ബൈൻഡിങ് സൈറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇത് എഫ് ആക്റ്റിനാണ്. എഫ് ആക്റ്റിനിലുള്ള ഓരോ ജി ആക്റ്റിനിലും മയോസിൻ ഹെഡിന് ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ ആവശ്യമുള്ള ബൈൻഡിങ് സൈറ്റുകളുണ്ട്. ഈ കാണുന്നതാണ് ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ എഫ് ആക്റ്റിനോട് ബന്ധപ്പെട്ട് വേറെ രണ്ട് പ്രോട്ടീൻസും കൂടെയുണ്ട്. ഒന്നാണ് ട്രോപ്പോമയോസിൻ, മറ്റൊന്നാണ് ട്രോപ്പോണിൻ. ഇനി ട്രോപ്പോമയോസിൻ പഠിക്കാം. ഇതാണ് ട്രോപ്പോമയോസിൻ. ഇതാ ഈ കാണുന്നത് ട്രോപ്പോമയോസിൻ ആണ്. ട്രോപ്പോമയോസിൻ ഒരു ഫിലമെന്റസ് പ്രോട്ടീനാണ്. ഇനി ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനും കൂടെ ഉണ്ട്. ഇതാണ് ട്രോപ്പോണിൻ. ഇത് ട്രോപ്പോണിൻ. അപ്പോൾ ഈ ബൈൻഡിങ് സൈറ്റുകളെ മാസ്ക് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ട്രോപ്പോമയോസിൻ അല്ലേ? ട്രോപ്പോമയോസിൻ നോക്കിയാട്ടെ, 1, 2, 3, 4, 5, 6, 7 ബൈൻഡിങ് സൈറ്റുകളെ മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോമയോസിനാണ്. എന്നാൽ ട്രോപ്പോമയോസിൻ്റെ രണ്ട് എൻഡിലും കാണുന്ന ട്രോപ്പോണിൻ നോക്കിയാട്ടെ, 3 സബ് യൂണിറ്റ് ഉണ്ട്. ട്രോപ്പോണിൻ്റെ ഒരു സബ് യൂണിറ്റ് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, ഒരു സബ് യൂണിറ്റ് ട്രോപ്പോമയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ സബ് യൂണിറ്റിലാണ് കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രോപ്പോണിന് 3 സബ് യൂണിറ്റ് ഉണ്ട്. ആക്റ്റിൻ ബൈൻഡിങ് സബ് യൂണിറ്റ്, ട്രോപ്പോമയോസിൻ ബൈൻഡിങ് സബ് യൂണിറ്റ്, കാൽഷ്യം ബൈൻഡിങ് സബ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ പടം നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം ആക്റ്റിൻ ഫിലമെൻസിലുള്ള ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോമയോസിൻ ആണ് എന്ന്. പക്ഷേ NCERT ടെക്സ്റ്റിനകത്ത് ഒരു മിസ്റ്റേക്ക് അവർ വരുത്തിയിട്ടുണ്ട്. NCERT ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോണിൻ ആണെന്നാണ്. ബൈൻഡിങ് സൈറ്റുകളെ മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോണിൻ ആണെന്നാണ് NCERT ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് സയൻറ്റിഫിക്കലി റോങ് ആണ്. നിങ്ങൾ ഏത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സോ ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കോ എടുത്ത് നോക്കിയാൽ അറിയാം ബൈൻഡിങ് സൈറ്റുകളെ മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോമയോസിനാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ ട്രോപ്പോമയോസിനാണ് വരേണ്ടത്. പക്ഷേ NCERT ടെക്സ്റ്റിനകത്ത് ട്രോപ്പോണിൻ എന്ന് കിടക്കുന്നു. അവരത് ഇതുവരെ കറക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കത് മാറ്റാനുള്ള അവകാശമില്ല. അതുകൊണ്ട് NCERT ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ട്രോപ്പോണിൻ. പക്ഷേ സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോമയോസിൻ. അടുത്ത വർഷം നിങ്ങൾ MBBSന് ചെന്ന് ചേരുമ്പോൾ അവിടെ ഫിസിയോളജി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം ബൈൻഡിങ് സൈറ്റുകളെ മാസ്ക് ചെയ്യുന്നത് ട്രോപ്പോമയോസിനാണ്.
യഥാർത്ഥത്തിൽ ട്രോപ്പോമയോസിനാണ് മാസ്ക് ചെയ്യുന്നത്. ഈ ട്രോപ്പോണിൻ എന്താ ചെയ്യുന്നത്? ട്രോപ്പോണിനിൽ കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് മാസ്കിങ്ങിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രോപ്പോമയോസിൻ മാസ്ക് ചെയ്യുന്നു, ട്രോപ്പോണിൻ അൺമാസ്ക് ചെയ്യുന്നു. ഇതാണ് ശരി. പക്ഷേ NCERT ടെക്സ്റ്റിൽ അത് കറക്റ്റ് ചെയ്യാത്തിടത്തോണ്ട് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ട്രോപ്പോണിൻ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ എനിക്ക് പറയാനുള്ള കാര്യം. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെർട്ടിബ്രേ ആർ ഫ്യൂസ്ഡ്? ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? നമുക്ക് 26 ബോൺസ് ആണ് വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. ഹ്യൂമൻ എംബ്രിയോയിൽ 33 വെർട്ടിബ്ര ഉണ്ട്. പക്ഷേ ആ 33 വെർട്ടിബ്രയിലെ സേക്രൽ വെർട്ടിബ്ര എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് സേക്രം എന്ന് പറയുന്ന ഒരു സിംഗിൾ കോമ്പോസിറ്റ് ബോൺ ഉണ്ടായി. ടെയിൽ വെർട്ടിബ്ര അല്ലെങ്കിൽ കൊക്സീജിയൽ വെർട്ടിബ്ര 4 ഫ്യൂസ് ചെയ്ത് കൊക്സിസ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് സിംഗിൾ ബോൺ ഉണ്ടായി. അപ്പോൾ ഇവിടെ സേക്രൽ ബോൺസ് ആണ്. സേക്രൽ എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ്. സേക്രം ഈസ് ദ ഫോംഡ് ബൈ 5 ഫ്യൂസ്ഡ് വെർട്ടിബ്രയാണ്. അപ്പോൾ 5 സേക്രൽ വെർട്ടിബ്ര ഫ്യൂസ് ചെയ്ത് സേക്രമുണ്ടായി. 7 സെർവിക്കൽ വെർട്ടിബ്ര, 12 തൊറാസിക് വെർട്ടിബ്ര, 5 ലംബാർ വെർട്ടിബ്ര, 5 സേക്രൽ വെർട്ടിബ്ര ഫ്യൂസ് ചെയ്തൊരു സേക്രം, 4 കൊക്സീജിയൽ വെർട്ടിബ്ര ഫ്യൂസ് ചെയ്ത ഒരു കൊക്സിസ്. ഇത്രയുമാണ് വെർട്ടിബ്ര കോളത്തിലുള്ളത്. ഇതൊന്നും ഫ്യൂഷൻ ഇല്ല. സെർവിക്കൽ ഫ്യൂസ്ഡ് അല്ല, ലംബാർ ഫ്യൂസ്ഡ് അല്ല, തൊറാസിക്കും ഫ്യൂസ്ഡ് അല്ല. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് A to D and select one option that contains both correct statements. Z line is present in the center of light band. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. Thin filaments are firmly attached to the M line. M ലൈനിൽ അറ്റാച്ച് ചെയ്യുന്നത് തിക്ക് ഫിലമെന്റ്സ് ആണ്. ഇത് തെറ്റാണ്. തിക്കാണ് വരേണ്ടത്. കാരണം തിക്ക് ഫിലമെന്റ്സ്, ഇതാണ് തിക്ക് ഫിലമെന്റ്സ്. ഇത് തിക്ക് ഫിലമെന്റ്സ് ആണ്. ഒരു തിക്ക് ഫിലമെന്റ്, അടുത്ത തിക്ക് ഫിലമെന്റ്, വേറൊരു തിക്ക് ഫിലമെന്റ്. ഈ തിക്ക് ഫിലമെന്റുകളെ ബന്ധിപ്പിക്കുന്ന ഇതെന്താണ്? ഇതാണ് എം ലൈൻ. എം ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈബ്രസ് പ്രോട്ടീൻ ആണ്. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഒരു ലൈനായിട്ട് കാണുന്നുവെന്നേ ഉള്ളൂ. എന്നാൽ ഈ കാണുന്നത് എന്താണ്? ഇതാണ് തിൻ ഫിലമെന്റ്സ്, ആക്റ്റിൻ ഫിലമെന്റ്സ്. തിൻ ഫിലമെന്റ്സ് ആണ് ഈ കാണുന്നത്. തിൻ ഫിലമെന്റ്സിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എന്താണ്? അത് ഇസഡ് ലൈൻ ആണ്. ഇസഡ് ലൈൻ. അപ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്നതാണ് എ ബാൻഡ്, ഈ കാണുന്നതാണ് ഐ ബാൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ എം ലൈൻ, ഐ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ ഇസഡ് ലൈൻ. 2 ഇസഡ് ലൈനുകൾക്കിടയ്ക്കുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. സാർക്കോമിയർ ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ 2 ഇസഡ് ലൈൻസ്. അപ്പോൾ ഒരു സാർക്കോമിയറിൽ എന്തുണ്ട്? നടുക്കൊരു ഫുൾ എ ബാൻഡ് ഉണ്ട്, ഇരുവശങ്ങളിലും ഹാഫ് ഐ ബാൻഡ്. കണ്ടോ? ഹാഫ് ഐ ബാൻഡാണ്. ഒരു ഐ ബാൻഡിൻ്റെ ഒരു ഹാഫ് ഒരു സാർക്കോമിയറിൻ്റെ ഭാഗവും മറ്റൊരു ഹാഫ് തൊട്ടടുത്തുള്ള സാർക്കോമിയറിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് ഐ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ ഇസഡ് ലൈൻ, എ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ എം ലൈൻ. അപ്പോൾ തിൻ ഫിലമെന്റ്സ് ആർ ഫേംലി അറ്റാച്ച്ഡ് ടു ദി എം ലൈൻ. തിക്ക് ഫിലമെന്റ്സ് ആണ്. കണ്ടോ? തിക്ക് ഫിലമെന്റ്സ് ആർ ഫേംലി. അതേസമയം തിൻ ഫിലമെന്റ്സ് ആർ ഫേംലി അറ്റാച്ച്ഡ് ടു ദി ഇസഡ് ലൈൻ എന്ന് പറയണം. അപ്പോൾ ഒന്നുകിൽ ഇത് തിൻ ഫിലമെന്റ്സ് ആർ ഫേംലി അറ്റാച്ച്ഡ് ടു ദ ഇസഡ് ലൈൻ എന്ന് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിക്ക് ഫിലമെന്റ്സ് ആർ ഫേംലി അറ്റാച്ച്ഡ് ടു ദി എം ലൈൻ. ഇനി സി, ദ സെൻട്രൽ പാർട്ട് ഓഫ് തിക്ക് ഫിലമെന്റ്സ് നോട്ട് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെന്റ്സ് ഈസ് കോൾഡ് ഇസഡ് ലൈൻ എന്നല്ല. ഇവിടെ നടുക്കി ഓവർലാപ്പിംഗ് ഇല്ല. ഇതിനെ വിളിക്കുന്നത് എച്ച് സോൺ എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഇസഡ് ലൈൻ അല്ല ഇവിടെ വരേണ്ടത്,
എച്ച് സോൺ എന്ന് പറയും. എ ബാൻഡിന്റെ നടുക്ക് കാണുന്ന ഒരു നോൺ ഓവർലാപ്പിംഗ് റീജൻ ഉണ്ട്. എ ബാൻഡിന്റെ ഇരുവശങ്ങളിലും ഓവർലാപ്പിംഗ് ഉണ്ട്, നടുക്ക തിൻ ഫിലമെന്റ്സിന്റെ ഓവർലാപ്പിംഗ് ഇല്ല. അതിനെ വിളിക്കുന്നത് എച്ച് സോൺ എന്നാണ്, ഇസഡ് ലൈൻ എന്നല്ല. ലൈറ്റ് ബാൻഡ്സ് കണ്ടെയ്ൻസ് ഓൺലി തിൻ ഫിലമെന്റ്സ്. നോക്കട്ടെ, ഇതാണ് ലൈറ്റ് ബാൻഡ്. ഐ ബാൻഡിനെ ലൈറ്റ് ബാൻഡ് എന്ന് വിളിക്കാം. ലൈറ്റ് ബാൻഡിലോ തിൻ ഫിലമെന്റ്സ് മാത്രമേ ഉള്ളൂ, ഇത് കറക്റ്റ് ആണ്. അതേസമയം എ ബാൻഡിൽ എൻ ടു എൻഡ് തിക് ഫിലമെന്റ്സ് ഉണ്ട്, ഓവർലാപ്പിംഗ് തിൻ ഫിലമെന്റ്സ് ഉണ്ട്. സോ എ ബാൻഡ് കണ്ടെയ്ൻസ് മയോസിൻ ഫിലമെന്റ്സ് ആൻഡ് ആക്റ്റിൻ ഫിലമെന്റ്സ്. ഐ ബാൻഡ് കണ്ടെയ്ൻസ് ആക്റ്റിൻ ഫിലമെന്റ്സ് ഓൺലി. എച്ച് സോൺ കണ്ടെയ്ൻസ് മയോസിൻ ഓൺലി. അപ്പോൾ ആൻസർ എ ആൻഡ് ഡി ആണ്. എയും കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ്. Select the correct statement regarding the specific disorder of muscular or skeletal system. Myasthenia gravis autoimmune disease ആണ്, പക്ഷേ അത് ഇൻഹിബിറ്റ് സ്ലൈഡിംഗ് ഓഫ് മയോസിൻ. ഇതല്ല, ഇത് തെറ്റാണ്. ഇറ്റ് ഇസ് ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. എന്താണ് മയോസ്തീനിയ ഗ്രേവിസ്? ഒരു സ്കെലിറ്റൽ മസിൽ ഫൈബർ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ സ്കെലിറ്റൽ മസിൽ ഫൈബറിൻ്റെ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യണം, സിനാപ്റ്റിക് ട്രാൻസിഷൻ നടക്കണം. ഒരു മോട്ടോർ ന്യൂറോൺ വഴി വരുന്ന ഇമ്പൾസ് സിനാപ്സ് ക്രോസ് ചെയ്ത് സ്കെലിറ്റൽ മസിൽസിൻ്റെ സാർക്കോലെമ്മയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കണം. എന്നാൽ നമ്മുടെ ചില ആൻറ്റിബോഡീസ് ഈ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ടു സ്കെലിറ്റൽ മസിൽസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് മയാസ്തീനിയ ഗ്രേവിസ്. അപ്പോൾ മയാസ്തീനിയ ഗ്രേവിസ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ദാറ്റ് ബ്ലോക്സ് സിനാപ്റ്റിക് ട്രാൻസിഷൻ ടു സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് തെറ്റാണ്. 2, ഗൗട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു ദി എക്സ്ട്രാ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം അല്ല, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, കാൽഷ്യം അല്ല. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിൻസിൽ അക്യൂമുലേറ്റ് ചെയ്യുണ്ടാവുന്ന ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ്റെ പേരാണ് ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നും വിളിക്കാം. മസ്കുലർ ഡിസ്ട്രോഫി അതൊരു ഏജ് റിലേറ്റഡ് ഷോർട്ടനിങ് അല്ല, ഇത് തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്. മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ജീൻ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ്. നമ്മുടെ സ്കെലിറ്റൽ മസിലിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ഡിസ്ട്രോഫിൻ. സ്കെലിറ്റൽ മസിലിൽ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ്? ഒരു സാർക്കോമിയറിലുള്ള ആക്റ്റിൻ ഫിലമെന്റ്സിനെയും മയോസിൻ ഫിലമെന്റ്സിനെയും സൈറ്റോസ്കെലിട്ടനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫൈബ്രസ് പ്രോട്ടീനാണ് ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിനാണ് ഈ സാർക്കോമിയറിനും മയോഫൈബ്രിൽസിനും ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. എന്നാൽ ചില ആളുകളിൽ ജന്മനാ തന്നെ ഡിസ്ട്രോഫിൻ ജീനിനൊരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ മസിൽസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, മസിൽസ് വീക്കായി പോവും. അതൊരു ഏജ് റിലേറ്റഡ് ഡിസീസ് അല്ല, അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. അപ്പോൾ ഏജ് റിലേറ്റഡ് എന്നുള്ള തെറ്റാണ്, അത് ജനറ്റിക് എന്ന് പറയുന്നത്. ഇതൊരു ജനറ്റിക് ഡിസീസാണ്, ഇത് തെറ്റാണ്. ഡിസ്ട്രോഫിൻ ജീനിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ്? ഹ്യൂമൻ ജീനോമിൽ ഏറ്റവും കൂടുതൽ ബേസ് പെയർ ഉള്ള ദ ലാർജസ്റ്റ് ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ ജീനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെ. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ആണ് കറക്റ്റ്. ഡിക്രീസ് ഇൻ ബോൺ മാസ് ആൻഡ് ഹയർ ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ് വിത്ത് അഡ്വാൻസിങ് ഏജ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഡീമിനറലൈസേഷൻ ഓഫ് ബോൺസ് ആൻഡ് ഡിക്രീസ് ഇൻ ബോൺ മാസ്. പ്രായാധിക്യം വരുന്നവരിലാണ് കൂടുതലും. പ്രത്യേകിച്ച് പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽസ് ആർ മോർ സസെപ്റ്റബിൾ ടു ഓസ്റ്റിയോപോറോസിസ്. കാരണം നമ്മുടെ ബോൺസിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജനും ആൻഡ്രോജനും ഒക്കെ. അപ്പോൾ ഈസ്ട്രോജൻ എന്നും ആൻഡ്രോജൻ എന്നും പറയുന്നത് ബോൺ ബിൽഡിംഗ് ഹോർമോൺസ് ആണ്. സ്ത്രീകളിൽ 50 വയസ്സ് കഴിയുമ്പോൾ
ഈസ്ട്രോജൻ്റെ അളവ് പെട്ടെന്ന് അങ്ങ് കുറയുമ്പോൾ ബോൺസിൽ ഡീമിനറലൈസേഷൻ സംഭവിച്ച് ഓസ്റ്റിയോപോറസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മെയിൽസിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ആൻഡ്രോജൻ്റെ അളവ് കാര്യമായിട്ട് കുറയുന്നില്ല. അത് കുറച്ചുകൂടെ വളരെ താമസിച്ചേ ആൻഡ്രോജൻ ലെവൽ കുറയുന്നുള്ളൂ. അതുകൊണ്ട് പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽസിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ഹൈപ്പർ പാരാതൈറോയിഡിസം കൊണ്ടും ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകാം. കാരണം പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ബോണിലുള്ള കാൽഷ്യത്തിനെ ഇളക്കി ബ്ലഡിലേക്ക് അതിനെ മൊബിലൈസ് ചെയ്യും. അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഡയറ്റിലുണ്ടെങ്കിൽ ഡയറ്ററി കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങളാൽ ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകാം. അത് ഏജ് റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ചും പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽസ് ആർ മോർ പ്രോൺ ടു ഓസ്റ്റിയോപോറസിസ്. അത് വന്നു കഴിഞ്ഞാൽ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും. ദ ബോൺ ബിക്കംസ് ബ്രിട്ടിൽ ആൻഡ് ഫ്രജൈൽ. പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത കൂടുതലാണ് ഓസ്റ്റിയോപോറസിസ് വരുമ്പോൾ. Read the given 4 statements and choose the correct option. Cardiac muscle fiber is unstriated and branched. തെറ്റ്. അത് സ്ട്രയേറ്റഡ് ആണ്. കാർഡിയാക് മസിൽ ഫൈബേഴ്സ് സ്ട്രയേറ്റഡ് ആണ്, അൺസ്ട്രയേറ്റഡ് അല്ല. ബ്രാഞ്ച്ഡ് കറക്റ്റ് ആണ്. സ്മൂത്ത് മസിൽ ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സിലിണ്ടറിക്കൽ. സ്മൂത്ത് മസിൽ ഒരിക്കലും ബ്രാഞ്ച്ഡുമല്ല സിലിണ്ടറിക്കലുമല്ല. സ്മൂത്ത് മസിൽസ് അൺബ്രാഞ്ച്ഡ് ആണ്, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. സ്മൂത്ത് മസിൽ ഫൈബർ ഈസ് അൺബ്രാഞ്ച്ഡ് ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്യൂസിഫോം എന്നും വിളിക്കാം. മസിൽ ഫൈബർ ഈസ് എ ബണ്ടിൽ ഓഫ് മയോ ഫൈബർ. ഇത് കറക്റ്റ് ആണ്. ഈ മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ലിനെ നമ്മൾ മസിൽ ഫൈബർ എന്നും വിളിക്കും. മസിൽ ഫൈബർ ഈസ് എ ബണ്ടിൽ ഓഫ് മയോ ഫൈബ്രൽസ്. കറക്റ്റാണ്. സെൽസ് ഓഫ് വിസറൽ മസിൽസ് ആർ അൺസ്ട്രയേറ്റഡ്, ഇൻവോളണ്ടറി, ഫ്യൂസിഫോം. ഇതും കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്മൂത്ത് മസിലിനെ വിസറൽ മസിൽസ് എന്നും വിളിക്കും. വിസറൽ മസിൽ ഫൈബേഴ്സ് അൺസ്ട്രയേറ്റഡ് ആണ്, ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 and 4 ആർ ട്രൂ. 3ഉം 4ഉം ട്രൂ ആണ്. In the following questions, a statement of assertion is followed by a statement of reason. അപ്പോൾ അത് നോക്കിക്കഴിയാൻ ഇപ്പോൾ ഒന്നാമത്തത് കൊടുത്തിട്ടുണ്ട്, അസർഷൻ. ദ ഫേസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ ഒക്കേഴ്സ് വെൻ മയോസിൻ ബൈൻഡ്സ് വിത്ത് ആക്റ്റിൻ. മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ആക്റ്റിൻ. ആക്റ്റിനില് മയോസിൻ വന്നിങ്ങനെ ബൈൻഡ് ചെയ്യണം. ഇതാണ് മയോസിൻ. മയോസിൻ വന്ന് ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കും. എങ്കിലേ കൺട്രാക്ഷൻ നടക്കത്തുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദിസ് ഇസ് ട്രൂ. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ അസർഷൻ ട്രൂ ആണ്. റീസൺ കൊടുത്തിരിക്കുന്നു, മസിൽ കൺട്രാക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻഡ് ബൈ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം, അല്ല സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇത് തെറ്റിപ്പോയി. ഇത് റോങ് ആണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നല്ല, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നാണ് മോട്ടോർ ഇമ്പൾസ് വരേണ്ടത്. അപ്പോൾ ഇവിടെ അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. ആൻസർ സി ആണ്. അടുത്തത് അസർഷൻ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് ആർ ദ ഫ്രീലി മൂവബിൾ ജോയിന്റ്സ്. ട്രൂ ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് ആർ പ്രസന്റ് ഇൻ ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ. അത് തെറ്റാണ്. അഡ്ജസന്റ് വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്ക് കാണുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അല്ല, കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. ഇത് തെറ്റാണ്. കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ. അപ്പോൾ ഇത് റോങ് ആണ്. അപ്പോൾ അസർഷൻ ഈസ് ട്രൂ, റീസൺ റോങ് ആണ്, ഫോൾസ് ആണ്. അപ്പോൾ അതും സി ആണ് ആൻസർ. അടുത്തത് അസർഷൻ. ആർത്രൈറ്റിസ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. ട്രൂ ആണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് എന്നാണ്. TIS എന്തെങ്കിലും അവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു വാക്ക്
TIS-ൽ ഒരു മെഡിക്കൽ ടേം TIS-ൽ അവസാനിച്ചാൽ ഇൻഫ്ലമേഷൻ. ആർത്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്, ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, ഗാസ്ട്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക് വാൾ, colonitis inflammation of the large intestine, dermatitis inflammation of skin, conjunctivitis inflammation of conjunctiva, appendicitis inflammation of appendix. അപ്പോൾ ഇങ്ങനെ ഓരോ ഓർഗൻ്റെയും കൂടെ TIS ചേർത്താൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ ആർത്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. അതിൻ്റെ റീസൺ സം amount of calcium are deposited. കാൽഷ്യം അല്ല, നേരത്തെ പറഞ്ഞ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് റോങ്. അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അപ്പോൾ അവിടെ 3 ആണ് അതിൻ്റെ ആൻസർ. 3 of the following pairs of human skeletal parts are correctly matched with their respective inclusive skeletal category and 1 pair is not matched. മാച്ചിങ് അല്ലാത്ത പെയർ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സ്റ്റെർണം ആൻഡ് റിബ്സ്. സ്റ്റെർണം ആൻഡ് റിബ്സ് സ്കെലിറ്റൽ ആക്സിയൽ സ്കെലിറ്റൻ ആണ്. ഇത് ട്രൂ ആണല്ലോ. ക്ലാവിക്കിൾ ആൻഡ് ഗ്ലീനോയിഡ്. ക്ലാവിക്കിളും ഗ്ലീനോയിഡ് ക്യാവിറ്റിയും പെൽവിക് ഗർഡിലിന്റെ ഭാഗമല്ല, പെക്ടറൽ ഗർഡിലാണ്. ഇത് റോങ് ആണ്. ഹ്യൂമറസ് ആൻഡ് അൾന അപ്പൻഡിക്കുലർ സ്കെലിറ്റന്റെ ഭാഗം, അതും ശരിയാണ്. മാലിയസ് ആൻഡ് സ്റ്റേപ്പിസ് ഇയറോസിക്കിൾസ് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ 2 ആണ്. ആൻസർ 2. അപ്പോൾ ഇവിടെ ക്ലാവിക്കിളും ഗ്ലീനോയിഡ് ക്യാവിറ്റിയും പെക്ടറൽ ഗർഡിലിന്റെ ഭാഗമാണ്, പെൽവിക് ഗർഡിലിന്റെ ഭാഗമല്ല. സോ ദി ആൻസർ ഈസ് 2. Which of the following is a wrong match for each limb? റിസ്റ്റ് ബോൺസ് 8 in number, അത് ട്രൂ ആണ്. നമ്മുടെ റിസ്റ്റ് ബോൺസ് എന്ന് പറഞ്ഞ കാർപ്പൽ 8 എണ്ണം ഉണ്ട്. പാം ബോൺസ് 5. പാമിൽ കാണുന്ന ബോൺസിനെ മെറ്റാ കാർപ്പൽസ് എന്ന് വിളിക്കും. 5 കറക്റ്റ് ആണ്. ആംഗിൾ ബോൺസ്, അതായത് ആംഗിൾ ബോൺസ് എന്ന് പറഞ്ഞാൽ ടാർസൽസ് 7 ഉള്ളൂ, അതും കറക്റ്റ് ആണ്. എന്നാൽ ഫിംഗർ ബോൺസ് എത്ര ഉണ്ട്? 14 ആണുള്ളത്. ഇത് 14 ഉണ്ട്. 14 എന്ന് പറഞ്ഞാൽ തമ്പിൽ മാത്രം 2, ബാക്കിയുള്ളതിലെല്ലാം 3 വീതം. 3, 3, 3, 3, 2. അപ്പോൾ 14 ആയി, 12 അല്ല. Which of the following pairs shows the correct characteristics with an example of a synovial joint in humerus? Fluid filled between 2 joints provides cushion. Skull bones. സ്കൾ ബോൺസിൽ കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ജോയിൻസ് അല്ല, ഇത് തെറ്റാണ്. സ്കൾ ബോൺസിൽ കാണുന്ന ഫൈബ്രസ് ജോയിൻസ് ആണ്. ഇവിടെ കാണുന്ന ഫൈബ്രസ് ജോയിൻസ് ആണ്. ഇമ്മൂവബിൾ ആണ്. ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, സൈനോവിയൽ ഫ്ലൂയിഡ് ഇല്ല അവിടെ. ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ 2 ബോൺസ്, ഇത് കറക്റ്റ് ആണ്. കാരണം അറ്റ്ലസിനും ആക്സിസിനും ഇടയ്ക്കുള്ള ജോയിന്റിനെ നമ്മൾ പിവറ്റ് ജോയിന്റ് എന്ന് വിളിക്കും. പിവറ്റ് ജോയിന്റ് ഒരു സൈനോവിയൽ ജോയിന്റ് ആണ്. സൈനോവിയൽ ജോയിന്റിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ലിം ഫിൽഡ് ബിറ്റ്വീൻ 2 ബോൺസ്, ലിമിറ്റഡ് മൂവ്മെന്റ്സ്, ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസ്. ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസ് എന്ന് പറയുന്നത് അതും സൈനോവിയൽ ജോയിന്റ് ആണ്. ലിമിറ്റഡ് മൂവ്മെന്റ്സ് തെറ്റ്, ഇത് തെറ്റാണ്. ലിമിറ്റഡ് മൂവ്മെന്റ്സ് അല്ല, കാരണം ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് ആണ്. So the joint between carpals is not a fluid, അതൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. പക്ഷേ ലിമിറ്റഡ് എന്ന് തെറ്റിപ്പോയി, അത് അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഫ്രീലി മൂവബിൾ ജോയിന്റ് എന്ന് പറയണം. ലാസ്റ്റ്, ഫ്ലൂയിഡ് കാർട്ടിലേജസ് ബിറ്റ്വീൻ 2 ബോൺസ്, ലിമിറ്റഡ്, ഇതും തെറ്റാണ്. നീ ജോയിന്റ് എന്ന് പറയുന്നതും ലിമിറ്റഡ് മൂവ്മെന്റ്സ് തെറ്റ്, അത് ഫ്രീലി മൂവബിൾ ആണ്. ലിമിറ്റഡ് മൂവ്മെന്റ്സ് അനുവദിക്കുന്നത് കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. കാർട്ടിലേജിനസ് ജോയിന്റ്സ് എവിടെയുണ്ട്? വെർട്ടിബ്രകൾക്കിടയ്ക്ക് കാണുന്നത് കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. പ്യൂബിക് സിംഫൈസിസിൽ കാണുന്നതും കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണ്. അപ്പോൾ ഫൈബ്രസ് ജോയിന്റ്സ് പെർമിറ്റ്സ് നോ മൂവ്മെന്റ്. ഇമ്മൂവബിൾ ജോയിന്റ്സ് ആണ് ഫൈബ്രസ് ജോയിന്റ്സ്. ലിമിറ്റഡ് മൂവ്മെന്റ്സ് അനുവദിക്കുന്ന ജോയിന്റ്സ് ആണ് കാർട്ടിലേജിനസ് ജോയിന്റ്സ്. ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് എന്ന് പറയുന്നത് സൈനോവിയൽ ജോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് 2 ആണ് അതിൻ്റെ ആൻസർ.
Match the name of the bone given in column 1 with their numbers given. Thoracic vertebra എത്ര ഉണ്ട്? Thoracic vertebra 12 ഉണ്ട്. അപ്പോൾ 3 ആണ് അവിടെ വരേണ്ടത്. കറക്റ്റ്. റിസ്റ്റ് ബോൺസ് എത്ര ഉണ്ട്? റിസ്റ്റ് ബോൺസ് 8 എണ്ണം ഉണ്ട്. ദാ 8. അപ്പോൾ ഇവിടെ 1. ഫോൾസ് റിബ്സ് ഏതൊക്കെയാണ്? 8, 9, 10. 3 പെയറാണ്. 3 പെയർ ഓഫ് ഫാൾസ് റിബ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ്. മെറ്റാടാർസൽസ് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. മെറ്റാടാർസൽസ് 5 ഉണ്ട്. സ്കൾ ബോൺ, ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും 8 ക്രേനിയൽ ബോൺസും 14 ഫേഷ്യൽ ബോൺസും കൂടെ ചേരുമ്പോൾ 22 ബോൺസ് ഉണ്ട്. 22 ഇതാ ഇത്. അപ്പോൾ ആൻസർ ഇതാണ്. മാച്ച് കോളം 1 വിത്ത് കോളം 2. Type of synovial joint, bone involved. Ball and socket joint, carpals and metacarpals of thumb. കാർപ്പൽസും മെറ്റാകാർപ്പൽസും ഇടയ്ക്കുള്ള ജോയിൻ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് അല്ലാതെ അതൊരു സാഡിൽ ജോയിൻ്റാണ്. ഇത് സാഡിൽ ജോയിൻ്റ് എന്ന് പറയും. ഇനി ഹിഞ്ച് ജോയിൻ്റ്, ഹ്യൂമറസ് ആൻഡ് പെക്ടറഗേഡിൽ. ഹ്യൂമറസിനും പെക്ടറഗേഡിനും ഇടയ്ക്കുള്ള ഹിഞ്ച് ജോയിൻ്റ് അല്ല, അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഇനി പിവറ്റ് ജോയിന്റ്, നീയിൽ കാണുന്നത് പിവറ്റ് ജോയിന്റ് അല്ല, അത് ഹിഞ്ച് ജോയിന്റ് ആണ്. നീയിൽ കാണുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ്. പിവറ്റ് ജോയിന്റ് കാണുന്നത് അറ്റ്ലസിനും ആക്സിസിനും ഇടയിലാണ്. അപ്പോൾ അറ്റ്ലസിനും ആക്സിസിനും ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ അത് കറക്റ്റ് ചെയ്യാം? അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. കറക്റ്റ്. ഇപ്പൊ കറക്റ്റായി. ഹിഞ്ച് ജോയിന്റ് ഏതാണ്? നീ ജോയിന്റ് ആണ്. അത് കറക്റ്റായി. പിവറ്റ് ജോയിന്റ് ഏതാണ്? അറ്റ്ലസും ആക്സിസിനും ഇടയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം, എന്നിട്ട് മാച്ച് ചെയ്യണം. സാഡിൽ ജോയിന്റ് ഏതാണ്? കാർപ്പൽസും മെറ്റാകാർപ്പൽസിനും ഇടയിലുള്ള കാർപ്പോ മെറ്റാകാർപ്പൽസ് ജോയിന്റ് ഓഫ് ദ തമ്പ് എന്ന് പറയുന്ന സാഡിൽ. അപ്പോൾ 2, 3, 4, 1. 2, 3, 4, 1. അപ്പൊ ഇതാണ് ആൻസർ. A myosin head has 2 different binding sites. ഏതൊക്കെയാണ്? ഒരു മയോസിൻ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു മയോസിനാണ്. ഇത് മയോസിന്റെ ടെയിലാണ്. ഇത് മയോസിന്റെ ഹെഡാണ്. മയോസിൻ ഹെഡില് 2 ബൈൻഡിങ് സൈറ്റുകളുണ്ട്. ഇതിന്റെ പേരാണ് ATP ബൈൻഡിങ് സൈറ്റ്. ഇതാണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. മയോസിൻ ഹെഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്നാമത് എന്താണ്? മയോസിൻ ഹെഡ് ഈസ് ഫോംഡ് ഓഫ് ഹെവി മ്യൂറോമയോസിൻ. മയോസിൻ ഹെഡിന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. പിന്നെയോ മയോസിൻ ഹെഡ് ഫങ്ഷൻസ് ആസ് ATPase. ATPയെ ഹൈഡ്രോളൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ATPase. ദ മയോസിൻ ഹെഡ് functions as the enzyme ATPase. Which of the following does not occur during skeletal muscle contraction? Skeletal muscles contract ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സ്കെലിറ്റൽ മസിൽ ഫൈബർ കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു skeletal muscle. What is a skeletal muscle fiber or a skeletal muscle cell? It is a bundle of myofibrils. അപ്പോൾ ഓരോ മയോഫൈബറിൻ്റെ ലെങ്ത് കുറയണം. അപ്പോൾ ഓരോ മയോഫൈബറിൻ്റെ ലെങ്ത് കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു മയോഫൈബർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് സാർക്കോമിയേഴ്സ് ആണ്. ഏകദേശം 10,000-ഓളം സാർക്കോമിയറുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരത്തി വെക്കുന്നതാണ് ഒരു മയോഫൈബർ. അപ്പോൾ മയോഫൈബറിൻ്റെ ലെങ്ത് കുറയണമെങ്കിൽ അതിലുള്ള ഓരോ സാർക്കോമിയറിൻ്റെയും ലെങ്ത് കുറയണം. സാർക്കോമിയറിൻ്റെ ലെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇസഡ് ലൈനുകൾ പരസ്പരം അടുക്കുന്നു.
ഐ ബാൻഡിൻ്റെ ലെങ്ത് കുറയുന്നു, എക്സോൺ ഡിസപ്പിയർ ചെയ്യുന്നു. എന്നാൽ എ ബാൻഡിൻ്റെ ലെങ്തിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. സോ ദ ലെങ്ത് ഓഫ് എ ബാൻഡ് ഡിക്രീസസ്. തെറ്റ്. ലെങ്ത് ഓഫ് എ ബാൻഡ് ഹാസ് നോ ചേഞ്ച്. അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റാണ്. ഐ ബാൻഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സാർക്കോമിയറിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും. കാരണം സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം കോൺസെൻട്രേഷൻ കൂടണം. കാൽഷ്യം മുഴുവനും നിറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺസിനെ സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യണം. നെർവ് ഇമ്പൾസ് ഉണ്ടെങ്കിലേ അത് സംഭവിക്കത്തുള്ളൂ. സോ ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തതാണ് അതിൻ്റെ ആൻസർ. കാരണം എ ബാൻഡിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നുമില്ല, ഇൻക്രീസ് ചെയ്യുന്നുമില്ല, അത് മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താണ്? ദ ലെങ്ത് ഓഫ് എ ബാൻഡ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് മയോസിൻ ഫിലമെന്റ്. അല്ലേ? The length of A band is equal to the length of myosin filament. So long as the myosin filament does not shorten, A bandന്റെ ലെങ്തും ഷോർട്ടൻ ചെയ്യുന്നില്ല. ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ്സിൻ്റെയോ മയോസിൻ ഫിലമെന്റ്സിൻ്റെയോ ലെങ്തിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ ആക്റ്റിൻ ഫിലമെന്റ് മയോസിൻ ഫിലമെന്റിന്റെ പുറത്തൂടെ സ്ലൈഡ് ചെയ്ത് കയറുന്നതേ ഉള്ളൂ. അവിടെ സ്ലൈഡിങ്ങേ നടക്കുന്നുള്ളൂ. മയോ ഫിലമെന്റ്സിന്റെ ലെങ്ത് കുറയുന്നില്ല, പക്ഷേ ടോട്ടൽ സാർക്കോമിയറിന്റെ ലെങ്ത് അവിടെ കുറയുന്നുണ്ട്. Which of the following option shows the correctly matched bones with its pair? Carpals. Carpals എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്റ്റ് ബോൺസ് അല്ലേ? കാർപ്പൽസ് ആണ് റിസ്റ്റ് ബോൺസ്, 8 എണ്ണമുണ്ട്. ടാർസൽസ് എന്ന് പറയുന്നത് ആംഗിൾ ബോൺസ് ആണ്, ബോൺസ് ദാറ്റ് ഫോംസ് ദി ആംഗിൾ. ഫലാഞ്ചസ് എന്ന് പറയുന്ന കാണുന്നത് എന്താണ്? ഫലാഞ്ചസ് ആർ ബോൺസ് ദാറ്റ് ഫോംസ് ദി ടോസ്. ഫിംഗേഴ്സിലും ടോസിലും കാണുന്ന ബോൺസ് ആണ് ഫലാഞ്ചസ്. മെറ്റാടാർസൽസ് ആസ് ബോൺ ദാറ്റ് ഫോം ദ പാംസ് ഓഫ് ദ ഹാൻഡ്. ഈ പാമിൽ കാണുന്ന ബോൺ മെറ്റാടാർസൽസ് ആണ്. അപ്പോൾ ഇത് 3. അപ്പോൾ 2, 4, 1, 3 ഇതാണ് ആൻസർ. വാട്ട് ഡസ് ദ ഫോളോയിങ് സ്റ്റേജ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ? എന്താണ് ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇതാണ് ആക്റ്റിൻ. ഇത് ആക്റ്റിൻ ഫിലമെന്റ് ആണ്. ഇതാണ് മയോസിൻ. ഇത് മയോസിൻ ഹെഡ് ആണ് ഈ കാണുന്നത്. ഇതാണ് മയോസിൻ ഹെഡ്. മയോസിൻ ഹെഡ് ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം? അൺമാസ്ക് ചെയ്യണം. ബൈൻഡിങ് സൈറ്റിനെ അൺമാസ്ക് ചെയ്ത് അത് ഫ്രീ ആക്കി എക്സ്പോസ്ഡ് ആക്കണം. അത് നടന്നു കഴിഞ്ഞു. ഇനി ഈ ആക്റ്റിൻ ഫിലമെന്റിൽ ഒരു ATP വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഒരു ATP മയോസിൻ ഹെഡിൽ ഒരു ATP ബൈൻഡ് ചെയ്യുന്നു. മയോസിൻ ഹെഡിൽ ATP ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മയോസിൻ ഹെഡിനകത്തുള്ള ATPase എൻസൈം അതിനെ ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ATPയെ ഹൈഡ്രോളൈസ് ചെയ്യുക എന്ന് പറയും. സോ ആസ് സൂൺ ആസ് ATP ബൈൻഡ്സ് വിത്ത് ദ മയോസിൻ ഹെഡ്, ATP is hydrolyzed to ADP and a molecule of inorganic phosphate. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഈ മയോസിൻ ഹെഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ATP ഹൈഡ്രോളൈസിസ് മയോസിൻ ഹെഡിനെ എനർജി റിച്ച് ആക്കി മാറ്റുന്നു. ആ ആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ മയോസിൻ ഹെഡ് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആക്റ്റിനുമായിട്ട് ഇപ്പോൾ ബൈൻഡ് ചെയ്തു. ഇപ്പോൾ ഇതിനെ നമ്മൾ മയോസിൻ ഹെഡ് എന്നല്ല വിളിക്കുന്നത്, ക്രോസ് ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കണമെങ്കിൽ മയോസിൻ ഹെഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. അതിന് ATP ഹൈഡ്രോളൈസ് നടക്കണം. ഇനി ഈ മയോസിൻ ഹെഡിലുള്ള എനർജി ഉപയോഗിച്ച് മയോസിൻ ഹെഡ് എന്ത് ചെയ്യുന്നു? മയോസിൻ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ ഇങ്ങോട്ട് തള്ളി നീക്കുന്നു. അങ്ങനെ തള്ളി നീക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ തള്ളി നീക്കി കഴിഞ്ഞപ്പോൾ 90 ഡിഗ്രിയിലിരുന്ന മയോസിൻ ഹെഡ് അല്ലെങ്കിൽ ക്രോസ് ബ്രിഡ്ജ്
45 ഡിഗ്രി ആംഗിളിലേക്ക് മാറിയപ്പോൾ. അപ്പോൾ ഇതിങ്ങോട്ട് നീങ്ങി. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻസിനെ സ്ലൈഡ് ചെയ്യുന്നു. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് സ്ലൈഡ് ചെയ്യുമ്പോൾ നേരെയല്ല ആക്റ്റിൻ ഫിലമെൻറ്റ്സ് പോകുന്നത്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ സ്ക്രൂ ആണി ഒരു തടിയിൽ എങ്ങനെയാണോ തിരികെ കയറ്റുന്നത്, അതുപോലെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് മയോസിൻ ഫിലമെൻറ്റ്സിൻ്റെ പുറത്തുകൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ സ്ക്രൂ കയറുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് സ്ലൈഡിങ്ങും നടക്കുന്നു, റൊട്ടേഷൻ നടക്കുന്നു. Therefore, the cross bridge causes sliding and rotation of actin filaments. അങ്ങനെ ആക്റ്റിൻ ഫിലമെന്റ്സ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ലൈഡിങ് നടന്നു, റൊട്ടേഷൻ നടന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആക്റ്റിൻ ഫിലമെന്റ്സ് കുറച്ച് ദൂരം സ്ലൈഡ് ചെയ്ത് കയറി. ഇപ്പോൾ ക്രോസ് ബ്രിഡ്ജിനകത്തുള്ള എനർജി മുഴുവനും തീർന്നു. മയോസിൻ ഹെഡിലെ എനർജി തീർന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിഗർ സ്റ്റേറ്റ് എന്ന് വിളിക്കും. റിഗർ സ്റ്റേറ്റ് ആണിപ്പോൾ. ഇതിനെ എനർജി റിച്ച് സ്റ്റേറ്റിനെ നമ്മൾ കോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. എനർജി റിച്ച് സ്റ്റേറ്റിനെ കോക്ക്ഡ് സ്റ്റേറ്റ്. സ്ലൈഡിങ് കഴിഞ്ഞപ്പോൾ മയോസിൻ ഹെഡിലെ എനർജി മുഴുവൻ തീർന്നു, അത് റിഗർ സ്റ്റേറ്റിലാക്കി. ഇനി എന്ത് ചെയ്യണം? മയോസിൻ ഹെഡ്, ക്രോസ് ബ്രിഡ്ജ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിനെ ബ്രേക്കേജ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്. ഇതിങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ATP വന്ന് അവിടെ ബൈൻഡ് ചെയ്യണം. ഒരു ATP വന്ന് പുതിയ ATP വന്ന് മയോസിൻ ഹെഡിൽ ബൈൻഡ് ചെയ്താൽ ഉടനെ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആക്റ്റിൻ. ഇത് ആക്റ്റിൻ ആണ്. ഇതാണ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു പുതിയ ATP വരണം. ഈ ATP ആണ് അടുത്ത സൈക്കിളിൽ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു സൈക്കിൾ തുടങ്ങാൻ ആവശ്യമുള്ള ATP അതിന് പഴയ സൈക്കിളിൻ്റെ അവസാനം കയറി ബൈൻഡ് ചെയ്യണം. അപ്പോൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കണമെങ്കിൽ ATP ഹൈഡ്രോളൈസിസ് വേണം. ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ന്യൂ ATP വന്ന് മയോസിൻ ഹെഡിൽ ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ പടം കാണുന്നത് ബ്രേക്കേജ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് ആണിത്. കണ്ടോ? പുതിയ ATP വന്ന് ബൈൻഡ് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്കേജ്. നെയിം ദ ബോൺ ഓഫ് ദ ലോവർ ലെഗ് ദാറ്റ് ബെയർസ് മോസ്റ്റ് ഓഫ് ദറ്റ്. നമ്മുടെ കാലിൻ്റെ ഷാങ്ക് റീജിയനിൽ കാണുന്ന ഒരു ബോണാണ് ടിബിയ. ടിബിയ ആണത്. അപ്പം ഇത് നമ്മുടെ ഫീമർ ആണ്. ഇത് ഫീമർ ആണെങ്കിൽ ഇതാണ് ഫീമർ ബോൺ. ഫീമർ ബോൺ ആണ്. ഫീമർ ബോണിന്റെ ഇതാണ് നമ്മുടെ ടിബിയ. ഇതാണ് ഫിബുല. ഈ ബോണാണ് ഫീമർ. ഇതാണ് ടിബിയ. ഇതാണ് ഫിബുല. ഇന്നർ ബോൺ ടിബിയ, ഔട്ടർ ബോൺ ഫിബുല. ടിബിയ എന്ന് പറയുന്ന ബോണാണ് മുഴുവൻ വെയിറ്റും താങ്ങുന്നത്. ടിബിയ ഈസ് എ വെയിറ്റ് ബെയറിംഗ് ബോൺ ഓഫ് ദി ഹൈൻഡ് ലിംബ്. കാൽക്കേനിയസ് എന്ന് പറഞ്ഞാൽ അറിയോ? കാൽക്കേനിയസ് എന്ന് പറഞ്ഞാൽ ഹീൽ ബോൺ ആണ്. കാൽക്കേനിയസ് എന്ന് പറയുന്ന ഹീൽ ബോൺ ആണ്. ഹീലിനെ പൊറോട്ടാക്കുന്നത് നമ്മുടെ ഇങ്ങനെ. ഇതാണല്ലോ നമ്മുടെ ഹീൽ. ഇങ്ങനെയല്ലേ കാലിരിക്കുന്നത്. ഇതാണ് ഹീൽ ബോൺ. ഈ കാണുന്ന ബോൺ മാച്ചിങ് ആണ്. സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ഓഫ് മസിൽ മയോഫൈബർ. സ്ട്രൈറ്റഡ് അപ്പിയറൻസ് ഓഫ് മയോഫൈബർ എന്തുകൊണ്ടാണ്? ആക്റ്റിൻ ഫിലമെന്റ്സും മയോസിൻ ഫിലമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ദ ഓവർലാപ്പിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്റ്റിൻ ഫിലമെന്റ്സും മയോസിൻ ഫിലമെന്റ്സും. കാരണം ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബാൻഡ് മയോസിൻ പ്ലസ് ആക്റ്റിൻ, ലൈറ്റ് ബാൻഡ് ആക്റ്റിൻ ഓൺലി. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് വരും. അപ്പോൾ ഇത് 1 ആണ്. സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്, സാർക്കോപ്ലാസ് റെട്ടിക്കുലം. കറക്റ്റ് ആണ്. എനർജി റിലീസ് ഫ്രം ATP ഹൈഡ്രോളൈസ് ഹെപ്സിസ് മയോസിൻ ഹെഡ് ബൈൻഡ്. ഇപ്പൊ പറഞ്ഞില്ലേ, കറക്റ്റ് ആണിത്. മയോസിൻ ഹെഡ് ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകണമെങ്കിൽ ഇത് വേണം. ഗ്ലോബുലാർ ഹെഡ് ഓഫ് മ്യൂറോമയോസിൻ. ഗ്ലോബുലാർ ഹെഡ് ഓഫ് മ്യൂറോമയോസിൻ എന്തുണ്ട്? ATPase ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കാം. ഇതാണ് മയോസിൻ ഹെഡ്. ഇത് മയോസിൻ മോളിക്യൂളാണ്. ഈ മയോസിൻ മോളിക്യൂളിലൊരു ATPase എൻസൈം ആക്ടിവിറ്റി ഉണ്ട്. മയോസിൻ ഹെഡ് ഫങ്ഷൻസ് ആസ് എൻ ATPase എൻസൈം. സാധാരണഗതിയിൽ നമുക്ക് ഒരു പ്രോട്ടീൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ്? സ്ട്രക്ചറൽ പ്രോട്ടീൻസ്.
രണ്ടാമത്തെ എന്താണ്? എൻസൈമാറ്റിക് പ്രോട്ടീൻ. ഇപ്പോൾ കൊളാജൻ എന്ന് പറയുന്നതും എലാസ്റ്റിൻ എന്ന് പറയുന്നതും ആക്റ്റിൻ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ്. അതേസമയം പെപ്സിൻ എന്നും ട്രിപ്സിൻ എന്നും ഒക്കെ പറയുന്നത് എൻസൈമാറ്റിക് പ്രോട്ടീനാണ്. പക്ഷേ മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഒരു പ്രത്യേകത ഉള്ളത്, ഒരേ സമയം അതൊരു സ്ട്രക്ചറൽ പ്രോട്ടീനുമാണ്, ഒരു എൻസൈമാറ്റിക് പ്രോട്ടീനാണ്. തിക് ഫിലമെൻസിൻ്റെ സ്ട്രക്ചറൽ പാർട്ടുമാണ് മയോസിൻ, അതേസമയം ATPase എൻസൈമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. Therefore, myosin is a unique protein with structural property as well as catalytic property. അത് അങ്ങനെ ഒരു പ്രോട്ടീൻ മയോസിൻ മാത്രമാണ്. സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയും ഉണ്ട്, എൻസൈമാറ്റിക് അല്ലെങ്കിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയും ഉള്ള ഒരു അൺയൂഷ്വൽ ആൻഡ് യുണീക്ക് പ്രോട്ടീനാണ് മയോസിൻ. In which option the number of bonds of the two corresponding parts are not the same? ഇപ്പോൾ തൈയിൽ എത്രയാണ്? തൈയിൽ കാണുന്ന ഒരു ബോണാണ് ഫീമർ, അപ്പർ ആമിൽ കാണുന്ന ഹ്യൂമറസ്. ഒരു ഹ്യൂമറസും ഒരു ഫീമറുമേ ഉള്ളൂ. ഫുട്ടിൽ 5 മെറ്റാടാർസൽസ് ഉണ്ട്, പാമിലോ 5 മെറ്റാകാർപ്പൽസ് ഉണ്ട്. ലെഗിലോ 30 ബോൺസ് ഉണ്ട്, ആമിലും 30 ബോൺസ് ഉണ്ട്. പക്ഷേ ആംഗിൾ ബോൺസ് 7ഉം റിസ്റ്റ് ബോൺസ് 7ഉം റിസ്റ്റ് ബോൺസ് 8ഉമാണ്. ആംഗിൾ ബോൺസ് 7 ഉള്ളൂ, റിസ്റ്റ് ബോൺസ് 8 ഉണ്ട്. അവിടെ മാത്രം മാച്ചിങ് ഇല്ല. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ that a motor nerve impulse travels when triggering muscle contraction? മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കണം? മസിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മോട്ടോർ ഇമ്പൾസ് വരണം. ആ മോട്ടോർ ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ സിനാപ്സിലേക്ക്, അത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് എന്ത് റിലീസ് ചെയ്യണം? അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യണം. അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുമ്പോൾ സാർക്കോലെമ്മയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ സാർക്കോപ്ലാസ്മ റെട്ടിക്കുലത്തിൻ്റെ മെംബ്രെയിനിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നു. കാൽഷ്യം അയോൺസ് ട്രോപ്പോണിനിൽ വന്ന് ബൈൻഡ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. A cricket player is fast chasing a ball in the field. Which one of the following groups of bonds are directly contributing in this movement? ഒരാൾ ഓടുന്ന സമയത്ത്, വളരെ വേഗത്തിൽ ഓടുന്ന സമയത്ത് അയാൾക്ക് ഡയറക്റ്റായിട്ട് ആ ഓട്ടത്തെ സഹായിക്കുന്നത് കാലുകളല്ലേ? ഏതൊക്കെ ബോൺസാണ് കാലിലുള്ളത്? ഫീമറുണ്ട്, ടിബിയുണ്ട്, ഫിബുലയുണ്ട് അല്ലേ? അപ്പോൾ ടാർസൽ, ഫീമറുണ്ട്, ടിബിയുണ്ട്, ടാർസൽസ് ഉണ്ട്, മെറ്റാടാർസൽസ്. ഇതാണ് കാരണം കാലുകളാണല്ലോ ഓടാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒരാൾ വളരെ വേഗത്തിൽ ഓടുമ്പോഴോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുമ്പോൾ കാലുകൾക്കാണ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ആ സമയത്ത് പങ്കെടുക്കുന്ന ബോൺസ് എന്ന് പറയുന്നത് ഹൈൻഡ് ലെഗ് ബോൺസ് ആണ്. ഫീമർ, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്. ദി എക്സോൺ ഇൻ ദ സ്കെൽറ്റൽ മസിൽ ഫൈബർ ഈസ് ഡ്യൂ ടു, ഞാൻ നേരത്തെ പറഞ്ഞാണ്, എക്സോൺ എന്ന് പറഞ്ഞ എ ബാൻഡിൻ്റെ നടുക്ക് കാണുന്ന ഒരു ലൈറ്റ് സോൺ ആണ്. കാരണം എന്താണ്? അവിടെ ആക്റ്റിൻ ഫിലമെൻറ്റുകൾക്കിടയ്ക്ക് ഗ്യാപ്പുണ്ട്. അവിടെ ഓവർലാപ്പിംഗ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇവിടെ ഇതാണ് മയോസിൻ, ഇതൊരു മയോസിൻ. ആക്റ്റിൻ, ആക്റ്റിൻ, ആക്റ്റിൻ. ഇതാണ് എ ബാൻഡ്. പക്ഷെ എ ബാൻഡിൽ നടുക്ക് ഓവർലാപ്പിംഗ് ഇല്ല. ഇതിൻ്റെ പേരാണ് എക്സോൺ. കണ്ടോ, ഇവിടെ ഓവർലാപ്പിംഗ് ഇല്ല. അപ്പൊ എക്സോൺ എന്ന് പറയുന്നത് ദ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ്സ്. ആക്റ്റിൻ ഫിലമെന്റ്സുകൾക്കിടയ്ക്കുള്ള സെൻട്രൽ ഗ്യാപ്പാണ് എക്സ്റ്റെൻഡിങ് ത്രൂ ദ മയോസിൻ ഫിലമെന്റ്സ് ഇൻ ദി എ ബാൻഡ്. അപ്പൊ എ ബാൻഡിൽ കാണുന്നതും ആക്റ്റിൻ ഫിലമെന്റ്സുകളുടെ ഇടയ്ക്ക് കാണുന്നതുമായ സെൻട്രൽ ഗ്യാപ്പാണ് എക്സോൺ. Find the true statement. Sternum is a flat bone on the dorsal midline of thorax. Is it true ആണ്? This is a true statement. Joint between carpal and metacarpal എന്ന് പറയുന്നത് ഒരു sternum is a flat bone on the dorsal midline അല്ല, ഇത് ventral ആണ്. തെറ്റിപ്പോയി. Ventral. ആദ്യം പറഞ്ഞത് തെറ്റാണ്. Sternum is a flat bone in the വെൻട്രൽ റീജിയൻ ആണ്, ഡോർസൽ അല്ല, വെൻട്രൽ. അപ്പോൾ ഇത് റോങ് ആണ്. ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഗ്ലൈഡിംഗ് ജോയിന്റ് അല്ല, അതൊരു സാഡിൽ ജോയിന്റ് ആണ്.
സാഡിൽ ജോയിന്റ് ആണ്. വെർട്ടിബ്രോ കോൺട്ര റിബ്സ് ജോയിൻ ദ 7th rib ത്രൂ എലാസ്റ്റിക് കാർട്ടിലേജ് അല്ല, ഹയാലിൻ കാർട്ടിലേജ് ആണ്. Pubic symphysis is formed of fibrous cartilage. അത് കറക്റ്റ് ആണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പെൽവിക് ഗേർഡിൽസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സെൻട്രൽ ജോയിന്റിന്റെ പേരാണ് pubic symphysis. It is formed of ഫൈബ്രോ കാർട്ടിലേജ് ആണ്. ഫൈബ്രസ് കാർട്ടിലേജ്, കൊളാജൻ ഫൈബേഴ്സ് ധാരാളമുള്ള കാർട്ടിലേജ് ആണ് ഫൈബ്രസ് കാർട്ടിലേജ്, അല്ലെങ്കിൽ ഫൈബ്രോ കാർട്ടിലേജ് എന്നും വിളിക്കാം. അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. ഇത് ഡോർസൽ അല്ല, വെൻട്രൽ എന്ന് കറക്റ്റ്. Which of the following structures is correctly organized from large to small? ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ഇങ്ങനെയല്ലേ എൻ്റെ കറക്റ്റ് ഓപ്ഷൻ? മസിൽ. Muscle is a bundle of fascicle. Fascicle is a bundle of muscle fiber. Muscle fiber is a bundle of myofibrils. Myofibril is a bundle of myofilaments. അപ്പോൾ ഏറ്റവും ഡയമീറ്റർ കൂടുതൽ മസിൽ, അതിലും കുറവ് ഫാസിക്കിൾ, അതിലും ഡയമീറ്റർ കുറവ് മസിൽ ഫൈബർ, അതിലും ഡയമീറ്റർ കുറവ് മയോഫൈബറിൽ, ഏറ്റവും ഡയമീറ്റർ. അപ്പോൾ മസിൽ ഫൈബർ, മയോഫൈബറിൽ, സാർക്കോമിയർ. അപ്പോൾ ഈ മയോഫിലമെന്റ്സ് ചേരുമ്പോഴാണ് സാർക്കോമിയർ ആകുന്നത്. Given below are some events. ATP is hydrolyzed. Myosin heads binds to actin. Sarcomere shortens. Calcium concentration in the sarcoplasm increases. I band shorten and exon disappear. Select the correct events which occur during muscle contraction. Muscle contraction spelling ഏറ്റിപ്പിച്ചു. ഇവിടെ contraction എന്ന് വേണം. Contraction. മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏതെല്ലാം ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്? മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ATP ഹൈഡ്രോലൈസിസ് നടക്കുന്നുണ്ട്, ശരിയാണ്. മയോസിൻ ഹെഡ് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. സാർക്കോമിയറിൻ്റെ ലെങ്ത് കുറയുന്നുണ്ട്, അത് ശരിയാണ്. കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, കാരണം സാർക്കോപ്ലാസ്റ്റ് വെട്ടിത്തിന് കാൽഷ്യത്തിന് റിലീസ് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. ഐ ബാൻഡ് ഷോർട്ടൺ ചെയ്യുന്നു, എക്സോൺ ഡിസപ്പിയർ ചെയ്യുന്നു, ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓൾ ദി അബോ. ഇതല്ല, ഇത് തെറ്റാണ്. ആൻസർ ഓൾ ദി അബോ ആണ്. ഓൾ ഓഫ് ദിസ്, ഇത് എല്ലാം സംഭവിക്കുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കീഴിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായിരിക്കും ആൻസർ. ഓൾ ദി അബോ ആണ് ആൻസർ അതിൻ്റെ. X is a large triangular flat bone situated in the dorsal part of the sac. നമ്മുടെ തോറാക്സിൻ്റെ ഡോർസൽ സൈഡ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഏതാണ്? സ്കാപ്പുലയാണ്. സ്കാപ്പുല എവിടം മുതൽ എവിടം വരെയാണ്? രണ്ടാമത്തെ തൊറാസിക് വെർട്ടിബ്ര മുതൽ, റിബ് മുതൽ 7ാമത്തെ റിബ് വരെ, സെക്കൻഡ്. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് ദ 7th റിബ്സ്, രണ്ടാമത്തെയും 7ാമത്തെ റിബ്സിൻ്റെ ഇടയിൽ വ്യാപിച്ച് കിടക്കുന്നതും തോറാക്സിൻ്റെ ഡോർസൽ സൈഡിൽ കാണുന്നതുമായ ഒരു ഫ്ലാറ്റ് ട്രയാങ്കുലർ ബോണാണ് സ്കാപ്പുല, അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഷോൾഡർ ബ്ലേഡ് എന്ന് വിളിക്കും. A student was given example of two muscles marked as 1 and 2. 1 and 2 എന്ന് പറയുന്ന രണ്ട് മസിൽസ് കൊടുത്തു, അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. When he compared the muscles, he found that muscle 1 contains large amount of myoglobin. മയോഗ്ലോബിൻ ധാരാളം ഉണ്ടെങ്കിൽ മസിൽ 1 എന്തായിരിക്കും? മയോഗ്ലോബിൻ ധാരാളം ഉണ്ടെങ്കിൽ മസിൽ 1 എന്ന് പറയുന്നത് ഏതാണ്? അത് റെഡ് മസിലാണ്. And utilize large amount of stored oxygen for ATP production, whereas muscle 2 contains few myoglobin. Few myoglobin ഉള്ളെങ്കിൽ അത് എന്തായിരിക്കും? അത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ മയോഗ്ലോബിൻ കൂടുതലുണ്ടെങ്കിൽ അത് റെഡ് മസിലും, മയോഗ്ലോബിൻ കുറവാണെങ്കിൽ അത് വൈറ്റ് മസിലും. ഇപ്പോൾ ആ ആൻസർ വായിച്ച് നോക്കി തമ്മിൽ നമുക്കത് പിടികിട്ടും. അങ്ങനെയാണെങ്കിൽ മസിൽ 1 ഈസ് കോൾഡ് റെഡ് ഫൈബേഴ്സ്, വേറാസ് മസിൽ 2 ഈസ് കോൾഡ് വൈറ്റ്. കണ്ടോ, മസിൽ 1 റെഡാണ്. റെഡ് മസിൽസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? റെഡ് മസിലിനകത്തേക്ക് ക്യാപ്പിലറീസ് കൂടുതലാണ്. റെഡ് മസിൽ ഈസ് റിച്ച് ഇൻ മയോഗ്ലോബിൻ, റെഡ് മസിൽ ഈസ് റിച്ച് ഇൻ മൈറ്റോകോൺട്രിയ. റെഡ് മസിൽസ് എയറോബിക് മസിൽസ് ആണ്. ഏകദേശം വൈറ്റ് മസിലോ, വൈറ്റ് മസിലിലെ ലെസ് മയോഗ്ലോബിനേ ഉള്ളൂ, അതിനകത്ത് മൈറ്റോകോൺട്രിയ കുറവാണ്.
അത് എനൈറോബിക് മസിലാണ്. അതിന് സാർക്കോപ്ലാസ് റെട്ടിക്കുലം കൂടുതലുണ്ട്, പക്ഷേ റെഡ് മസിലിന് സാർക്കോപ്ലാസ് റെട്ടിക്കുലം കുറവാണ്. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് ഒബ്സർവ്ഡ് ഇൻ അമീബ. അമീബയിൽ നടക്കുന്ന മൂവ്മെന്റ് എന്താണ്? അമീബോയിഡ് മൂവ്മെന്റ്. അമീബോയിഡ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ സ്ട്രീമിംഗ് മൂവ്മെന്റ് ഓഫ് പ്രോട്ടോപ്ലാസം നടക്കണം. പ്രോട്ടോപ്ലാസത്തിന് 2 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ജെൽ സ്റ്റേറ്റിലും സോൾ സ്റ്റേറ്റിലും. ജെൽ സ്റ്റേറ്റ്, പ്രോട്ടോപ്ലാസം ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 സ്റ്റേറ്റ്, ജെൽ സ്റ്റേറ്റ് ആൻഡ് സോൾ സ്റ്റേറ്റ്. സോൾ സ്റ്റേറ്റിനെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. പ്രോട്ടോപ്ലാസത്തിന് ജെൽ സ്റ്റേറ്റിൽ നിന്ന് സോൾ സ്റ്റേറ്റിലേക്കും സോൾ സ്റ്റേറ്റിൽ നിന്ന് ജെൽ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. ഇതിന്റെ പേരാണ് സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ. സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ്. കൊളോയിഡ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസസിന് സോൾ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാം, ജെൽ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ചില സബ്സ്റ്റൻസ് കൊളോയിഡ്സിന് ഇറിവേഴ്സിബിൾ കൊളോയിഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, കോഴിമുട്ടയുടെ വെള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏത് സ്റ്റേറ്റിലാണ്? അത് സോൾ സ്റ്റേറ്റിലാണ്. ചൂടാക്കുമ്പോൾ അതെന്തായി? ജെൽ സ്റ്റേറ്റിലേക്ക് മാറി. അങ്ങനെ ജെൽ സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാനൊക്കത്തില്ല. അതേസമയം നെയ്യ് ചൂടാക്കുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലാവും, അത് തണുപ്പിക്കുമ്പോൾ വീണ്ടും സോളിഡ് സ്റ്റേറ്റിലേക്ക് വേണം. അപ്പോൾ ഗീ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിൾ കൊളോയിഡാണ്. പ്രോട്ടോപ്ലാസം ഒരു റിവേഴ്സിബിൾ കൊളോയിഡാണ്. ജെൽ സ്റ്റേറ്റിൽ നിന്നും സോൾ സ്റ്റേറ്റിലേക്കും സോൾ സ്റ്റേറ്റിൽ നിന്നും ജെൽ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള കഴിവ് പ്രോട്ടോപ്ലാസത്തിനുണ്ട്. അതാണ് സ്ട്രീമിംഗ് മൂവ്മെന്റ് ഓഫ് പ്രോട്ടോപ്ലാസം ഈസ് ഒബ്സർവ്ഡ് ഇൻ അമീബ. ദി സ്ട്രീമിംഗ് മൂവ്മെന്റ് ഈസ് ഡ്യൂ ടു ദി എബിലിറ്റി ഫോർ സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ. അൺപെയർഡ് ഫേഷ്യൽ ബോൺസ് ഏതാണ്? മാൻഡിബിളും വോമറുമാണ്. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുമ്പോൾ മാക്സിലുണ്ട്, മാൻഡിബിൾ ഉണ്ട്, സൈഗോമാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫീരിയർ നേസൽ കോങ്കയുണ്ട്, വോമറുണ്ട്, ഇല്ലേ? ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ മാൻഡിബിളും വോമറും മാത്രമാണ് അൺപെയർഡ്. 14 ബോൺസ് ആണ് ഫേഷ്യൽ ബോൺസ് ഉള്ളത്. വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ പെക്ട്രോഗഡിൽ? ഗ്ലീനോയിഡ് ക്യാവിറ്റി പെക്ട്രോഗഡിന്റെ ഭാഗമാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. അപ്പൊ ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്കാപ്പുല. ഇതാണ് സ്കാപ്പുല, ഇതാണ് അക്രോമിയൻ, ഇതാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഇപ്പൊ സ്കാപ്പുലയുടെ ഔട്ടർ എഡ്ജിൽ കാണുന്ന, സർഫസിൽ കാണുന്ന ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലാണ് ഹ്യൂമറസിന്റെ ഹെഡ് വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ ഹെഡ് ഓഫ് ഹ്യൂമറസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഗ്ലീനോയിഡ് ക്യാവിറ്റി ഓഫ് സ്കാപ്പുല ടു ഫോം ദ ഷോൾഡർ ജോയിന്റ്, വിച്ച് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇവിടെ സോക്കറ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഗ്ലീനോയിഡ് ക്യാവിറ്റിയും ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് ഹ്യൂമറസിന്റെ ഹെഡുമാണ്, അല്ലേ? ബോളായിട്ട് പ്രവർത്തിക്കുന്നത് ഹ്യൂമറസിന്റെ ഹെഡ്. ആസ് പെർ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, മസിൽ കൺട്രാക്ഷൻ, തിൻ ഫിലമെന്റ് സ്ലൈഡ് ബട്ട് തിക്ക് ഫിലമെന്റ്. അപ്പോൾ സ്ലൈഡിങ് നടക്കുമ്പോൾ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയിൽ ഇതാണ് മയോസിൻ ഫിലമെന്റ്, ഇതാണ് ആക്റ്റിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റ് എപ്പോഴും സ്റ്റേഷനറി ആണ്. ആക്റ്റിൻ ഫിലമെന്റ്സ് ആണ് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുന്നത്. ആക്റ്റിൻ ഫിലമെന്റ് സ്ലൈഡ് ചെയ്യുന്നെങ്കിൽ എന്താണ്? ക്രോസ് ബ്രിഡ്ജ് വേണം. കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് ഞാൻ വരയ്ക്കാം. ഇതാണ് മയോസിൻ ഫിലമെന്റ്, ഇതാണ് ആക്റ്റിൻ ഫിലമെന്റ്, ഇതാണ് ക്രോസ് ബ്രിഡ്ജ്. അപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ്സ് ആണ് സ്ലൈഡ് ചെയ്യുന്നത്, മയോസിൻ ഫിലമെന്റ് അനങ്ങുന്നില്ല. ഈ ക്രോസ് ബ്രിഡ്ജ് വേണം. ആദ്യം എന്ത് ചെയ്യണം? ക്രോസ് ബ്രിഡ്ജ് വന്ന് ആക്റ്റിനിൽ അറ്റാച്ച് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്. രണ്ടാമത് ഈ ക്രോസ് ബ്രിഡ്ജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആക്റ്റിൻ ഫിലമെന്റിനെ ഇങ്ങോട്ട് സ്ലൈഡുമാക്കും. അറ്റാച്ച്, സ്ലൈഡി. ഇനി അടുത്ത കഴിഞ്ഞ എന്താണ്? ഈ ക്രോസ് ബ്രിഡ്ജ് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഒരു സൈറ്റിൽ അറ്റാച്ച് ചെയ്യണം.
ഡിറ്റാച്ച്. അപ്പോൾ 3 സ്റ്റെപ്പാണ് സ്ലൈഡിംഗ് ഫിലമെന്റിൽ നടക്കുന്നത്. ഒന്ന് അറ്റാച്ച്മെന്റ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്, 2 സ്ലൈഡിംഗ് ഓഫ് ആക്റ്റിൻ ഫിലമെന്റ്സ്, 3 ഡിറ്റാച്ച്മെന്റ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്. അറ്റാച്ച്, സ്ലൈഡ്, ഡിറ്റാച്ച്, അറ്റാച്ച്, സ്ലൈഡ്, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കും. The trigger to initiate the contractile process in skeletal muscle ഏതാണ് പറഞ്ഞു? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്റ്റിൻ ഫിലമെന്റിലെ മയോസിൻ്റെ ബൈൻഡിങ് സൈറ്റ് എല്ലാം മാസ്ക്ഡ് ആണ്. അതിനെ മാസ്ക് ചെയ്തിരിക്കുന്നത് ട്രോപ്പോമയോസിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ NCERT ടെക്സ്റ്റിൽ അത് ട്രോപ്പോണിൻ എന്ന് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കാര്യവും ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. എന്നാൽ ഇത് അൺമാസ്കിങ് നടക്കണമെങ്കിൽ എന്ത് വേണം? കാൽഷ്യം അയോൺസ് വിചാരിക്കണം. നെർവ് ഇമ്പൾസ് സ്കെലിറ്റൽ മസിലിന് കിട്ടിക്കഴിഞ്ഞാൽ സാർക്കോപ്ലാസ്റ്റ് റെട്ടിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യുന്നു. കാൽഷ്യം അയോൺസ് നേരെ പോയി ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ആസ് സൂൺ ആസ് കാൽഷ്യം അയോൺസ് ബൈൻഡ് വിത്ത് ട്രോപ്പോണിൻ അണ്ടർഗോസ് എ കൺഫോർമേഷണൽ ചേഞ്ച്. ട്രോപ്പോണിൻ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ട്രോപ്പോണിൻ എന്ത് ചെയ്യുന്നു? ട്രോപ്പോമയോസിനെ അതിൻ്റെ ഒറിജിനൽ പ്ലേസിൽ നിന്നും വലിച്ചു നീക്കി 2 ആക്റ്റിൻ എഫാക്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഗ്രൂവിനകത്തേക്ക് തള്ളി മാറ്റുന്നു. അതുകൊണ്ട് ട്രോപ്പോണിനാണ് അൺമാസ്കിങ്ങിനെ സഹായിക്കുന്നത്. ട്രോപ്പോമയോസിൻ കോസസ് മാസ്കിങ്, ട്രോപ്പോണിൻ കോസസ് അൺമാസ്കിങ്. പക്ഷേ ട്രോപ്പോണിന് അൺമാസ്കിങ് നടത്തണമെങ്കിൽ ട്രോപ്പോണിൽ കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാൽഷ്യം ബൈൻഡിങ് ടു ട്രോപ്പോണിൻ കോസസ് ദ പ്രോസസ് ഓഫ് അൺമാസ്കിങ്. ട്രിഗർ, കൺട്രാക്റ്റഡ് പ്രോസസ് ട്രിഗർ ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോവർ ആം ബോൺ? ലോവർ ആം ബോൺ ഏതൊക്കെയാണ്? റേഡിയസും അൾനയും. അപ്പോൾ റേഡിയസും ഉണ്ട്, അൾനയും ഉണ്ട്. റേഡിയസ് ആൻഡ് അൾന ആ ബോൺസ് ആണ് ലോവർ ആം ബോൺസ്. ഫിബുല എന്ന് പറഞ്ഞാലോ ടിബിയയും ഫിബുലയും ഷാങ്ക് റീജൻ, ഹൈൻഡ് ലിമിറ്റ് ഷാങ്ക് റീജനിൽ കാണുന്ന ബോൺസ് ആണ്. ഫീമർ എന്ന് പറയുന്ന തൈ ബോണാണ്. ദ ലോങ്ങസ്റ്റ് ബോൺ എന്ന് പറയുന്ന ഫീമറാണ്. മസിൽസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രയേഷൻസ് ആൻഡ് ഇൻവോളണ്ടറി ഏതാണ്? കാർഡിയാക് മസിൽ, ഹാർട്ട് മസിൽസ്. ഇതാണ് ഹാർട്ട് മസിൽസ്. സ്ട്രയേറ്റഡ് ആണ്, ബ്രാഞ്ചഡ് ആണ്, ഇൻവോളണ്ടറിയുമാണ്. വിച്ച് ഫിലമെന്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഐ ബാൻഡ്? ഐ ബാൻഡിൽ കാണുന്ന എന്ത് ഫിലമെന്റ്സ് ആണ്? തിൻ ഫിലമെന്റ്സ് ആണ്, ആക്റ്റിൻ ഫിലമെന്റ്സ്. ഐ ബാൻഡിൽ കാണുന്നത് തിൻ ആക്റ്റിൻ ഫിലമെന്റ്സ്. Which is structural and functional unit of muscle? അറിയാം, sarcomere. Sarcomere is the structural and functional unit. A myofibril എന്താണ് ഒരു മയോഫൈബ്രിലിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ a myofibril consists of repeating units of sarcomeres. നമ്മളൊരു മയോഫൈബ്രിൽ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു മയോഫൈബ്രിൽ ആണെങ്കിൽ ഈ മയോഫൈബ്രിൽ ഇങ്ങനെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് സാർക്കോമിയേഴ്സ് ഇങ്ങനെ കാണാം. ഇങ്ങനെ സാർക്കോമിയേഴ്സ് നമുക്ക് കാണാം. ആ സാർക്കോമിയേഴ്സിൽ ഡാർക്ക് ബാൻഡ്സ് ഉണ്ട്. ഇതാണ് ഡാർക്ക് ബാൻഡ്. ഇതാണ് ഡാർക്ക് ബാൻഡ്. അപ്പോൾ ഓരോ ഡാർക്ക് ബാൻഡ് നടുക്ക് എന്നുണ്ട് എം ലൈൻ ഉണ്ട്. ഡാർക്ക് ബാൻഡ് നടുക്ക് എം ലൈൻ. ഡാർക്ക് ബാൻഡ് നടുക്ക് എം ലൈൻ. ഐ ബാൻഡ് ഇതാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കാണുന്ന ഇതാ ഇസഡ് ലൈൻ. ഇസഡ് ലൈൻ. ഇത് എം ലൈൻ. ഇതാണ് ഒരു സാർക്കോമിയർ. ഒരു സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ 2 ഇസഡ് ലൈൻ ഇടയ്ക്ക്. അപ്പോൾ ഇത് എ ബാൻഡ്, ഫുൾ എ ബാൻഡാണിത്. 20 ഹാഫ് ഐ ബാൻഡ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് പോലെ സാർക്കോമിയറുകൾ ഇങ്ങനെ വരിയായിട്ട് നിന്നാൽ അതൊരു മയോഫൈബ്രിലായി. From the following list, identify those which are not part of the axial skeleton. Axial skeleton's part എന്തൊക്കെയാണ്? Axial skeleton is formed of skull, vertebral column, sternum, ribs. അല്ലേ? അപ്പോൾ sternum കറക്റ്റ് ആണ്, vertebral column കറക്റ്റ് ആണ്,
സ്കള്ള് കറക്റ്റ് ആണ്. എത്മോയിഡ് ബോൺ, എത്മോയിഡ് സ്കള്ളിന്റെ ബോൺ ആണ്, റേഡിയസ് വളഞ്ഞേ വരത്തില്ല. അപ്പോൾ എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്, എഫ് കറക്റ്റ് ആണ്. അല്ലാത്തത് ഏതൊക്കെയാണ്? വിച്ച് ആർ നോട്ട് പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് അല്ലാത്തത് സ്കാപ്പുലേ അതിന്റെ ഭാഗമല്ല, റേഡിയസ് വളഞ്ഞേ അതിന്റെ ഭാഗമല്ല, സ്റ്റെർണോ അതെ സ്റ്റെർണോ അതിന്റെ ഭാഗമാണ്. വെർട്ടിബ്രൽ ഇതിനകത്ത് സ്റ്റെർണോ ഈസ് പാർട്ട് കറക്റ്റ് ആണ്. വെർട്ടിബ്രൽ കോളം അതിന്റെ ഭാഗം, അത് കറക്റ്റ് ആണ്. സ്കാപ്പുല അതിന്റെ ഭാഗമല്ല, സ്കൾ അതിന്റെ ഭാഗമാണ്, ക്ലാവിക്കിൾ അതിന്റെ ഭാഗമല്ല, എത്തുമോഡ് അതിന്റെ ഭാഗമാണ്. അപ്പോൾ എയും ബിയും ഡിയും എഫും ആണ്. അങ്ങനെ എയും ഡിയും ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നോട്ട് പാർട്ട് ഏതാണ്? സി കറക്റ്റ് ആണ്, ഇ കറക്റ്റ് ആണ്, ജി. അപ്പൊ ഇത് കറക്റ്റ്. ക്ലാബിക്കിളുണ്ട്, റേഡിയസ് ഉണ്ട്, സ്കാപ്പുല. ഓക്കെ കറക്റ്റ്. അപ്പൊ സി സ്കാപ്പുല ഇതിൻ്റെ ആണ്, അപ്പൻഡിക്കുലാർ സ്കെലറ്റന്റെ ഭാഗമാണ്. ക്ലാവിക്കിള് അപ്പൻഡിക്കുലാർ സ്കെലറ്റന്റെ ഭാഗമാണ്. റേഡിയസും അൾനയും അപ്പൻഡിക്കുലാർ സ്കെലറ്റന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നോട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ആക്സൽ സ്കെലറ്റന്റെ ഭാഗമല്ലാത്തത് സി കറക്റ്റാണ്, ഇ കറക്റ്റാണ്, ജി. സി ഇ ജി കറക്റ്റാണ്. ചൂസ് വൺ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാൽഷ്യം ബൈൻഡ്സ് ഡയറക്ട്ലി ടു മയോസിൻ ടു പ്രൊമോട്ട് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. കാൽഷ്യം നേരിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. കാൽഷ്യം ബൈൻഡ്സ് ടു മയോസിൻ അല്ല. എന്താണ്? കാൽഷ്യം ബൈൻഡ്സ് ടു ട്രോപ്പോണിനാണ്. ട്രോപ്പോണിൻ. കാൽഷ്യം ട്രോപ്പോണിനുമായിട്ടേ ബൈൻഡ് ചെയ്തുള്ളൂ, മയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. മയോസിൻ ഫിലമെന്റ്സ് ഇൻ ദി എ ബാൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ എം ലൈൻ. നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു പടം വരച്ചു. മയോസിൻ ഫിലമെന്റ്സിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും എ ബാൻഡിനെ ബൈസെക്ട് ചെയ്യുന്നതും എം ലൈൻ എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് കാണുന്ന ഫൈബ്രസ് പ്രോട്ടീൻസ് ആണ്. ഇത് കറക്റ്റ്. ബൈൻഡിങ് ഓഫ് എ ടി പി ടു ആക്ടിൻ ആക്ട്സ് ടു ഡിറ്റാച്ച് അല്ല, ബൈൻഡിങ് ഓഫ് എ ടി പി ടു മയോസിൻ ആണ്. ബൈൻഡിങ് ഓഫ് എ ടി പി ടു മയോസിൻ മയോസിനകത്ത് മൈൻഡ് എ ടി പി വന്ന് ബൈൻഡിങ്ങുകളെ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യത്തുള്ളൂ, ഡിറ്റാച്ച്മെന്റ് നടക്കത്തുള്ളൂ. അപ്പോൾ അത് ആക്ടിൻ അല്ല, മയോസിൻ എന്ന് പറയണം. ഡ്യൂറിങ് കൺട്രാക്ഷൻ ലെങ്ത് ഓഫ് എ ബാൻഡ് ഇത് ഇൻക്രീസ് ചെയ്യുന്നില്ല, റിമെയിൻസ് ദ സെയിം, നോ ചേഞ്ച്. എ ബാൻഡിന്റെ ലെങ്ത് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ 2 ആണ് അതിന്റെ ഓപ്ഷൻ. കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജോയിന്റ്സ് വുഡ് അലോ നോ മൂവ്മെന്റ്? മൂവ്മെന്റ് അനുവദിക്കാത്തത് ഫൈബ്രസ് ജോയിന്റ് ആണ്. ഫൈബ്രസ് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് സ്വീച്ചേഴ്സ് ബിറ്റ്വീൻ ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ്, സ്കൾ ബോണുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഫൈബ്രസ് ജോയിന്റ് കൊണ്ടാണ്. ഹ്യൂമൻ സ്കളിൽ ഒരേ ഒരു മൂവബിൾ ബോൺ എന്ന് പറയുന്നത് മാൻഡിബിൾ ആണ്. മാൻഡിബിൾ ഈസ് ദ ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ ഹ്യൂമൻ സ്കൾ. ബാക്കിയൊക്കെ ഇമ്മൂവബിളി ആർട്ടിക്കുലേറ്റഡ് ബൈ ഫൈബ്രസ് ജോയിന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ ന്യൂറൽ കനാൽ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. കറക്റ്റാണത്. സെർവ്സ് ആസ് എ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് റിബ്സ് ആൻഡ് മസിൽസ്. റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തൊറാസിക് വെർട്ടിബ്രയുമായിട്ടാണ്, ഡോർസൽ സൈഡിൽ. എന്നാൽ വെർട്ടിബ്രൽ കോളം ഈസ് എ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ്. സപ്പോർട്ട്സ് ടാർസൽസ് ആൻഡ് മെറ്റാടാർസൽസ്. നമ്മുടെ കാലിലുള്ള ടാർസൽസിനെ മെറ്റാടാർസൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതല്ല. ഇതിനങ്ങനെ യാതൊരു ഫംഗ്ഷനും ഇല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. പ്രൊവൈഡ് സൈറ്റ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ ഇരുവശങ്ങളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്തുമായിട്ടാണ്? പെൽവിക് ഗേർഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സേക്രവുമായിട്ടാണ്. ദ വെർട്ടിബ്രൽ കോളത്തിൻ്റെ സേക്രത്തിലാണ് പെൽവിക് ഗേർഡിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെൽവിക് ഗേർഡിൽ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് പെൽവിക് ഗേർഡിൽ. ഇതാണ് പെൽവിക് ഗേർഡിൽ. ഇതാണ് സേക്രം ഓഫ് വെർട്ടിബ്രൽ കോളം. ഇതാണ് കോക്സിസ്. ഇതാണ് വെർട്ടിബ്രൽ കോളം.
അപ്പോൾ വെർട്ടിബ്ര കോളവുമായിട്ടാണ് പെൽവിക് ഗർഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് പെൽവിക് ക്യാവിറ്റി. പെൽവിക് ക്യാവിറ്റി. അപ്പോൾ പെൽവിക് ക്യാവിറ്റി ഈ കാണുന്ന എന്താണ്? ഇതിൻ്റെ പേരാണ് പ്യൂബിക് സിംഫൈസിസ്. പ്യൂബിക് സിംഫൈസിസ്. അപ്പോൾ ഡോർസൽ സൈഡിൽ സേക്രം, വെൻട്രൽ സൈഡിൽ പ്യൂബിക് സിംഫൈസിസ്, ഇരുവശങ്ങളിലും ഇലിയം. ഈ കാണുന്ന ക്യാവിറ്റിയാണ് എന്താ? ഇതിൻ്റെ പേരാണ് പെൽവിക് ക്യാവിറ്റി. ഈ പെൽവിക് ക്യാവിറ്റിയിലാണ് എന്ത് കാണുന്നത്? പെൽവിക് ക്യാവിറ്റിയിൽ പ്യൂബിക് സിംഫൈസിന് തൊട്ട് പറയുന്നതാണ് യൂറിനറി ബ്ലാഡർ. ഫീമെയിൽസിലാണെങ്കിൽ ഇവിടെ എന്ത് കാണും? യൂട്ടറസ്. ഇവിടെ എന്ത് കാണും? റെക്റ്റം കാണും. അപ്പൊ പെൽവിക് ക്യാവിറ്റിക്കകത്ത് ഇത് റെക്റ്റം, ഇതാണ് യൂട്ടറസ്. മെയിൽസിലാണെങ്കിൽ അത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇത് യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഇത് യൂറിനറി ബ്ലാഡറും യൂട്രസും റെക്റ്റവും സ്ഥിതി ചെയ്യുന്നത് പെൽവിക് ക്യാവിറ്റിയിലാണ്. പെൽവിക് ക്യാവിറ്റിയെ അങ്ങോട്ട് എൻസർക്കിൾ ചെയ്യുന്നത് എന്താണ്? പെൽവിസ് എന്ന് പറയും. അപ്പോൾ ഡോർസൽ സൈഡിൽ സേക്രവും ഇരുവശങ്ങളിലും ഇലിയവും എല്ലാം കൂടെ ചേരുമ്പോൾ ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പെൽവിസ് എന്ന് വിളിക്കും. പെൽവിസിനുള്ളിൽ കാണുന്ന ക്യാവിറ്റിയാണ് പെൽവിക് ക്യാവിറ്റി അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനൽ ക്യാവിറ്റി. ആ പെൽവിക് ക്യാവിറ്റിക്കകത്താണ് യൂട്രസും റെക്റ്റവും യൂറിനറി ബ്ലാഡറും സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ യൂട്ടറസ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ റെക്റ്റം ആൻഡ് ദി യൂറിനറി ബ്ലാഡർ. സിലിയറി മൂവ്മെന്റ് ഈസ് സീൻ, അറിയാമല്ലോ. ഫാലോപ്യൻ ട്യൂബിൽ സിലിയറി മൂവ്മെന്റ് ഉണ്ട്. ദി എപ്പിത്തീലിയം ഓഫ് ദ ഫാലോപ്യൻ ട്യൂബ് സിലിയേറ്റഡ് ആണ്. ട്രക്കിയ ശരിയാണ്. ട്രക്കിയ, ഫാലോപ്യൻ ട്യൂബൊക്കെ സിലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ഫാസിക്കിൾ ഈസ് എ ബണ്ടിൽ ഓഫ് മസിൽ ഫൈബേഴ്സ്. നമ്മൾ ആദ്യം എഴുതി മസിൽ ഈസ് എ ബണ്ടിൽ ഓഫ് ഫാസിക്കിൾസ്, ഫാസിക്കിൾ ഈസ് എ ബണ്ടിൽ ഓഫ് മസിൽ ഫൈബേഴ്സ്, മസിൽ ഫൈബർ ഈസ് എ ബണ്ടിൽ ഓഫ് മയോ ഫൈബേഴ്സ്, മയോ ഫൈബർ ഈസ് എ ബണ്ടിൽ ഓഫ് മയോ ഫിലമെന്റ്സ്. പറഞ്ഞു, നേരത്തെ പറഞ്ഞു. The myofilament formed of thin myofilament. Thin myofilament എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റിൻ ഉണ്ട്, ട്രോപ്പോമയോസിൻ ഉണ്ട്, ട്രോപ്പോണിൻ ഉണ്ട്. തിൻ മയോഫിലമെന്റിനെ ആക്റ്റിൻ ഫിലമെന്റ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ആക്റ്റിൻ ആണ് അതിൻ്റെ മെയിൻ സ്ട്രക്ചറൽ ബാക്ക് ബോൺ. ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ അനേകം ഗ്ലോബുലാർ ആക്റ്റിൻസ് ഉണ്ട്. ഗ്ലോബുലാർ ആക്റ്റിൻസ് പോളിമറൈസ് ചെയ്യുമ്പോൾ മുത്തുമാല പോലിരിക്കുന്ന എഫ് ആക്റ്റിൻ കിട്ടും. ഇപ്പം എഫ് ആക്റ്റിനെ നമ്മളൊരു മുത്തുമാലയായിട്ട് സങ്കല്പിച്ചാൽ ഓരോ മുത്തിനെയും നമുക്ക് ജി ആക്റ്റിൻ എന്ന് വിളിക്കാം. സോ എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻസ്. അങ്ങനെ രണ്ട് എഫ് ആക്റ്റിൻസ് ഇങ്ങനെ കാണാം പരസ്പരം. അതിനോട് അറ്റാച്ച് ചെയ്ത് ട്രോപ്പോമയോസിനുണ്ട്, ട്രോപ്പോണിനുണ്ട്. അതുകൊണ്ട് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ആക്റ്റിൻ ഫിലമെൻ്റ് അല്ലെങ്കിൽ തിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ കോംപ്ലക്സ് ആണ്. സോ ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ കോംപ്ലക്സ് ആണ് തിൻ ഫിലമെന്റ്സ്. എന്നാൽ സ്ലൈഡിങ് നടക്കുമ്പോൾ അതിനകത്ത് നിന്ന് ട്രോപ്പോമയോസിനും ട്രോപ്പോണിനും അല്പം ഒന്ന് വേർപെടുന്നുണ്ട്. എ സിംഗിൾ മോട്ടോർ ന്യൂറോൺ ആൻഡ് ഓൾ ദ കറസ്പോണ്ടിങ് മസിൽ ഫൈബേഴ്സ്. ഒരു ന്യൂറോൺ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ ഇങ്ങനെ വന്ന് അനേകം ബ്രാഞ്ചുകളാകുന്നു. അനേകം ബ്രാഞ്ചുകളാകുന്നു. ഇപ്പോൾ ഇവിടെ 5 ബ്രാഞ്ച് ഞാൻ വരച്ചു. ഓരോ ബ്രാഞ്ചും ഒരു സിനാപ്റ്റിക് നോബിൽ. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു മസിൽ ഫൈബറിലേക്ക് ഇമ്പൾസ് കൊടുക്കും, ഇത് അടുത്ത ഒരു മസിൽ ഫൈബറിലേക്ക്. ഇപ്പൊ നോക്കിയാട്ടെ, ഈ ഒരു ന്യൂറോണിൽ വരുന്ന ഇമ്പൾസ് 5 മസിൽ ഫൈബേഴ്സിലേക്കാണ് ഇമ്പൾസ് കൊടുക്കുന്നത്. അപ്പൊ ആ 5 മസിൽ ഫൈബേഴ്സും കൂടെ ചേരുമ്പോൾ എന്തായി? ഒരു മോട്ടോർ യൂണിറ്റ് ആയി. എ മോട്ടോർ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് all the muscle fibers supplied by the branches of a single motor neuron. ഒരു മോട്ടോർ ന്യൂറോൺ എത്ര മസിൽ ഫൈബേഴ്സിലേക്ക് ഇമ്പൾസ് കൊടുക്കുന്നുണ്ടോ ആ മസിൽ ഫൈബേഴ്സിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ്. ഒരു നെർവും ഒരു നെർവ് ഫൈബറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നെർവ് ഈസ് എ ബണ്ടിൽ ഓഫ് ആക്സോൺസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ്. ഒരു നെർവിൽ 200 നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ആക്സോൺസ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ നെർവ് ഏത് സ്കെലിറ്റൽ മസിലിലേക്കാണ് പോകുന്നത് ആ സ്കെലിറ്റൽ മസിലിൽ 200 മോട്ടോർ യൂണിറ്റ്സ് കാണും. 300 ആക്സോൺസ് ചേർന്നാണ് ഒരു നെർവ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ നെർവ് ഏത് മസിലിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്നോ അവിടെ 300 മോട്ടോർ യൂണിറ്റ്സ് കാണും. Therefore, the number of motor units in a skeletal muscle is equal to the number of axons in a nerve എന്ന് വേണേൽ പറയാം.
ATPase activity is known by പറഞ്ഞു മയോസിൻ ഹെഡിന് ATPase activity ഉണ്ട്. Myosin is a unique protein with structural properties as well as enzymatic property. Myosin head functions as the enzyme ATPase. ATP അത് ഹൈഡ്രോളൈസ് ചെയ്യുന്നു. ATP ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ATP ADPയുമായി ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി എനർജിയും റിലീസ് ചെയ്തു. ഇതിന്റെ കാറ്റലൈസ് ചെയ്യുന്നത് ATPase ആണ്. ഈ പ്രോസസ്സിന്റെ പേരാണ് ATP ഹൈഡ്രോളൈസിസ്. വെർട്ടിബ്രോ കോൺട്രോറിപ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 7 വരെയാണ് ട്രൂ റിപ്സ്. 8, 9, 10 ആണ് ഫോൾസ് റിപ്സ്. ഫോൾസ് റിപ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർ വെർട്ടിബ്രോ കോൺട്രോറിപ്സ്. എന്നാൽ 11ഉം 12ഉം ഏതാണ്? ഫ്ലോട്ടിംഗ് റിപ്സ് ആണ്. അപ്പൊ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ പേർ. അപ്പോൾ വേണേ പരീക്ഷയ്ക്ക് ചോദിക്കാം, വെർട്ടിബ്രോ കോൺട്രോറിപ്സ് ഏത് വെർട്ടിബ്രയുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെർട്ടിബ്രോ കോൺട്രോറിപ്സ് ആർട്ടിക്കുലേറ്റ് വിത്ത് thoracic vertebra number 8, 9, 10. False ribs അല്ലെങ്കിൽ floating ribs articulate with thoracic vertebra 11 and 12. True ribs articulate with thoracic vertebra 1 to 7. നീ ജോയിൻ്റ് ഒരു ഹിഞ്ച് ജോയിൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് നീ ജോയിൻ്റ് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഈ പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദ ജോയിൻ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ്. സാഡിൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻ്റ് ഓഫ് ദ തമ്പാണ്. ഗ്ലൈഡിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ബിറ്റ്വീൻ കാർപ്പൽസ്. ന്യൂറോ ട്രാൻസ്മിറ്റ് റിലീസ് അറ്റ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അസറ്റൈൽ കോളിൻ. നമുക്കറിയാം മസിൽസ് 3 തരമുണ്ട്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. സ്കെലിറ്റൽ മസിലിനുള്ള പ്രത്യേകത എന്താണ്? സ്കെലിറ്റൽ മസിലിൻ്റെ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ. കാരണം സ്കെലിറ്റൽ മസിൽ സെല്ലിൻ്റെ സാർക്കോലെമയിൽ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സ് റെസ്പോണ്ട് ടു അസറ്റൈൽ കോളിൻ ഓൺലി. അഡ്രിനാലിനോട് അവർ പ്രതികരിക്കത്തില്ല. കാരണം അഡ്രിനാലിൻ റിസപ്റ്റേഴ്സ് സ്കെലിറ്റൽ മസിൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഇല്ല. എന്നാൽ സ്മൂത്ത് മസിൽസിൻ്റെയും കാർഡിയാക് മസിൽസിൻ്റെയും പ്ലാസ്മ മെംബ്രെയിനിൽ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സുമുണ്ട്, അഡ്രിനാലിൻ റിസപ്റ്റേഴ്സുമുണ്ട്. Therefore, both acetylcholine and adrenaline are released into the neuromuscular junction of smooth muscles and cardiac muscles. But only acetylcholine is released into the neuromuscular junction of skeletal muscles because skeletal muscles respond to acetylcholine only. Smooth muscles and cardiac muscles respond to acetylcholine and adrenaline. അങ്ങനെ വരുമ്പോൾ ഇത് സ്കെലിറ്റൽ മസിലാണ്. സ്കെലിറ്റൽ മസിലേക്ക് ഇമ്പോർട്സ് കൊണ്ടുവന്ന ആരാണ്? ഒരു മോട്ടോർ ന്യൂറോൺ. ഫോർ എക്സാമ്പിൾ സിമ്പതറ്റിക്. എന്നാൽ കാർഡിയാക് മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിലേക്ക് ഇമ്പൾസ് സിമ്പതറ്റിക്കും കൊണ്ടുപോകും, പാരാസിമ്പതറ്റിക്കും കൊണ്ടുപോകും. സിമ്പതറ്റിക് അഡ്രിനാലിൻ റിലീസ് ചെയ്യും, ഇത് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. അപ്പൊ കാർഡിയാക് മസിൽസിലേക്കും സ്മൂത്ത് മസിൽസിലേക്കും സിമ്പതറ്റിക് ഇനർവേഷനുണ്ട്, പാരാസിമ്പതറ്റിക് ഇനർവേഷനുണ്ട്. പക്ഷേ സ്കെലിറ്റൽ മസിൽസിലേക്ക് നമ്മളിവിടെ സിമ്പതറ്റിക് എന്ന് പറഞ്ഞാലും ശരിക്കും ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? മോട്ടോർ ന്യൂറോൺ ഫ്രം ബ്രെയിൻ ആണ് വരുന്നത്. കാരണം സ്കെലിറ്റൽ മസിൽസ് വോളണ്ടറി ആയതുകൊണ്ട് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ല ഇനർവേറ്റ് ചെയ്യുന്നത്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ഇൻവോളണ്ടറി മസിൽസിലേക്ക് പോകുന്നുള്ളൂ.
സ്കെലിറ്റൽ മസിൽ ഒരു വോളണ്ടറി മസിൽ ആയതുകൊണ്ട് സ്കെലിറ്റൽ മസിൽസ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം മോട്ടോർ ന്യൂറോൺ ഫ്രം ദി ബ്രെയിൻ ആണ്, വോളണ്ടറിയാണ്. ഇവിടെ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കുമാണ്. അപ്പോൾ ഇത് മോട്ടോർ ന്യൂറോൺ ഫ്രം ദ ബ്രെയിൻ. ഇവിടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഇല്ല. ഇവിടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് സ്കെലിറ്റൽ മസിലിലേക്ക് ഇനർവേഷൻ ഇല്ല. അക്യൂമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ മസിൽ ഫൈബർ ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ്? ഒരു മസിൽ സസ്റ്റൈൻഡ് ആയിട്ട് വിശ്രമമില്ലാതെ ബീറ്റ് ചെയ്യുമ്പോൾ ആ മസിൽ എന്ത് സംഭവിക്കുന്നു? ATP ഷോർട്ടേജ് വരുന്നു. ATPയുടെ ഷോർട്ടേജ് വരുമ്പോൾ എളുപ്പത്തിൽ മസിൽ കൺട്രാക്റ്റ് ചെയ്യാനുള്ള മാർഗം എന്താണ്? മസിൽ ഗ്ലൈക്കോജനെ എനേറോബിക് ഗ്ലൈക്കോലൈസിസിന് വിധേയമാക്കുക. ഒരു ഗ്ലൂക്കോസിനെ എനേറോബിക് ഗ്ലൈക്കോലൈസിസിന് വിധേയമാക്കുമ്പോൾ 2 ATP ലഭിക്കുന്നുള്ളൂ. പക്ഷേ എയ്റോബിക് റെസ്പിറേഷൻ വഴിയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 38 ATP മോളിക്യൂൾസ് നിർമ്മിക്കാം. പക്ഷേ മസിൽ തുടരെ കൺട്രാക്റ്റ് ചെയ്യുകയും ATP ഷോർട്ടേജ് വരികയും ചെയ്യുമ്പോൾ ആ സ്കെലിറ്റൽ മസിൽ എനൈറോബിക് ഗ്ലൈക്കോലൈസിസ് നടത്താൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ എനൈറോബിക് ഗ്ലൈക്കോലൈസിസ് നടക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 ATP ഉണ്ടാവും, അതിൽ കൂടുതൽ ലാക്റ്റിക് ആസിഡും ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന 6 കാർബൺ ഷുഗർ എനൈറോബിക് ഗ്ലൈക്കോലൈസിസ് കഴിയുമ്പോൾ 2 പൈറുവിക് ആസിഡ് ആവും. സാധാരണഗതിയിൽ ഈ പൈറുവിക് ആസിഡ് അസറ്റിക് ആസിഡായി, അസറ്റൈൽ കോളനായി, അസറ്റൈൽ CoA ആയി അത് ക്രബ്സ് സൈക്കിളിലേക്ക് കടന്ന് സിട്രിക് ആസിഡ് ആവും. എന്നാൽ ഓക്സിജൻ ഇല്ലാതെ വന്നാൽ ഈ 2 പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. അപ്പോൾ എനൈറോബിക് ഗ്ലൈക്കോലൈസിസ് തുടരെ നടന്നു കഴിഞ്ഞാൽ സ്കെലിറ്റൽ മസിൽ ഫൈബറിൽ ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്താൽ ആ ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്ത മസില് പിന്നീട് ഒരു ഇമ്പൾസിനോട് പ്രതികരിക്കത്തില്ല. ആ അവസ്ഥയുടെ പേരാണ് മസിൽ ഫറ്റീജ്. അപ്പോൾ മസിൽ ഫറ്റീജ് എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ഓഫ് എ മസിൽ ടു കൺട്രാക്ട്, അല്ലെങ്കിൽ എ മസിൽ ഫെയിൽസ് ടു റെസ്പോണ്ട് ടു എ സ്റ്റിമുലസ് ഫ്രം ദ ബ്രെയിൻ ഡ്യൂ ടു ദി അക്യൂമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? മസിൽ കൺട്രാക്ട് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ വിശ്രമം കൊടുക്കണം. കുറേ സമയം നമ്മൾ വിശ്രമിച്ച് കഴിയുമ്പോൾ നമ്മുടെ മസിലിലുള്ള ലാക്റ്റിക് ആസിഡിനെ ബ്ലഡ് നേരെ ലിവറിലേക്ക് കൊണ്ടുപോകും. ലിവർ എന്ത് ചെയ്യുന്നു? ഈ ലാക്റ്റിക് ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി തിരിച്ച് മസിലിലേക്ക് കൊടുത്തയക്കുന്നു. വീണ്ടും നമുക്ക് കൺട്രാക്ഷൻ ആരംഭിക്കാം. അങ്ങനെ ലിവർ ലാക്റ്റിക് ആസിഡ്, മസിൽ ലാക്റ്റിക് ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് കോറൈസ് സൈക്കിൾ. ഇപ്പൊ കോറൈസ് സൈക്കിൾ നടക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇത് നടക്കുന്നത് ലിവർ സെല്ലിലാണ്. ലാക്റ്റിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ബൈ എ പ്രോസസ് നോൺ ആസ് കോറൈസ് സൈക്കിൾ. വീണ്ടും ആ ഗ്ലൂക്കോസ് മസിൽസിന് തിരിച്ചു കിട്ടുന്നു. വീണ്ടും കൺട്രാക്ഷൻ ആരംഭിക്കാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. വ്യക്തമായിട്ട് ഭംഗിയായിട്ട് ടെക്സ്റ്റ് പല പ്രാവശ്യം വായിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ പാസ്റ്റ് 10-12 വർഷത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കൂടുതൽ ഹൃദിസ്ഥമാക്കുക. ബയോളജിക്ക് ഫുൾ സ്കോർ ചെയ്യാൻ ഒരു പ്രയാസമില്ല. NCERT ടെക്സ്റ്റ് പൂർണ്ണമായിട്ടും മനസ്സിരുത്തി പല പ്രാവശ്യം വായിക്കുക. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ചെറിയ പോയിന്റ്സ് കുറിച്ചെടുക്കുക. റിവിഷൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യും തോറും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മെമ്മറി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും. ദ ഓൺലി വേ ടു സ്ട്രെങ്തൻ യുവർ മെമ്മറി ഈസ് റിപ്പീറ്റഡ് റീഡിംഗ് ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബയോളജി ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദിവസവും ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മനസ്സിരുത്തി വായിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഫുൾ സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ടെക്സ്റ്റിന് വെളിയിലുള്ള ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ 1-2 ചോദ്യങ്ങളേ വരത്തുള്ളൂ. അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്നേ വിളിക്കാനുള്ളൂ, ഔട്ട് ഓഫ് സിലബസ് അല്ല. ഒറ്റ നോട്ടത്തിൽ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് തോന്നുമെങ്കിലും ശ്രദ്ധിച്ചാൽ അതൊരു ചെറിയ ട്വിസ്റ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ചോദ്യമായിരിക്കും. So wish you all the best. Thank you very much. നമുക്ക് സിയോട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ്. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ചാണ്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ, അതായത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഡിഫറൻ്റ് ഉണ്ട്.
അതായത് ഓർഗാനിസങ്ങളെ ഗ്രൂപ്പ് ചെയ്യാനുള്ള, ക്ലാസിഫൈ ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ ഡിഫറൻറ്റ് വരാൻ കാരണം ആ ടാക്സോണമിസ്റ്റ് ഗ്രൂപ്പിംഗ് നടത്തുമ്പോൾ സ്വീകരിക്കുന്ന ഒരു അപ്രോച്ചിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ എത്ര ക്യാരക്ടറുകൾ പരിഗണിച്ചുകൊണ്ട് വേണം ഗ്രൂപ്പിംഗ് നടത്താൻ, അതാണ് പ്രശ്നം. ഒന്നോ രണ്ടോ ക്യാരക്ടർ അല്ലെങ്കിൽ ഫ്യൂ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കലി ഈസിലി വിസിബിൾ സൂപ്പർഫിഷ്യലായിട്ടുള്ള വൺ ഓർ ഫ്യൂ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ആ ക്യാരക്ടേഴ്സിലൊക്കെ സിമിലറായിട്ടുള്ളവരെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക, ആ ക്യാരക്ടേഴ്സ് ഇല്ലാത്തവരെ വേറൊരു ഗ്രൂപ്പാക്കുക. ഇത്തരം അപ്രോച്ച്, അതാണ് ദ ക്ലാസിക്കൽ അപ്രോച്ച്. ലിനയൻ ടൈമിലെയൊക്കെ അപ്രോച്ച് അതായിരുന്നു. അങ്ങനെ ഫ്യൂ ക്യാരക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിനെ ആർട്ടിഫിഷ്യൽ അപ്രോച്ച് എന്നാണ് പറയുക, ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ജീവികളെ 2 കിങ്ഡമായിട്ടൊക്കെ തിരിച്ചത് ആ അപ്രോച്ചിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, ഈ പരിഗണിച്ച 1-2 ക്യാരക്ടർ അല്ലാതെ വേറെ പ്രധാന ക്യാരക്ടറുകൾ പരിഗണിക്കാത്തതുണ്ട്. സച്ച് ക്യാരക്ടർ വൈസ് ഈ പരിഗണിച്ച ക്യാരക്ടർ വെച്ചുകൊണ്ട് സിമിലറായിട്ട് ചേർത്തവർക്ക് അതർ ക്യാരക്ടർ വൈസ് അവർ സിമിലർ അല്ല. അപ്പോൾ ആ ക്യാരക്ടറൂടെ പരിഗണിച്ചെങ്കിൽ ഇവരെ ഒന്നിച്ച് ചേർക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ആർട്ടിഫിഷ്യൽ അപ്രോച്ച് ഈസി ആണെങ്കിലും അൺറിലേറ്റഡ്, നാച്ചുറൽ അഫിനിറ്റി ഇല്ലാത്ത ജീവികൾ ഒരു ഗ്രൂപ്പിൽ വരാൻ കാരണമാകും. എന്നാൽ നാച്ചുറൽ അപ്രോച്ചിൽ മെനി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് പരിഗണിക്കുന്നതുകൊണ്ട് അൺറിലേറ്റഡ് ജീവികൾ സെയിം ഗ്രൂപ്പിൽ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. അതാണ് നാച്ചുറൽ അപ്രോച്ച്, നാച്ചുറൽ സിസ്റ്റംസ് അതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് എമർജ് ചെയ്ത മറ്റൊരു അപ്രോച്ച് ഓർ സിസ്റ്റമാണ് ഫൈലോജനറ്റിക് സിസ്റ്റം. ഫൈലോജനറ്റിക്സിൽ പരിഗണിക്കുന്നത് ഓർഗാനിസംസ് ടുഡേ ഡിഫറൻ്റ് ആണെങ്കിലും ദേ ഹാവ് എ കോമൺ ആൻസസ്ട്രി. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആൻസസ്റ്റർ സെയിം ആയിരിക്കും. അതിൽ നിന്ന് ഡിഫറൻറ്റ് ലൈൻ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷനിലൂടെ വ്യത്യസ്ത ജീവികളായിട്ട് ഇന്ന് പരിണമിച്ചിട്ടുണ്ട്. പക്ഷേ ദേ ഹാവ് എ കോമൺ ആൻസസ്ട്രി or these organisms are related by descent. They have a relation by descent. That is, they are all descendants from common ancestor. അപ്പോൾ അത് പരിഗണിക്കുന്ന ഗ്രൂപ്പിങ്ങിനെയാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. സോ ഹിയർ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ, of course, fourth option, evolutionary relationship. That is, they have a common ancestry. In the course of evolution, they radiated into different types, but they have a relationship by virtue of common ancestry. So, അങ്ങനെ വരുമ്പോൾ അപ്പിയറിംഗ്ലി ഡിഫറൻ്റ് ആണെങ്കിലും നിരവധി പ്രധാന ക്യാരക്ടറുകളിൽ അവർക്ക് സിമിലാരിറ്റി ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് അതിന് കറക്റ്റ് ഓപ്ഷൻ. ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാസ് ഗിവൺ ബൈ, അതായത് ആർട്ടിഫിഷ്യൽ അപ്രോച്ച് വാസ് ഡിസ്കാർഡഡ്. മോഡേൺ ടൈമിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോഴ്സ് നാച്ചുറൽ അപ്രോച്ചാണ്. അതായത് മെനി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ആ ക്യാരക്ടർ വൈസ് എല്ലാം സിമിലറായിട്ടുള്ളവരെ മാത്രമേ സെയിം ഗ്രൂപ്പിൽ ചേർക്കാവൂ. അത് ഏത് ടാക്സോണമിക് ലെവലിൽ ചെയ്യുമ്പോൾ, സ്പീഷീസ് ലെവലിൽ ചെയ്യുമ്പോഴും, ജീനസ് ലെവലിൽ ഗ്രൂപ്പിംഗ് നടത്തുമ്പോഴും, ഫാമിലി ലെവലിൽ ഗ്രൂപ്പിംഗ് നടത്തുമ്പോഴും, ക്ലാസ് ലെവലിലായാലും ഫൈലം ഓർ ഡിവിഷൻ ലെവലിലൊക്കെ ചെയ്യുമ്പോൾ, കിങ്ഡം ലെവലിൽ ചെയ്യുമ്പോഴും ഒക്കെ ഈ അപ്രോച്ചിൻ്റെ പ്രത്യേകത മെനി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് പരിഗണിച്ചിട്ട് അതിലെല്ലാം സിമിലറായിട്ടുള്ളവരെ വേണം ആ കാറ്റഗറി ലെവലിൽ സെയിം ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഫാമിലി എന്ന ടാക്സോണമിക് ലെവലുണ്ടല്ലോ, ആ ഫാമിലി ലെവലിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഒരു ടീം ഓഫ് ഓതേഴ്സാണ് ജോർജ് ബന്ധം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ. നാച്ചുറൽ അപ്രോച്ചിലൂടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ഫാമിലി എന്ന ടാക്സോണമിക് ലെവലിൽ ഗ്രൂപ്പ് ചെയ്ത പ്രധാന വർക്കാണ് അവരുടെ വർക്ക്. അവർ 1883 ബന്ധം ആൻഡ് ഹൂക്കർ
അവർ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ 199 ഫാമിലീസായിട്ട്, അതായത് ആൻജിയോസ്പേമുകളെ 199 ഫാമിലീസായിട്ട്, ജിംനോസ്പേമുകളെ 3 ഫാമിലിയായിട്ടും ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി നാച്ചുറൽ അപ്രോച്ചിലൂടെ. അവരുടെ വർക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം വെരി ഫേമസ് ബുക്കാണത്. ജനീറ പ്ലാന്റാറം, ബെന്തം ഹൂക്കേഴ്സ് ബുക്ക്. They published their work in 1883 in 3 volumes. അതിലാണ് സോ മച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഫാമിലികളെ ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഫ്ലോറൽ സ്ട്രക്ചറിലെ സിമിലാരിറ്റി എല്ലാം അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ബെന്തം ആൻഡ് ഹൂക്കർ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഗിവൺ ബൈ ബെന്തം ആൻഡ് ഹൂക്കർ. എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്ലാന്റ്സിന് നൽകിയിട്ടുണ്ട്. R.S. വിറ്റേക്കർ ആസ് യു നോ കിങ്ഡം ലെവലിൽ ഓർഗാനിസങ്ങളെ 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. അതൊക്കെ നാച്ചുറൽ അപ്രോച്ച് തന്നെയാണ്. പക്ഷേ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആ അപ്രോച്ചിൽ ചെയ്തത് ബെന്തം ആൻഡ് ഹൂക്കർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈറ്റോളജിക്കൽ ഇൻഫർമേഷനിലേക്ക് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനെ, അതായത് ഈ ക്ലാസിഫിക്കേഷൻ്റെ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏതൊക്കെ ഏരിയയിലുള്ള ക്യാരക്ടേഴ്സാണ് പരിഗണിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സോണമിക്ക് ഒരുപാട് സബ് ബ്രാഞ്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സൈറ്റോ ടാക്സോണമി, സൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് സെൽസ്, സൈറ്റോൺ സെൽ സ്ട്രക്ചർ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈറ്റോളജി ഓർ സെൽ ബയോളജി. അപ്പോൾ അതിൽ ക്രോമസോമുകളുടെയൊക്കെ ഘടനയും മറ്റും വളരെ പ്രധാനമായിട്ട് വരും. അപ്പോൾ ക്രോമസോം സ്ട്രക്ചറിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഓർഗാനിസങ്ങളെ ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് അപ്രോച്ച് ഈസ് നോൺ ആസ് സൈറ്റോടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി ഓർ ഫെനറ്റിക്സ്, അതിൽ ആസ് മെനി ആസ് പോസിബിൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പരിഗണിക്കും. പ്രധാന ക്യാരക്ടറൊന്നും മാത്രമല്ല, അൺഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ക്യാരക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ഗ്രൂപ്പിംഗ് ചെയ്യാം. അപ്പോൾ അവിടെ ന്യൂമറസ് ക്യാരക്ടേഴ്സ് പരിഗണിക്കുന്നുണ്ട്. അതൊരു നമ്പർ ഗെയിമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡായിട്ട് ഈ സോ മച്ച് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സൊക്കെ അനലൈസ് ചെയ്ത് വേണം ഗ്രൂപ്പിംഗ് നടത്താൻ. അങ്ങനൊരു ടാക്സോണമിക്കൽ അപ്രോച്ചും മോഡേൺ ടൈമിലുണ്ട്, ന്യൂമറിക്കൽ ടാക്സോണമി ഓർ ഫെനറ്റിക്സ്. കെമോടാക്സോണമിയിൽ സെല്ലിലുള്ള കെമിക്കലുകളെ അനലൈസ് ചെയ്തിട്ട് ആ കെമിക്കൽ മോളിക്യൂളുകളുടെ സാദൃശ്യം അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്രോമസോം സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ സെല്ലിലെ ഘടനയാണ്. അതുകൊണ്ട് സൈറ്റോ ടാക്സോണമി. പ്ലാൻ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ, which of the following group of plants play an important role in plant succession on bare rocks? അതായത് ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് അത് വാം ഓഷനിലാണ്, യൂണിസെല്ലുലാർ ഫോമിൽ ഒറിജിനേറ്റ് ചെയ്തു, കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ്. അപ്പോൾ ലാൻഡ് ഏരിയ കംപ്ലീറ്റ് റോക്കാണ്, ബെയർ റോക്ക്, ഒരു ജീവിയുമില്ല, സസ്യങ്ങളൊന്നുമില്ല. about 2.5 billion years ago or so. അപ്പോൾ ആ സമയത്ത് ഈ ലൈക്കൻസ് ഉണ്ടായി. ആൽഗയും ഫംഗസും കൂടെ സിംബയോട്ടിക്കായിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ഓർഗാനിസമായി മാറുകയുണ്ടായി ലൈക്കൻസ്. ഈ ലൈക്കൻസാണ് ബെയർ റോക്കുകളിൽ ആദ്യം ഇൻഹാബിറ്റ് ചെയ്തത്. പക്ഷേ അവർ പ്ലാന്റ് അല്ലല്ലോ. അതിനുശേഷം ബ്രയോഫൈറ്റ്സ്, ആൽഗയിൽ നിന്ന് ബ്രയോഫൈറ്റ്സ് ഇവോൾവ് ചെയ്തു. ബ്രയോഫൈറ്റ്സാണ് ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ്. അവർക്ക് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഇല്ലെങ്കിലും അവർക്ക് വേര് പോലെ ആങ്കറേജ് ആൻഡ് അബ്സോർഷനിൽ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്, റൈസോയിഡ്സ്. അപ്പോൾ ഈ റൈസോയിഡുകൾ ലാൻഡിൽ ആങ്കർ ചെയ്ത് വളരാൻ ബ്രയോഫൈറ്റ്സിന് കഴിയും. താലോയിഡ് ആൽഗകൾക്ക് വാട്ടറി എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാനേ പറ്റും. അപ്പോൾ ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ് വാസ്കുലാർ സിസ്റ്റം ഇല്ലെങ്കിലും ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് വന്നപ്പോഴത്തേക്കും ലൈക്കൻസ് പാറയിലൊക്കെ വളരാൻ തുടങ്ങിയിരുന്നു. അവർ പ്ലാന്റ്സ് അല്ല. പക്ഷേ ലൈക്കൻ ഗ്രോത്ത്, അതിൻ്റെ അതിൻ്റെ മൈക്കോബയോണ്ടിൻ്റെ ഹൈഫൽ ഗ്രോത്ത് കൊണ്ട് പാറയുടെ സർഫസ് ചെറുതായിട്ട് പൊടിഞ്ഞു വരും. ആ പ്ലേസിലേക്ക് റൈസോയിഡുകളുള്ള മോസസ്, ബ്രയോഫൈറ്റ്സ് വന്നു. അങ്ങനെ ആദ്യം ലാൻഡ്
ബെയർ റോക്കുകളെ കോൺകർ ചെയ്ത വെജിറ്റേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സ് ആൻഡ് ലൈക്കൻസ് ടുഗദർ, ദറ്റ് ഇസ് എ ബയോട്ടിക് കമ്മ്യൂണിറ്റി, ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ദറ്റ് കോൺകേർഡ് ബെയർ റോക്സ്. അങ്ങനെ ഹയർ പ്ലാന്റുകളുടെ സക്സഷന് കാരണമായത് ബ്രയോഫൈറ്റ്സ് ആണ്. സ്റ്റാർട്ടിങ് പ്ലാന്റ്സ് ഓൺ ബെയർ റോക്സ്, ബ്രയോഫൈറ്റ്സ്. ഡാഷ് റെപ്രസെൻറ്റ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എമംഗ്സ്റ്റ് ജിംനോസ്പേംസ്. ജിംനോസ്പേമുകൾ സീഡ് ഉണ്ടാക്കുന്ന പ്ലാന്റാണ്, പക്ഷേ ഫ്രൂട്ടില്ല. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ് എന്ന് നമുക്കറിയാം. അവരിൽ ഈ സ്പോറോഫിൽസ്, അത് ഡിപ്ലോയിഡ് പ്ലാന്റ്, അത് സ്പോർ ഉണ്ടാക്കണം. ഡിപ്ലോയിഡ് പ്ലാന്റ് മിയോസിലൂടെ ഉണ്ടാക്കുന്ന ഹാപ്ലോയിഡ് സെല്ലുകളാണ് സ്പോർസ്. ആ സ്പോർ സെല്ലുകൾ വളർന്ന് ഹാപ്ലോയിഡ് ബോഡി ഉണ്ടാകണം. അപ്പോൾ ഈ സ്പോർ ഉണ്ടാക്കുന്നത് ഇലകളിലാണ്, മോഡിഫൈഡ് ഇലകളുണ്ട്, സ്പോറോഫിൽസ്. സ്പോറോഫിലുകൾ ക്ലസ്റ്റേർഡായിട്ട് കോണിക്കൽ ഷേപ്പിൽ വളരുമല്ലോ ജിംനോസ്പേമുകളിൽ, എസ്പെഷ്യലി പൈനസിലൊക്കെ. അപ്പോൾ ഇവിടെ റീപ്രൊഡക്ടറി ഓർഗൻസ് കോൺസാണ്. അതർ ഓപ്ഷൻസ് ആപ്ലിക്കബിൾ അല്ലെന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഈസിയായിട്ട് മനസ്സിലാകും. കോൺ, ജിംനോസ്പേം എന്ന് കേൾക്കുമ്പോൾ തന്നെ കോണുകൾ, സ്പോറോഫിലുകളുടെ അഗ്രിഗേറ്റഡ് കോണിക്കൽ ബോഡീസ് വളരും. അതിലാണ് സ്പോർ ഉണ്ടാകേണ്ടത് എന്ന് നമുക്കറിയാം. പൈർനോയിഡ്സ് ഇൻ ഗ്രീൻ ആൽഗൽ സെൽസ് ആർ റിലേറ്റഡ് ടു പൈർനോയിഡ്സ്. എന്താണ് പൈർനോയിഡ്സ്? ആൽഗൽ സെല്ലുകളിൽ, പർട്ടിക്കുലർലി ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഗ്രീൻ ആൽഗയുടെ സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഗ്രീൻ ആൽഗകളുടെ സെല്ലുകളിലെ ക്ലോറോപ്ലാസ്റ്റിന് വേരിയിങ് ഷേപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. വാട്ട് എവർ ബി ദ ഷേപ്പ്, അതിൽ ഗ്രാന, സ്ട്രോമ റീജിയൻസ് ഉണ്ട്. അതിൽ സ്ട്രോമ റീജിയനിൽ ഒന്നിലധികമോ പൈർനോയിഡ്സ് ഗ്രീൻ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണാറുണ്ട്. പൈർനോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹാവിങ് എ central proteinaceous matrix surrounded by starch. ഈ സെൻട്രൽ പ്രോട്ടീനേഷ്യസ് മാട്രിക്സ് ഭാഗത്ത് റുബിസ്കോ എന്ന എൻസൈമുണ്ട്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ആ എൻസൈമിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഹയർ പ്ലാന്റുകളിലും ഒക്കെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിൽ ഈ എൻസൈമുണ്ട്. ഫോട്ടോസിന്തസിൻ്റെ ഡാർക്ക് ഫേസിൽ കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഗ്ലൂക്കോസും അതിനെ തുടർന്ന് സൂക്രോസോ സ്റ്റാർച്ചോ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം. അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യണം റിബുലോസ് ബിസ്ഫോസ്ഫേറ്റിൻ്റെ കൂടെ. 5 കാർബൺ കീറ്റോ ഷുഗർ, അതിൻ്റെ കൂടെ ഒരു കാർബൺ കൂടെ ചേരണം. കാർബൺ ഡയോക്സൈഡ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ഹെക്സോസ്, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ കാർബോക്സിലേഷൻ, കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, ഫോട്ടോസിന്തസിൻ്റെ ക്രൂഷ്യൽ റിയാക്ഷൻ സ്റ്റെപ്പ്, അത് നടക്കണമെങ്കിൽ ഈ എൻസൈം വേണം. ഈ എൻസൈമിന് ഡ്യുവൽ പ്രോപ്പർട്ടി ഉണ്ട്. RUBPയുടെ കൂടെ കാർബൺ ഡയോക്സൈഡ് ചേർക്കാനും ഈ എൻസൈമിന് കഴിയും, കാർബോക്സിലേഷൻ. RUBPയെ ഓക്സിഡൈസ് ചെയ്യുക, ഓക്സിജൻ അതിൻ്റെ കൂടെ ചേർക്കാനും കഴിയും. അതാണ് ഓക്സിജനൈസ്, കാർബോക്സിലേസ് ഓക്സിജനൈസ്, ഡ്യുവൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ എൻസൈമിൻ്റെ വിസിനിറ്റിയിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിന്നാൽ കാർബോക്സിലേഷൻ ഫെയ്ത്ത്ഫുള്ളായിട്ട് നടക്കും. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞാൽ ഫിക്സേഷൻ നടക്കില്ല, ഓക്സിജനേഷനിലേക്ക് പോകും. അപ്പോൾ എഫിഷ്യൻ ഫോട്ടോസിന്തസിന് റുബിസ്കോ എൻസൈമിൻ്റെ വിസിനിറ്റിയിൽ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം മെക്കാനിസങ്ങൾ ഹയർ പ്ലാന്റുകളുടെ ക്ലോറോപ്ലാസ്റ്റിലും എക്സ്പെഷ്യലി C4 പ്ലാന്റുകളിലൊക്കെ ഉണ്ട്. അതിനാണ് CCM, കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ മെക്കാനിസം. മോർ കാർബൺ ഡയോക്സൈഡ് ബ്രോട്ട് നിയർ ടു റുബിസ്കോ, ആ മെക്കാനിസം. ഈ ഗ്രീൻ ആൽഗകളുടെ പൈർനോയിഡുകൾ സച്ച് എ മെക്കാനിസം ഡൺ. കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം ഇവിടെ നടക്കും. അതായത് കാർബൺ ഡയോക്സൈഡ് ഈ പൈർനോയിഡിന് അകത്തേക്ക് കൂടുതൽ ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്.
more carbon dioxide diffusing into the central proteinaceous area of the pyrenoid body. So റുബിസ്കോ എൻസൈമിനടുത്തേക്ക് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ചെല്ലുന്നു, എഫിഷ്യൻറ്റ് ഫിക്സേഷൻ നടത്താൻ കഴിയും. സോ പൈർനോയിഡ്സ് ആർ കൺസേൺ വിത്ത് സ്റ്റാർച്ച് ഫോർമേഷൻ. They are concerned with efficient carbon dioxide fixation, and ultimately more starch is being produced. So first option is the answer. Which one of the following is correct statement? Read the statements. Pteridophyte, gametophyte. Pteridophyteകളിൽ gametophyte have a protonymal and leafy stage. Filamentous പ്രോട്ടോണിമയായിട്ടും അതിനുശേഷം ഇറക്റ്റ് ലീഫി സ്ട്രക്ചറായിട്ടൊക്കെ വളരുന്നത് മോസുകളിലാണ്. മോസുകളുടെ ഹാപ്ലോയിഡ് ഓർ ഗാമറ്റോഫൈറ്റ് സ്റ്റേജാണ് പ്രോട്ടോണിമ ആൻഡ് ഇറക്റ്റ് ലീഫി സ്റ്റേജൊക്കെ വരുന്നത് ബ്രയോഫൈറ്റിലാണ്. ടെറിഡോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റ് ഓർ ഹാപ്ലോയിഡ് ബോഡി പ്രോഥാലസാണ്, ഗ്രീൻ ഹാർട്ട് ഷേപ്ഡ് സ്മോൾ ബോഡി, അവിടെ ലീഫി സ്ട്രക്ചറൊന്നും വരികയില്ല. ഇൻ ജിംനോസ്പേംസ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് ഫ്രീ ലിവിങ്. സീഡ് പ്ലാന്റുകളിലൊക്കെ ഗാമറ്റോഫൈറ്റ് ജനറേഷൻ, അതായത് ഹാപ്ലോയിഡ് ജനറേഷൻ വെരി റെഡ്യൂസ്ഡ് ആയിരിക്കും ഇൻസൈഡ് ദ ഡിപ്ലോയിഡ് ബോഡി, നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി ഗ്രോയിങ് ഔട്ട്സൈഡ്. ഇൻ ഓൾ സീഡ് പ്ലാന്റ്സ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഓർ ജനറേഷൻ, ദറ്റ് ഈസ് ഗാമറ്റോഫൈറ്റ് ജനറേഷൻ, വിൽ ബി very very reduced structure, not independently growing outside. It will be surely dependent inside the sporophyte plant body. Antheridiophores, male sex organ-ആയ ആന്ത്രഡിയ, അവ വളരാൻ വേണ്ടി ഒരു അപ്രൈറ്റ് ഇറക്റ്റ് സ്റ്റോക്ക് ഉണ്ടാവുക, അതാണ് ആന്ത്രഡിയോഫോർ. അതുപോലെ ആർക്കിഗോണിയോഫോർ, ഇതൊക്കെ ടെറിഡോഫൈറ്റിലില്ല, അതൊക്കെ ബ്രയോഫൈറ്റിൽ തന്നെ ലിവർ വെഡ്സിൽ മാർക്കാൻഷിയിലാണ് ഈ ആന്ത്രഡിയോഫോർ ആർക്കിഗോണിയോഫോർ വളരുക. ഒറിജിൻ ഓഫ് സീഡ് ഹാബിറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റുകൾ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് അല്ല, എന്നാൽ സം ടെറിഡോഫൈറ്റ്സ്, സലാജിനെല്ലയിൽ അക്വാട്ടിക് ഫേൺ, സാൽവീനിയ, ദറ്റ് ഈസ് അക്വാട്ടിക് ഫേൺ. സലാജിനെല്ല ടെറസ്ട്രിയലാണ്, അത് ലൈക്കോപ്സിഡയിൽ വരുന്ന. ടെറിഡോഫൈറ്റിൽ 4 ക്ലാസ്സുകളുണ്ടല്ലോ, സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ, ടിറോപ്സിഡ. അതിൽ ടിറോപ്സിഡ മാക്രോഫിൽസ്, വലിയ ഇലകളുള്ള ഫേൺസ്. ദ ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ. ലൈക്കോപ്സിഡയിലാണ് ലൈക്കോപോഡിയും സലാജിനിലെയും വരിക, ആൻഡ് സ്ഫീനോപ്സിഡയിൽ എക്വിസിറ്റം വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾസ്. അവരെയൊക്കെ കളക്റ്റീവ്ലി ഹോസ്റ്റൈൽസ് എന്നാണ് പറയുക. അവർക്ക് മാക്രോഫിൽസ്, വലിയ ഇലകളില്ല, സ്പോർ പ്രൊഡ്യൂസിങ് ലീഫുകൾ, സ്പെഷ്യലൈസ്ഡ് ആണ്. അത് സ്ട്രോബിലസ് ആയിട്ട് ക്ലസ്റ്റേർഡായിട്ട് സ്റ്റെമ്മിൻ്റെ അഗ്രത്തേക്ക് വളരുകയും ചെയ്യും, ഹോസ്റ്റൈൽസ്. അപ്പോൾ ഈ ഹോസ്റ്റൈൽസ് ആയാലും ഫേൺസ് ആയാലും ടെറിഡോഫൈറ്റിലെ 2 മേജർ വിഭാഗങ്ങൾ, അവരിൽ ആരിലും തന്നെ സീഡ് ഉണ്ടാവില്ല. ഇതിൽ സെലാജിനെല്ല എന്ന ഹോസ്റ്റൈൽ വിഭാഗത്തിൽപ്പെട്ട മെമ്പറും സാൽവീനിയ എന്ന ഫേൺ വിഭാഗത്തിൽപ്പെട്ട മെമ്പറും വേറെ ചില ഫേൺ മാർസൈലിയയിലും ഒക്കെ ഉണ്ട്. ഹെട്രോസ്പോർ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് പ്ലാന്റിൽ 2 തരം സ്പോർ ഉണ്ടാകും, മൈക്രോസ്പോർ, മെഗാസ്പോർ. ഈ ഹെട്രോസ്പോർ എന്ന ഫിനോമിനൻ ഉണ്ടെങ്കിലേ അതിനെ തുടർന്നുള്ള മറ്റ് ഓൺഗോയിങ് പ്രോസസ്സുകൾ പ്രൊസീഡ് ചെയ്ത് സീഡ് ഉണ്ടാകാൻ പറ്റും. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് പ്ലാന്റ് ഉണ്ടാക്കുന്ന സ്പോറെല്ലാം ഒരേ ഇനമായാൽ, ഹോമോസ്പോറസ് ആണെങ്കിൽ സീഡ് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഹെട്രോസ്പോർ ഈസ് ആൻ എസെൻഷ്യൽ പ്രീകർസർ ഇവൻറ്റ്, ദ സ്റ്റാർട്ടിങ് പ്രീകർസർ ഇവൻറ്റ് ഹെട്രോസ്പോറി. അതിനെ തുടർന്ന് മറ്റൊരുപാട് ഇവൻറ്റുകൾ നടന്നെങ്കിലേ സീഡ് സക്സസ്ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹെട്രോസ്പോറി കാണിക്കുന്ന സലാജിനിലയിലും സാൽവീനിയയിലും മൈക്രോസ്പോർ, മെഗാസ്പോർ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് മെഗാസ്പോർ റിലീസ് ഔട്ട് ചെയ്യാതെ ആ സ്പോറോഫൈറ്റിൻ്റെ സ്പൊറാഞ്ചിയത്തിനകത്ത് തന്നെ ഇരുന്ന ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റായിട്ട്, ഫീമെയിൽ ഹാപ്ലോയിഡ് സ്ട്രക്ചറായിട്ട് വളരും, ആർക്കിഗോണിയം വളരും, എഗ് ഉണ്ടാകും. ബട്ട് അത് പ്രോപ്പറായിട്ട് ഫൈനൽ സീഡ് ഡെവലപ്മെൻറ്റ് വരെ എത്തുന്നതിന് മുമ്പ് അത് ഡ്രോപ്പ് ഡൗൺ ചെയ്തു പോകും. അപ്പോൾ വേരിയിങ് പീരീഡ്സിലേക്ക് ഹെട്രോസ്പോറിയുടെ തുടർ പ്രക്രിയകൾ നടക്കും, പക്ഷേ സക്സസ്ഫുള്ളായിട്ട് സീഡിലെത്തുകയില്ല ഈ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സിലും. എന്നാൽ സീഡ് ഹാബിറ്റ്
ഗാമറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ഹെട്രോസ്പോറി വേർ സ്റ്റാർട്ടഡ് എന്ന് ചോദിച്ചാൽ ഈ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റുകൾ തന്നെയാണ് ഹെട്രോസ്പോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടഡ് പ്ലാന്റുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒറിജിൻ ഓഫ് സീഡ് ഹാബിറ്റ് ക്യാൻ ബി ട്രേസ്ഡ്, സീഡ് ഉണ്ടാകുന്നതിനുള്ള സവിശേഷതയുടെ ഒരു ബിഗിനിങ് ചില ടെറിഡോഫൈറ്റുകളിൽ, ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റുകളിൽ നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റും, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ദ ആൻസർ ഹിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതായത് 2 സ്പേമുകൾ വരിക, ഒരു സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുക, ദ അതർ സ്പേം സൈമൾട്ടേനിയസ്ലി ഫ്യൂസ് വിത്ത് N+N ന്യൂക്ലിയസ് ടു ഫോം എ ട്രിപ്ലോയിഡ് പെൻ. ഇങ്ങനെ 2 ആക്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ഒരേ സമയം നടക്കുന്നത് ആൻജിയോസ്പേമുകളുടെ വളരെ സാലിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നോ എക്സെപ്ഷൻ. ഇൻ ഓൾ ആൻജിയോസ്പേമസ് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഷൻ ഈസ് ഡബിൾ ആക്ട്. അത് ആൻജിയോസ്പേമിലെ ഡൈക്കോട്ടുകളിലും മോണോക്കോട്ട് ക്ലാസ്സിലും എല്ലാം. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് യുണീക്ക് ടു ജിംനോസ്പേം. ജിംനോസ്പേം സീഡ് പ്ലാന്റ് ആണ്, ബട്ട് അതിൽ ഫെർട്ടിലൈസേഷൻ സിംഗിളാണ്, സിംഗമിയേ ഉള്ളൂ, ട്രിപ്പിൾ ഫ്യൂഷൻ ഇല്ല. അപ്പോൾ 2 ആക്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ ഓർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ജിംനോസ്പേമിലില്ല, ആൻജിയോസ്പേമിൽ മാത്രം. ആൻജിയോസ്പേമിലെ മോണോക്കോട്ട് ലെൻസ് മാത്രമല്ല, ആൻജിയോസ്പേമിലെ 2 ക്ലാസ്സിലും, ഡൈക്കോട്സിലും മോണോക്കോട്സിലും. സെക്വയ എ ജിംനോസ്പേം, വൺ ഓഫ് ദ ടോളസ്റ്റ് ട്രീ സ്പീഷീസ്, അത് ശരിയാണ്. കാലിഫോർണിയൻ വുഡ്സിൽ ധാരാളമായിട്ട് ഇത്തരം ട്രീസുണ്ട്. Phaeophyceae, that is brown algae members, possess chlorophyll A and chlorophyll C, some carotenoids and modified xanthophyll called fucoxanthin. Anyway, that is correct. Moss plant is a gametophyte which consists of 2 stages, namely protonymal stage and leafy stage. ബ്രയോഫൈറ്റിൻ്റെ മോസ് ക്ലാസ്സിൽ, ടിപ്പിക്കൽ മോസ് ആയാലും സ്ഫാഗ്നം ആയാലും എല്ലാത്തരം മോസുകളിലും ലിവർവെഴ്സിലില്ല. അതിൻ്റെ ഹാപ്ലോയിഡ് സ്റ്റേജിൻ്റെ കാര്യത്തിൽ 2 സബ് സ്റ്റേജ് ഉണ്ട്. ഹാപ്ലോയിഡ് സ്പോറ് ആദ്യം ഫിലമെൻ്റസ് പ്രോട്ടോണിമയായിട്ടും അതിനുശേഷം അതിൽ നിന്ന് ഇറക്റ്റ് ലീഫി മോസ് പ്ലാന്റിൻ്റെ സ്റ്റേജിലേക്കും വളരണം. അപ്പോൾ അതും ശരിയാണ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മോസസ് ആൻഡ് ഫേൺസ്? ഈ മോസസ് മീൻസ് ബ്രയോഫൈറ്റ്സ്, ഫേൺസ് മീൻസ് ടെറിഡോഫൈറ്റ്സ്. അവരുടെ ലൈഫ് സൈക്കിൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ ഇത്തരം ക്വസ്റ്റ്യനുകൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. സോ see it. Moss plant, as you know, rhizoids, erect axis, leaf like green structures ഒക്കെ ഉണ്ടല്ലോ. leafy moss plant, funaria plant. ഇത് ഹാപ്ലോയിഡ് ബോഡിയാണ്. ഒരു പ്ലാന്റ് ബോഡിയുടെ പ്ലോയിഡിയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പ്ലാന്റ് അതിലെ സെല്ലുകളെല്ലാം ഹാപ്ലോയിഡാണ്. അപ്പോൾ ആ മോസ് പ്ലാന്റിൻ്റെ ഹാപ്ലോയിഡ് ജനറേഷനാണ് ഈ മോസ് പ്ലാന്റ്. എപ്പോഴും ഹാപ്ലോയിഡ് പ്ലാന്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമേറ്റ് മൂലമായിരിക്കും. അതുകൊണ്ടാണ് ഹാപ്ലോയിഡ് തലമുറയെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. സോ ഗ്യാമേറ്റ് ഉണ്ടാക്കും. അതിൽ ആന്ത്രഡിയും ആർക്കിഗോണിയവും ഫ്ലാസ്ക് ഷേപ്ഡ് ആർക്കിഗോണിയം ഒക്കെ വളർന്ന് അതിൽ എഗ്ഗ്, ആന്ത്രഡിയത്തിൽ നിന്ന് സ്പൈറലി കോയിൽഡ് ബൈഫ്ലാജല്ലേറ്റ് സ്പേംസ് ഓർ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യും. ഈ ആന്ത്രോസോയിഡ്സ് വാട്ടറിലൂടെ ആർക്കിഗോണിയത്തിനകത്ത് എൻ്റർ ചെയ്തിട്ട് അത് ഫ്യൂസ് ചെയ്യും. സോ ഫ്യൂഷൻ, സിംഗമി, ഗ്യാമെറ്റുകളുടെ ഫ്യൂഷൻ നടക്കും. അപ്പോൾ സൈഗോട്ട് സെൽ ഉണ്ടാകും ഇവിടെ. സൈഗോട്ട് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ആ ഡിപ്ലോയിഡ് സെൽ വളർന്ന് ദറ്റ് ഈസ് ഗ്രോ ബൈ മൈറ്റോസിസ്. ആ ഡിപ്ലോയിഡ് സെൽ
മൈറ്റോസിലൂടെ വിഭജിച്ച് വളർന്ന് ഈ മോസ് പ്ലാന്റിന്മേൽ പാരസിറ്റിക്കായിട്ട് വളരുന്ന ഒരു പ്രോജനി ജനറേഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് മോസ് ക്യാപ്സ്യൂൾ. സോ ദിസ് മോസ് ക്യാപ്സ്യൂൾ ഈസ് ഫോംഡ് ഫ്രം സൈഗോട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോജനി ജനറേഷനാണ് ഈ മോസ് ക്യാപ്സ്യൂൾ. മോസ് ക്യാപ്സ്യൂൾ. ദിസ് ഈസ് മോസ് പ്ലാന്റ്, ദിസ് ഈസ് മോസ് ക്യാപ്സ്യൂൾ. അത് ഡിപ്ലോയിഡ് ബോഡിയാണെന്ന് ഓർക്കുക. ദിസ് ഈസ് ഹാപ്ലോയിഡ് ബോഡി, ദിസ് ഈസ് ഡിപ്ലോയിഡ് പ്രോജനി ബോഡി. പ്ലാന്റിൽ ഡിപ്ലോയിഡ് ജനറേഷൻ എപ്പോഴും സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ സ്പോറോഫൈറ്റ് ജനറേഷൻ എന്ന് പറയാം. ഹാപ്ലോയിഡ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് ഗ്യാമറ്റോഫൈറ്റ് ജനറേഷൻ. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോജനി ജനറേഷൻ വിൽ ബി ഡിപ്ലോയിഡ്. കാരണം ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് പ്രോജനി ഉണ്ടാവും. അപ്പോൾ ആ ഡിപ്ലോയിഡ് ജനറേഷൻ അതിന് സ്പോർ ഉണ്ടാക്കും. ആൻഡ് സ്പോർ ഉണ്ടാക്കുമ്പോൾ ഈ ക്യാപ്സ്യൂളിനകത്തുള്ള ഡിപ്ലോയിഡ് സെല്ലുകൾ, സ്പോർ മദർ സെൽ, ആ ഡിപ്ലോയിഡ് സ്പോർ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടക്കും, മിയാസിസ്. ഒരു ഡിപ്ലോയിഡ് പ്ലാന്റ് സ്പോർ ഉണ്ടാക്കുമ്പോൾ ആ സ്പോർ സെല്ലുകൾ ഡെഫിനറ്റ്ലി ഹാപ്ലോയിഡ് ആയിരിക്കും. സ്പോർ വിൽ ബി ഹാപ്ലോയിഡ്. ഈ ഹാപ്ലോയിഡ് സ്പോറുകൾ വളർന്ന് ഹാപ്ലോയിഡ് ബോഡി ഉണ്ടാകും. ആദ്യം ഫിലമെൻറ്റസ് പ്രോട്ടോണിമ വളരും. ദെൻ അതിൽ നിന്ന് ലീഫി ഇറക്റ്റ് പ്ലാന്റ് ഉണ്ടാകും. സോ വെൻ യു ജസ്റ്റ് separate the two generations from reduction division, that is spore formed means അവിടെ തൊട്ട് സിംഗമി വരെ ഹാപ്ലോയിഡ് തലമുറയാണ്. സിംഗമി തൊട്ട് നെക്സ്റ്റ് സ്പോർ ഫോർമേഷൻ വരെ ഡിപ്ലോയിഡ് ജനറേഷനാണ്. സോ ഇൻ ബ്രയോഫൈറ്റ്സ് ദ ലീഫി ഗ്രീൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. അതിൽ നിന്നുണ്ടാകുന്ന പ്രോജനിയായ കളർലെസ് ഹെട്രോട്രോഫിക് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ബോഡി അത് ഡിപ്ലോയിഡാണ്. ഇവിടെ ഏത് ജനറേഷനാണ് പ്രിഡോമിനൻറ്റ്? ഹാപ്ലോയിഡ് ജനറേഷൻ ഈസ് പ്രിഡോമിനൻറ്റ്. അതാണ് റിയൽ പ്ലാന്റ്, അത് ഹാപ്ലോയിഡാണ്. എന്നാൽ ടെർഡോഫൈറ്റ്സിൽ വരുമ്പോൾ ടെർഡോഫൈറ്റ് പ്ലാന്റ് വലിയ ഗ്രീൻ പിന്നറ്റ്ലി കോമ്പൗണ്ട് ലീഫൊക്കെ ഉള്ള ഫേൺ പ്ലാന്റ്. ഈ ഫേൺ പ്ലാന്റ് ഡിപ്ലോയിഡാണ്. ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. In bryophytes, the green plant, the established plant is haploid. But in pteridophytes, the green established plant is diploid. അതാണ് ഇവിടുത്തെ ഒരു വലിയ ഡിഫറൻസ്. അപ്പോൾ ഫേൺ പ്ലാന്റ് ബീയിങ് ഡിപ്ലോയിഡ് അത് സ്പോർ ഉണ്ടാക്കണം, സ്പോറോഫൈറ്റ് ആയിരിക്കണം. ഈ ലീഫുകളിലാണ് സ്പോർ ഉണ്ടാകുന്നത്, സ്പോറോഫിൽസ്. സ്പോർ ഉണ്ടാകുമ്പോൾ റിഡക്ഷൻ ഡിവിഷനിലൂടെയാണ് സ്പോർ ഉണ്ടാകുക. ഹാപ്ലോയിഡ് സ്പോറുകൾ കിട്ടും. ഈ ഹാപ്ലോയിഡ് സ്പോറുകൾ സോയിലിൽ വീണിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട്, അപ്പോൾ ഈ ഹാപ്ലോയിഡ് സെല്ലുകൾ ഗ്രോ ബൈ മൈറ്റോസിസ്. പ്ലാന്റ്സിൽ ഡിപ്ലോയിഡ് സൈഗോട്ടും മൈറ്റോസിലൂടെ വളരും. ഹാപ്ലോയിഡ് സ്പോറുകളും മൈറ്റോസിലൂടെ വളരും. അപ്പോൾ ഹാപ്ലോയിഡ് സ്പോർ ഗ്രോ ബൈ മൈറ്റോസിസ്. അതുകൊണ്ടാണ് ഒരു ഹാപ്ലോയിഡ് ബോഡി ഉണ്ടാകും. ഈ കേസിൽ ആ ഹാപ്ലോയിഡ് ബോഡി ഒരു സ്മോൾ ഹാർട്ട് ഷേപ്ഡ് ഗ്രീൻ റൈസോയിഡൊക്കെ ഉള്ള ഒരു ചെറിയ സ്ട്രക്ചറാണ്. ഇതിനെയാണ് പ്രൊഥാലസ് എന്ന് വിളിക്കുന്നത്. സോ പ്രൊഥാലസ് ഈസ് ഹാപ്ലോയിഡ് ബോഡി. ഇതിൻ്റെ പ്രോജനി ജനറേഷനാണ്. ഈ ഹാപ്ലോയിഡ് പ്രോഥാലസിൽ ആർക്കിയോണിയോ ആന്ത്രഡിയോ ഒക്കെ വളർന്ന്, അതായത് സ്പേം എഗ്ഗും ഉണ്ടായി. എഗ്ഗും ആന്ത്രോസോയിഡ്സും ഉണ്ടായി. ഔഫ്യൂസി, സിംഗമി. സോ സൈഗോട്ട് ഈസ് ഫോംഡ്. റിമെമ്പർ, സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന് മൈറ്റോസിലൂടെ വളർന്ന് again the fern plant. So here also you can see
From haploid spore to next syngamy, haploid generation and embodiment ആണ് prothallus. Zygote to fern plant and then to next reduction division, diploid generation and embodiment fern plant. അപ്പോൾ ബ്രയോഫൈറ്റിൽ the haploid generation is prolonged and established. In pteridophytes the diploid generation is prolonged and established plant. Now see the questions. Which of the following is the major difference between mosses and ferns? Ferns lack alternation of generation. ഫേൺസിലും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്, ഡിപ്ലോയിഡ് ജനറേഷൻ, ഹാപ്ലോയിഡ് ജനറേഷൻ. അപ്പോൾ അത് ശരിയല്ല. സെക്കൻഡ് വൺ, മോസസ് ആർ ഫാക്കൽറ്റേറ്റീവ് എയ്റോബ്സ്. ഫാക്കൽറ്റേറ്റീവ് എയ്റോബ് എന്ന് പറഞ്ഞാൽ എനൈറോബുകളാണ്, പക്ഷേ ക്യാൻ ടോളറേറ്റ് എയർ ഓൾസോ. അതൊക്കെ എനൈറോബിക് റെസ്പിറേഷനൊക്കെ യൂഷ്വലി ഫൗണ്ട് ഇൻ സം ബാക്ടീരിയ ഓർ മൈക്രോബ്സ്. ഹയർ ഫോമുകളൊക്കെ യൂഷ്വലി ആൻഡ് റിയലി എയ്റോബിക്കാണ്. അപ്പോൾ ഫാക്കൽറ്റേറ്റീവ് എയ്റോബ് എന്ന് ഉള്ളത് പ്ലാന്റുകളിലൊന്നും വരികയില്ല. അവരെല്ലാം റിയലി ഓബ്ലിഗേറ്റ് എയ്റോബുകളാണ്. ഫാക്കൽറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ. എനൈറോബിക് ഓർഗാനിസം കണ്ടീഷണലി എയർ കൂടെ ടോളറേറ്റ് ചെയ്താൽ അതിനെ ഫാക്കൽറ്റേറ്റീവ് എയ്റോബ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ മോസ് ഓർ ഫേൺസിൻ്റെ കാര്യത്തിൽ നോ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്കൽറ്റേറ്റീവ് എയ്റോബിസം. ദേ ആർ ഓബ്ലിഗേറ്റ് ഓർ റിയലി എയ്റോബുകൾ. അതുകൊണ്ട് അതും നമുക്കിവിടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. വാസ്കുലർ ബണ്ടിൽസ് ഓർ ഓഫ് ഫേൺസ് ഷോ സൈലം വെസൽസ്. ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് ടെറിഡോഫൈറ്റ്സ് ആണ്. അവർക്ക് വാസ്കുലർ ടിഷ്യൂ ഉണ്ട്, സൈലും ഫ്ലോയും ഉണ്ട്, സൈലം വെസൽസ് ഉണ്ട്. വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ഫേൺസ് ഷോ സൈലം വെസൽസ്. By those of means vascular bundles of mosses. In fact, bryophytes or mossesന് വാസ്കുലർ ബണ്ടിലുകളില്ല. അതുകൊണ്ട് അത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സ്പോറോഫൈറ്റ്സ് ഓഫ് ഫേൺസ് live much longer as compared to sporophyte of mosses. That would be correct. കാരണം sporophyte of mosses അത് ക്യാപ്സ്യൂളാണ്, അതിന് ഗ്രീൻ കളറില്ല, അത് ഹെട്രോട്രോഫാണ്. അത് പേരൻ്റ് തലമുറയായ മോസ് ഗ്രീൻ പ്ലാന്റിൽ പാരസൈറ്റായിട്ടേ വളരൂ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് വളരില്ല, അതിന് വലിയ ഡ്യൂറേഷൻ ഇല്ല. ഏത് സ്പോറോഫൈറ്റ് ഓഫ് മോസസ്. എന്നാൽ ടെറിഡോഫൈറ്റിൻ്റെ സ്പോറോഫൈറ്റ് ഗ്രീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്ലാന്റ് തന്നെയാണ്. അത് പ്രൊലോങ്ഡ് ആണ്, പ്രിഡോമിനൻ്റ് ജനറേഷനാണ്. സോ ഈ ലൈഫ് സൈക്കിൾ ചാർട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. മോസുകളിൽ ഡിപ്ലോയിഡ് ജനറേഷൻ, ദാറ്റ് ഈസ് സ്പോറോഫൈറ്റ് ജനറേഷൻ വെരി മച്ച് റെഡ്യൂസ്ഡ് ആണ്. എന്നാൽ ഫേണുകളിൽ ഡിപ്ലോയിഡ് ജനറേഷൻ അഥവാ സ്പോറോഫൈറ്റ് ജനറേഷൻ representing the established plant is very long generation. So sporophytes of ferns very much differ regarding ploidy and longevity. The sporophytes of ferns and mosses very much differ. So fourth is the real difference between mosses and fern. Matching artificial system. Artificial system, as you know, will go to first few morphological characters. Natural system, that will go to 3, because based on natural affinities, many characters among the organisms, and consider external as well as internal features, many features. And phylogenetic based on evolutionary relationship. So second option will be the answer. Which of the following pair is incorrectly matched? Incorrect matching. Chlorophyce A, major pigments chlorophyll A and B matching. Brown algae, phaeophyce A, cell wall made up of cellulose and algin matching. Rhodophyce A, red algae, stored food is mannitol. That matching alla. Red algae stored food Floridian starch. Which of the following example belongs to the same class of algae? Same class of algae വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്, സ്പൈറോഗേറ ഗ്രീൻ ആൽഗയാണ്, ക്ലാമിഡോമോണാസ് ഗ്രീൻ ആൽഗയാണ്. അത് തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ. A bryophyte differs from pteridophytes in having. Bryophyte and pteridophyte difference again.
ആർക്കിഗോണിയ രണ്ടിലും ഉണ്ട്, അപ്പോൾ അത് ഡിഫറൻസ് അല്ല. എഗ് ഉണ്ടാകാനുള്ള ഓർഗൻ ആർക്കിഗോണിയ ബ്രയോഫൈറ്റ്സിലും ടെറഡോഫൈറ്റ്സിലും ഉണ്ട്. ജിംനോസ്പേമിലും ആർക്കിഗോണിയ വളരും. ലാക്ക് ഓഫ് വാസ്കുലാർ ടിഷ്യൂ, ഓഫ് കോഴ്സ് ബ്രയോഫൈറ്റ്സിൽ വാസ്കുലാർ ടിഷ്യൂ ആബ്സെൻറ്റ്, ടെറഡോഫൈറ്റ്സിൽ vascular tissue present. So bryophyte differs from pteridophyte in respect of vascular tissue. Swimming anthrozoids, ciliated anthrozoid ഒക്കെ രണ്ടിനും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഗ്യാമറ്റോഫൈറ്റ്, ഹാപ്ലോയിഡ് തലമുറ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരും. അതൊക്കെ രണ്ടിലും കാണാം. അപ്പോൾ സെക്കൻഡ് ഈസ് ദ റിയൽ ഡിഫറൻസ്. മോസ്പീറ്റ് എന്ന് പറഞ്ഞാൽ സ്ഫാഗ്നം എന്ന മോസ് പ്ലാന്റിൻ്റെ ഡെഡ് ബയോമാസ് വിച്ച് ഈസ് നോട്ട് ഡിക്കമ്പോസ്ഡ്, അതിനെയാണ് പീറ്റ് എന്ന് പറയുക. പീറ്റ് എന്ന ഡെഡ് അൺഡിക്കമ്പോസ്ഡ്, ജീർണിക്കാത്ത ഡെഡ് ബയോമാസ് അവശേഷിപ്പിക്കുന്ന മോസാണ് സ്വാഗ്നം. അതിനെയാണ് പീറ്റ് മോസ് എന്ന് പറയുക. ആ ബയോമാസിനെയാണ് പീറ്റ് എന്ന് പറയുക. അത് ഈ ലൈവ് സബ്സ്റ്റൻസൊക്കെ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുമ്പോൾ പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതിന് കാരണം ഈ പീറ്റ് ഡ്രൈ ആയിരിക്കും, പക്ഷേ അത് നനച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് നല്ല ഒരു പാക്കേജിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം. സോ ക്യാൻ ഹോൾഡ് മച്ച് വാട്ടർ, ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് പീറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദാറ്റ് പർപ്പസ്. A research student collected certain algae and found that its cells contained both chlorophyll A and chlorophyll D as well as phycoerythrin. Chlorophyll A യും chlorophyll D യും ഉണ്ട്. റെഡ് കളേർഡ് ഫൈക്കോബിലിൻ, ആൽഗൽ പിഗ്മെൻ്റായ ഫൈക്കോഎറിത്രിൻ പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതേത് ക്ലാസ് ഓഫ് ആൽഗയാണ്? റെഡ് ആൽഗെ, ദാറ്റ് ഈസ് റോഡോഫൈസിയിൽ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സ് ആർ നോട്ട് ഫോംഡ് ഇൻ ജിംനോസ്പേംസ് ബിക്കോസ് ജിംനോസ്പേമുകൾ സീഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്രൂട്ടില്ല. കാരണം സീഡ് ഈസ് നേക്കഡ്, സീഡിനെ പൊതിഞ്ഞൊരു ഫ്രൂട്ടില്ല. ആൻജിയോസ്പേം ഈസ് ഹാവിങ് സ്പേമ ഓർ സീഡിനൊരു ആൻജിയം കവറേജ് ഉണ്ട്. ആ സീഡിൻ്റെ കവറേജിനെയാണ് നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുക. അപ്പോൾ ഓവ്യൂൾ സീഡായിട്ട് വളരും, ഓവ്യൂളിനെ പൊതിഞ്ഞിരിക്കുന്ന ഓവറിയാണ് ഫ്രൂട്ട് ആകേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജിംനോസ്പേമിൽ ഫ്രൂട്ടില്ലാത്തത്? ഓവ്യൂൾ നേക്കഡാണ്, ഓവറിക്കകത്തല്ല. ഓവറി എന്നൊരു സ്ട്രക്ചറില്ല, അതുകൊണ്ടാണ് ഫ്രൂട്ടില്ലാത്തത്. ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ദാറ്റ്, വിച്ച് ഈസ് കോമൺ ഇൻ ഓൾ ദ ത്രീ, ദറ്റ് ഈസ് ഫ്യൂണേറിയ, ഡ്രയോപ്റ്ററിസ് ആൻഡ് ജിങ്കോ. ഫ്യൂണേറിയ ബ്രയോഫൈറ്റാണ്, ഡ്രയോപ്റ്ററിസ് ഫേണാണ്, ജിങ്കോ എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ജിംനോസ്പേം. എൻഡേഞ്ചേർഡ് ജിംനോസ്പേം ട്രീ ആണ് ജിങ്കോ ട്രീ. ഈ ബ്രയോഫൈറ്റ്സിലും ടെറഡോഫൈറ്റ്സിലും ജിംനോസ്പേമിലും എഗ് അഥവാ ഫീമെയിൽ സെക്സ് ഓർഗൻ, എഗ് ഉണ്ടാക്കുന്ന, എഗ് ബെയറിങ് ഫീമെയിൽ ഗ്യാമറ്റ് ഉണ്ടാക്കുന്ന സെക്സ് ഓർഗൻ ഫ്ലാസ്ക് ഷേപ്ഡ് മൾട്ടി സെല്ലുലാർ കവേർഡ് ഓർഗൻ, അത് ആർക്കിഗോണിയം എന്ന ഓർഗൻ വളരുന്നുണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ് ആർക്കിഗോണിയ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു 3. കെമോടാക്സോണമി, സെല്ലുലാർ കെമിക്കൽസിനെ ബേസ് ചെയ്തുള്ള ഗ്രൂപ്പിംഗ്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കെമിക്കൽസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റിലെ കെമിക്കൽസിൻ്റെ ഗ്രൂപ്പിംഗ് അല്ല, കെമിക്കൽസിനെ ബേസ് ചെയ്ത് പ്ലാന്റുകളെ ഗ്രൂപ്പ് ചെയ്യുക. So second option, use of phytochemicals, plant chemicals and their data in systematic botany, that is classification of plants. So second option is more appropriate. Refer to the statement and answer as asked. They usually reproduce vegetatively by fragmentation and asexually by non-motile spores and sexually by non-motile gametes. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ച് വായിക്കും. ഈ കൺസേൺഡ് ഓർഗാനിസങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവായിട്ട് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയാണ്. എന്നിട്ട് എസെക്ഷലായിട്ടുള്ള സ്പോർ ഉണ്ടാകും, പക്ഷേ ആ സ്പോറുകൾ നോൺ മോട്ടൈലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ ഗ്യാമേറ്റും ഇമ്മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ. അത് റെഡ് ആൽഗയുടെ വിശേഷം അല്ലേ. എല്ലാ താലോയിഡ് പ്ലാന്റുകൾക്കും ഫ്രാഗ്മെൻറ്റേഷൻ നടത്താം, ദാറ്റ് ഈസ് ഓക്കെ.
റെഡ് ആൽഗയിൽ നോ ഫ്ലാജല്ലേറ്റഡ് സെൽ ഇൻ എനി സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ. അപ്പോൾ എസെക്ഷൽ സ്പോർ ഉണ്ടാക്കിയാൽ അവർക്കും ഫ്ലാജല്ല കാണില്ല, ഗ്യാമേറ്റുകൾക്കും ഫ്ലാജല്ല ഇല്ല. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ടു റെഡ് ആൽഗെ. റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിളാണ് പോളിസൈഫോണിയ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. In which of the following gametophyte is not independent and free living? Gametophyte ഫ്രീ ലിവിങ് ആയിട്ട് പുറത്തെങ്ങും വളരുന്നില്ല. ഏതിലാണ്? സീഡ് പ്ലാന്റുകളിലാണ് ഗ്യാമറ്റോഫൈറ്റ് തലമുറ വളരെ റെഡ്യൂസ്ഡും നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി ഗ്രോയിങ് ഔട്ട്സൈഡ്. അത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിനകത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ സീഡ് പ്ലാന്റ് പൈനസ്. Which of the following gymnosperm has coralloid and root associated with nitrogen fixation? That is cycas. Cycas വളരുന്നിടത്ത് നമ്മൾ പോയാൽ മണ്ണിന് മുകളിലേക്ക് ചില റൂട്ടുകൾ ഇങ്ങനെ മേപ്പോട്ട് വളർന്നു വരും. അത് കോറൽ പോലെ ബ്രാഞ്ച് ചെയ്ത് ഇരിക്കും. ആണ് കോറൽ ഫോമിൽ വളരുന്ന റൂട്ട്. ആ റൂട്ടിനകത്ത് നൈട്രജൻ ഫിക്സിങ് സയനോ ബാക്ടീരിയകൾ നോസ്റ്റോക്കൊക്കെ സിംബയോട്ടിക്കായിട്ട് വളരുന്നുണ്ട്. സോ സൈക്കാസ്. സൈക്കാഡ്സ് ഒക്കെ വരുന്ന ക്ലാസ് ഓഫ് ജിംനോസ്പേമാണ് സൈക്കാഡേ. സൈക്കാഡ്സ് എന്താണ് ഇവിടെ ആപ്ലിക്കബിൾ? സീഡ് പ്ലാന്റ് ആകുമ്പോൾ ഹോമോസ്പോറസ് അല്ല, അപ്പോൾ ഹെട്രോസ്പോറസ്. സൈക്കാസിൽ ഹെട്രോസ്പോറിയുണ്ട്. അതിൽ മൈക്രോസ്പോർ ഉണ്ടാക്കുന്ന ഇലകളുള്ള കോൺ മെയിൽ കോൺ, മെഗാസ്പോർ ഉണ്ടാക്കുന്ന ഫീമെയിൽ കോൺ. ഇത് സെപ്പറേറ്റ് ട്രീസിലാണ് വളരുക. അപ്പോൾ ഡയോയേഷ്യസ് മെയിൽ ഫീമെയിൽ പ്ലാന്റ്സ് വെവ്വേറെയുണ്ട്. സൈക്കാസ് ഈസ് എ ജിംനോസ്പോം ദാറ്റ് ഈസ് ടിപ്പിക്കലി ഡയേഷ്യസ്. സോ ഹെട്രോസ്പോറസ് ആൻഡ് ഡയേഷ്യസ്. ഗിവൺ പ്ലാന്റ് ഇത് മോസ് ഫ്യൂണേറിയയുടെ സ്ട്രക്ചറാണ്. അതിൽ ഈ ലീഫി പാർട്ട് ഹാപ്ലോയിഡ് ബോഡിയാണ്. അത് ഗ്യാമേറ്റ് ഉണ്ടാക്കും. ഗ്യാമേറ്റ് ചേർന്നുണ്ടാകുന്ന സൈഗോട്ട് വളർന്നുണ്ടാകുന്ന ഡിപ്ലോയിഡ് ബോഡിയാണ് അതിന്മേൽ വളരുന്ന മോസ് ക്യാപ്സ്യൂൾ. So here A will be capsule, B a capsule or diploid bodyയുടെ starting point foot, long stalk theta, conical part is capsule. So A capsule, B theta, okay. C, this structure is sporophyte or diploid body. D, haploid body or gametophyte. So second option. Picture is that of മാർക്കാൻഷ്യ, ടിപ്പിക്കൽ ലിവർവർട്ട്. മാർക്കാൻഷ്യ ലിവർവർട്ടിൽ ചെറിയ യൂണിസെല്ലുലാർ അൺബ്രാഞ്ച്ഡ് റൈസോയിഡേ ഉള്ളൂ. ഗ്രീൻ ബോഡി തന്നെ ഫ്ലാറ്റ് ആൻഡ് താലോയിഡാണ്. ഇറക്റ്റ് ആക്സിസ് ലീഫ് ലൈക്ക് പാർട്ട് വരത്തില്ല. അതുപോലെ മാർക്കാൻഷ്യ ഡയോഈസി കാണിക്കുന്നു. ഈ ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ബോഡികൾ മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന ആന്ത്രഡിയങ്ങൾ വളർത്തുന്ന ആന്ത്രഡിയോ 4 ഒരു പ്ലാന്റിലും ആർക്കിഗോണിയങ്ങളുള്ള ആർക്കിഗോണിയോ 4 മറ്റേ പ്ലാന്റിലും കാണാം. സോ ഹിയർ എ ലേബൽഡ് ഈസ് ആർക്കിഗോണിയങ്ങളുടെ സ്റ്റോക്ക് ആർക്കിഗോണിയോ 4. ബി ലേബൽഡ് ഈസ് ആന്ത്രഡിയങ്ങളുടെ 4 ആന്ത്രഡിയോ 4. അതുപോലെ ഇതിൻ്റെ താലസിൽ സ്വറിക്കൽ വെജിറ്റേറ്റീവ് ബഡുകൾ ജമ്മ ഉണ്ടാക്കുന്ന കപ്പുകൾ ഡിപ്രഷൻസ് കാണാം. സോ സി ഈസ് ജമ്മ കപ്പ്. സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ ലേബലിംഗ്. Consider the following statement. In red algae, vegetative reproduction take place by fragmentation. എല്ലാ ആൽഗകളിലും എല്ലാ താലോയിഡ് ബോഡികളിലും വെജിറ്റേറ്റീവായിട്ട് താലസ് ലൈക്ക് ബോഡി ഫ്രാഗ്മെൻ്റായി റീപ്രൊഡക്ഷൻ നടത്താം. ദാറ്റ് ഈസ് കറക്റ്റ്. In red algae, the food is stored as Floridian starch, which is very similar to amylopectin and glycogen. അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും ഹയർ പ്ലാന്റുകളിലും ആനിമലിലും ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന പോളിസാക്കറൈഡുകളാണ്. ഫുഡ് സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ് ആണ്. അമൈലോപെക്റ്റിൻ സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ ഭാഗമാണ്. ഗ്ലൈക്കോജൻ ആനിമൽ സ്റ്റാർച്ചാണ്. അതൊക്കെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് പോളിമറുകളാണ്. അപ്പോൾ ഈ റെഡ് ആൽഗയിലെ സ്റ്റോർഡ് ഫുഡായ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചും പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ കാണിക്കും. അത് ശരിയാണ്. സെൽ വോൾ ഓഫ് റെഡ് ആൽഗെ കൺസിസ്റ്റ് കയറ്റിൻ. ദാറ്റ് ഇസ് utterly wrong. Chitin only in fungal wall. And therefore, 1 and 2 statements are correct. First option. The given picture is, can you guess the picture? NCERT-യിലുള്ള പിക്ചർ അതൊക്കെ ഫെമിലർ ആയിരിക്കണം. ഇത് എക്വിസിറ്റത്തിൻ്റെ പിക്ചറാണ്. സ്ഫീനോപ്സിഡയിലെ മെമ്പറായ എക്വിസിറ്റം
പുസ്തകത്തിലെ ആ ലേബലിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ക്യാൻ യു ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? സ്ട്രോബിലസ്, സ്പോർ പ്രൊഡ്യൂസിങ് ഇലകളുടെ ക്ലസ്റ്ററാണ് സ്ട്രോബിലസ്. ബി, ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചിൽ ഇങ്ങനെ നോഡ്സ് കാണാം. നോഡുകളിൽ സ്പൈനി സ്കെയിൽ ലീവ്സേ ഉള്ളൂ. അപ്പോൾ ബി ലേബൽഡ് സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചുകളുടെ നോട്ട്സാണ്. സി എന്ന് കാണിച്ചിരിക്കുന്ന ബ്രാഞ്ചിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ. ഹോൾഡ് ഫാസ്റ്റ് ടൈപ്പ് ആൻഡ് ഫ്രോണ്ട്, ബ്രൗൺ ആൽഗകളുടെ താലസിൽ. എൻസിആർടിയിലെ ഡയഗ്രാം ബ്രൗൺ ആൽഗ, സേ ലാമിനാറിയ, ഫ്യൂക്കസ് ഡിക്റ്റിയോട്ടയുടെയൊക്കെ പടം ഉണ്ടല്ലോ, അതിലൊക്കെ ആ ലേബലിംഗ് കാണാം നിങ്ങൾക്ക്. പർട്ടിക്കുലർലി ലാമിനാറിയയുടെ താലസ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് ഫിംഗറിലേക്ക് ഫോൾഡഡ്, ഹോൾഡ് ഫാസ്റ്റ് ഫോർ attaching the substratum, then a slender body, stipe, and then you can see a broad and flat ഇല പോലെ പരന്ന ഭാഗം, അതാണ് ഫ്രോണ്ട്. അപ്പോൾ ഇങ്ങനെ 3 റീജിയൻസ് താലസിൽ ഡെവലപ്പ് ചെയ്യുന്നത് പൊതുവെ ബ്രൗൺ ആൽഗയ്ക്കാണ്. സോ ഫയോഫൈസി. ഇവിടെ അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ്: Lycopodium and Selaginella are heterosporous. See, Lycopsida ടെറിഡോഫൈറ്റയിലെ 4 ക്ലാസ്സിൽ ഒരു ക്ലാസ്സാണ് ലൈക്കോപ്സിഡ. ലൈക്കോപ്സിഡയുടെ എക്സാമ്പിളാണ് ലൈക്കോപോഡിയവും സെലാജിനലയും. പക്ഷേ സെലാജിനല ഹെട്രോസ്പോറസ് ആണെങ്കിലും ലൈക്കോപോഡിയം ഹോമോസ്പോറസ് ആണ്. അതിൽ സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് പ്ലാന്റിൽ നിന്ന് ഒരെണ്ണം സ്പോറേ ഉണ്ടാവൂ. ആ സ്പോർ വളർന്നാൽ ബൈസെക്ഷൽ ഗാമറ്റോഫൈറ്റ് ഓർ പ്രോതാലസ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ സെലാജിനലയിൽ ഹെട്രോസ്പോറി, മൈക്രോസ്പോറും മെഗാസ്പോറും ഉണ്ടാവുന്നതും കാണാം. അതുകൊണ്ട് അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഈ അസർഷനും റീസണും ശരിയാണെങ്കിൽ മാത്രമാണ് റീസൺ അസർഷൻ്റെ എക്സ്പ്ലനേഷനാണോ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ അസർഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. റീഡ് ദ റീസൺ. ഇൻ ഹെട്രോസ്പോറസ് കണ്ടീഷൻ 2 kinds of spores are produced by the plant. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ഓപ്ഷൻ 4ലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് എ, അസർഷൻ ഈസ് ഫാൾസ് ബട്ട് reason statement is true. In mosses, the second gametophytic stage is leafy stage. മോസിൻ്റെ ക്യാപ്സ്യൂളിൽ നിന്നുണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്പോർ ആദ്യം മൈറ്റോസിലൂടെ വളർന്നുണ്ടാകുന്നത് ഗ്രീൻ ഫിലമെൻറ്റസ് ബ്രാഞ്ച്ഡ് പ്രോട്ടോണിമയാണ്. അതാണ് ഹാപ്ലോയിഡ് തലമുറയുടെ ആദ്യത്തെ സ്റ്റേജ്. അതിനുശേഷം അതിൽ നിന്ന് ഇല പോലുള്ള ഇറക്റ്റ് മോസ് പ്ലാന്റ് അഡൽട്ട് സ്റ്റേജ് വളരുകയും ചെയ്യും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ലീഫി സ്റ്റേജ്. അപ്പോൾ ലീഫി സ്റ്റേജിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വായിക്കേണ്ടത് അല്ലേ. ലീഫി സ്റ്റേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് ലാറ്ററൽ ബഡ്. അത് ശരിയാണ്. കാരണം പ്രോട്ടോണിമ ഇങ്ങനെ ഫിലമെൻറ്റസ് ആയിട്ട് വളരുന്നു. അത് പ്രൈമറി പ്രോട്ടോണിമ. എന്നിട്ട് ആ പ്രോട്ടോണിമയിൽ വീണ്ടും ബ്രാഞ്ചിങ് ഒക്കെ വന്നിട്ട് ഇറക്റ്റ് ബഡുകൾ സ്പ്രൗട്ട് ചെയ്യും. അപ്പോഴാണ് സെക്കൻഡറി പ്രോട്ടോണിമ സ്റ്റേജ് ആയത്. പിന്നീട് ആ ബഡുകൾ മേപ്പോട്ട് വളർന്ന ഇല പോലെ വളരുമ്പോഴാണ് മോസ് പ്ലാന്റ് ഫൈനൽ ലീഫി സ്റ്റേജ് ആകുക. സോ ലീഫി സ്റ്റേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് ലാറ്ററൽ ബഡ്സ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ദേ കൺസിസ്റ്റ് ഓഫ് അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ബെയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. ഏതാ ലീഫി സ്റ്റേജ് അങ്ങനെയാണ്. മേപ്പോട്ടൊരു ആക്സിസ്, അതിൽ സ്പൈറലി അറേഞ്ച്ഡ് ഗ്രീൻ സ്പിൻഡിൽ ലൈക്ക് ലീവ്സ്. ദേ ആർ അറ്റാച്ച്ഡ് ടു ദ സോയിൽ ത്രൂ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. ഈ ലീഫി മോസ് പ്ലാന്റിന് മൾട്ടിസെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് ഉണ്ട്. അതും ശരിയാണ്. ദിസ് ലീഫി സ്റ്റേജ് ബെയേഴ്സ് ദ സെക്സ് ഓർഗൻ. ആ ലീഫി സ്റ്റേജിലാണ് ആർക്കിയോണിയോ ആന്ത്രഡിയോ വളരുന്നത്. അതും ശരിയാണ്. So all of the statements are correct. Fourth option. Read the following statements carefully. That is, Funaria possess unicellular and unbranched rhizoids. മോസിന് മൾട്ടിസെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് ഉണ്ട്. എന്നാൽ ലിവർവേഴ്സ് മാർക്കാൻഷ്യയിലൊക്കെ യൂണിസെല്ലുലാർ അൺബ്രാഞ്ച്ഡ് റൈസോയിഡ്സേ ഉള്ളൂ. Gemme are asexual buds which originate from small receptacles called gemme cups. അല്ലേ? Sphagnum plants have magnificent property of retaining water. അത് ശരിയാണ്. Which of the statements given above are correct?
മാർക്കാനിഷയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്വാഗ്നത്തെ സംബന്ധിച്ചിടത്തോളം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫ്യൂണേറിയെ സംബന്ധിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ തേർഡ് ഓപ്ഷൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മാച്ചിങ്. യൂളോത്രിക്സ് ഒരു ഫിലമെൻറ്റസ് ഗ്രീൻ ആൽഗയാണ്. വോൾവോക്സ് കൊളോണിയൽ ഫോമിലുള്ള ഗ്രീൻ ആൽഗയാണ്. ക്ലാമിഡോമോണാസ് ഒരു യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗൽ മെമ്പറാണ്. സം ജയൻറ്റ് മറൈൻ ഫോംസ് 100 മീറ്ററൊക്കെ നീളത്തിലുള്ള മാസീവ് ജയൻറ്റ് താലസുള്ള ബ്രൗൺ ആൽഗകളാണ് കെൽപ്പ്. മാക്രോസിസ്റ്റിസ് അഥവാ കെൽപ്പ് എന്ന ബ്രൗൺ ആൽഗ. ലാർജസ്റ്റ് മാസീവ് താലസ് അതിനുണ്ട്. സോ ഫോർത്ത് ഓപ്ഷൻ അല്ലേ. പ്ലാൻ ഷോ താലസ് ലെവൽ ഓർഗനൈസേഷൻ. അൺഡിഫറൻഷ്യേറ്റഡ് നൂല് പോലുള്ള താലോയിഡ് ബോഡി. It show rhizoids and is haploid body. It need water to complete life cycle because male gametes are motile. ഈ ഫീച്ചറെല്ലാം ഉള്ള ആർക്കാണ്? ബ്രയോഫൈറ്റുകൾക്കാണ്. ദാറ്റ് ഇസ് വെരി ഈസി. മാച്ചിങ്. ആൽജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗകളുടെ സെൽ വോളിൽ വരുന്ന ഒരു ഘടക പദാർത്ഥമാണ്. ഹൈഡ്രോകൊളോയിഡാണ്. അപ്പോൾ ബ്രൗൺ ആൽഗ ഫോർത്ത്. കറഗീൻ എന്ന് പറയുന്നത് ചില റെഡ് ആൽഗകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഹൈഡ്രോകൊളോയിഡാണ്. അപ്പോൾ ഇവിടെ റെഡ് ആൽഗയിലേക്ക് പോകാം. കോൺട്രസ് എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ നിന്നാണ് കൂടുതലും കറഗീൻ കിട്ടുന്നത്. അഗാർ അതും റെഡ് ആൽഗയിൽ നിന്നിട്ടും ഗ്രാസിലേറിയ എന്ന റെഡ് ആൽഗയിൽ നിന്നാണ് സ്പെസിഫിക്കലി അഗാർ കൂടുതൽ കിട്ടുക. പ്രോട്ടീൻ സപ്ലിമെൻ്റായിട്ട് ക്ലോറില്ല യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗ സ്പേസ് ട്രാവലേഴ്സൊക്കെ വളർത്താറുണ്ട്. അത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഓക്സിജനും നൽകും. അതിൻ്റെ സെല്ലുകൾ എഡിബിൾ പ്രോട്ടീനുമാണ്. So the third option. Next question, haplontic life cycle. What is haplontic life cycle? ആ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഹാപ്ലോയിഡ് ആണ് പ്ലാൻ ബോഡി. ഡിപ്ലോയിഡ് ജനറേഷൻ വളരുന്നില്ല. അപ്പോൾ ഹാപ്ലോയിഡ് തലമുറയേ ഉള്ളൂ, ഡിപ്ലോയിഡ് പ്ലാന്റ് വളരുകയില്ല. അപ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഉള്ളത് പൊതുവെ ആൽഗകൾക്കാണ്. ആൽഗകളുടെ താലസ് ഹാപ്ലോയിഡാണ്, ഗ്രീൻ താലസ്. അതിൽ നിന്ന് ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെല്ലായ സൈഗോട്ട് ഉണ്ടാകുമെങ്കിലും ആ ഡിപ്ലോയിഡ് സെല്ല് ഒരു ഡിപ്ലോയിഡ് താലസായിട്ട് വളരില്ല. അപ്പോൾ ഡിപ്ലോയിഡ് ജനറേഷൻ അവോയ്ഡഡ്. ആ സൈഗോട്ട് ഡിപ്ലോയിഡ് ബോഡിയായിട്ട് വളരുന്നതിന് പകരം സൈഗോട്ട് മൈറ്റോസിലൂടെ വളർന്നാലേ ഡിപ്ലോയിഡ് താലസ് വരും. അങ്ങനെ വളരുന്നതിന് പകരം ആ സൈഗോട്ട് ഫസ്റ്റ് ഡിവിഷൻ തന്നെ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് വീണ്ടും ഹാപ്ലോയിഡ് തലമുറയിലേക്ക് പോകും. അതായത് ആൽഗകളിൽ ജനറലി ആൽഗൽ താലസ് താലോയിഡ് ബോഡി ഓഫ് ആൽഗ ഹാപ്ലോയിഡാണ്. ഈ ആൽഗൽ താലസിൽ നിന്ന് ഗ്യാമേറ്റ്സ് ഉണ്ടാകും. മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ്. ഫ്യൂസിങ് എബിലിറ്റിയുള്ള ഹാപ്ലോയിഡ് സെല്ലുകൾ അത് ഫ്യൂസ് ചെയ്യും. സിംഗമി. ഈ സിംഗമിയുടെ ഫലമായിട്ടുണ്ടാകുന്ന സൈഗോട്ട് സെൽ, ഡിപ്ലോയിഡ് സെൽ. ഈ ഡിപ്ലോയിഡ് സെൽ വളരണമെങ്കിൽ മൈറ്റോസ് വേണം, എങ്കിൽ ഡിപ്ലോയിഡ് താലസ് ഉണ്ടായേനെ. പക്ഷേ ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് മൈറ്റോസിൽ ൂടെ വളരുന്നതിന് പകരം റിഡക്ഷൻ ഡിവിഷൻ, മിയോസിസ്. അപ്പോൾ ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാകും. ആ ഹാപ്ലോയിഡ് സെല്ലുകൾ സ്പോർട്സ് എന്നറിയപ്പെടും. കാരണം ഗ്രോയിങ് ഹാപ്ലോയിഡ് സെൽസ്. ആ ഹാപ്ലോയിഡ് സെൽസ് ഗ്രോ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. അങ്ങനെ വീണ്ടും ഹാപ്ലോയിഡ് ബോഡി. അപ്പോൾ ഹാപ്ലോയിഡ് ബോഡിയിൽ നിന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. പക്ഷേ സൈഗോട്ട് ഡിപ്ലോയിഡ് ബോഡിയായിട്ട് വളരാതെ മിയോസിലൂടെ വീണ്ടും ഹാപ്ലോയിഡ് തലമുറ. അപ്പോഴാണ് ഡിപ്ലോയിഡ് തലമുറ ഓൾമോസ്റ്റ് നിൽ ആയി പോകും. ഇത്തരം ലൈഫ് സൈക്കിൾ പാറ്റേൺ ഉള്ളത്. എന്നാൽ ജനറലി പ്ലാന്റിൽ ഡിപ്ലോയിഡ് സൈഗോട്ട് ഡിപ്ലോയിഡ് തലമുറയായിട്ടും വളരും. അപ്പോൾ രണ്ട് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ജനറേഷൻ വരും. ഈ ആൽഗകളിലാണ് ഹാപ്ലോയിഡ് ജനറേഷൻ മാത്രം വരുന്നത്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഗോസ് ടു വോൾവോക്സ്, സ്പൈറോഗൈറ, ക്ലാമിഡോമോണാസ് പോലുള്ള ഹാപ്ലോണ്ടിക് ആൽഗകൾ. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ
ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഈസ് ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ് ജനറേഷൻ വളരുന്നില്ല എന്നല്ല, ഹാപ്ലോയിഡ് ബോഡി വളരുമെങ്കിലും അത് വളരെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്യൂ സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അത് ഡിപ്ലോയിഡ് ബോഡിക്ക് അകത്തിരിക്കും. സീഡ് പ്ലാന്റുകളിലാണ് ആ അവസ്ഥ വരിക. സോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ ഗോസ് ടു സീഡ് പ്ലാന്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. എന്നാൽ ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിളിൽ ഹാപ്ലോയിഡ് ജനറേഷൻ പ്ലാന്റും വളരും, അതിൽ നിന്നുണ്ടാകുന്ന പ്രോജനി ഡിപ്ലോയിഡ് ആയിരിക്കും, അതും വളരും, അതിൽ നിന്ന് വീണ്ടും ഹാപ്ലോയിഡ്. അപ്പോൾ രണ്ട് തരം ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ആൾട്ടർനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരണം. അത് ബ്രയോഫൈറ്റിൽ കാണാം. ബ്രയോഫൈറ്റിൽ മോസ് പ്ലാന്റ് ഹാപ്ലോയിഡ്, മോസ് ക്യാപ്സ്യൂൾ ഡിപ്ലോയിഡ്. ടെറഡോഫൈറ്റിൽ വരുമ്പോൾ ടെറഡോഫൈറ്റ് പ്ലാന്റ് ഡിപ്ലോയിഡ്, പ്രോഥാലസ് എന്ന് പറയുന്ന ഗ്രീൻ സ്മോൾ ബോഡി ഹാപ്ലോയിഡ്. അപ്പോൾ ഹാപ്ലോ ഡിപ്ലോയിഡിക് പാറ്റേൺ ലൈഫ് സൈക്കിൾ രണ്ട് തലമുറയും വെൽ ഗ്രോ, അത് വരുന്നത് ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്. സോ ഓപ്ഷൻ 4. പ്രോഥാലസ് ഈസ്, വാട്ട് ഈസ് പ്രോഥാലസ്? മോസുകളുടെ ഹാപ്ലോയിഡ് സ്ട്രക്ചർ വിൽ ബി ഗാമറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ. അപ്പോൾ മോസുകളുടെ ഹാപ്ലോയിഡ് ആൻഡ് ഗാമറ്റോഫൈറ്റിക് ഗ്രീൻ ഫ്രീ ലിവിങ് സ്ട്രക്ചറാണ്. ഫേണുകളുടെ, അതായത് ടെറഡോഫൈറ്റുകൾ ഡിപ്ലോയിഡാണ്. അതിൽ നിന്ന് മിയോസിസിലുണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്പോറുകൾ വളർന്നുണ്ടാകുന്ന ഹാപ്ലോയിഡ് ഗാമറ്റ് പ്രൊഡ്യൂസിങ് പ്രോഥാലസ് എന്ന് പറയുന്ന ബോഡി. അപ്പോൾ പ്രോഥാലസ്, തേർഡ് ഓപ്ഷൻ ഈസ് അപ്ലിക്കബിൾ. എ ഗാമറ്റോഫൈറ്റ് ഓർ ഹാപ്ലോയിഡ് ഫ്രീ ലിവിങ് സ്ട്രക്ചർ ഫോംഡ് ഇൻ ടെറഡോഫൈറ്റ്സ്. ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ഗ്രീൻ മോസ് പ്ലാന്റ് തന്നെയാണ്. ടെറഡോഫൈറ്റുകളിൽ ഗ്രീൻ ഫേൺ പ്ലാന്റ് ഡിപ്ലോയിഡാണ്. അതിൻ്റെ ഹാപ്ലോയിഡ് ഓർ ഗാമറ്റോഫൈറ്റ് തലമുറയാണ് പ്രോഥാലസ്. സോ തേർഡ് ഓപ്ഷൻ വിൽ ബി അപ്ലിക്കബിൾ. നൗ സെക്ഷൻ ബി, അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. സി ദ ക്വസ്റ്റ്യൻസ്. പ്ലാന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഡിപ്ലോയിഡ് and well adapted to extreme conditions. They grow bearing sporophylls in compact structures called cones. This group in reference is, അതായത് ഏത് ഗ്രൂപ്പ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? പ്ലാന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഡിപ്ലോയിഡ് ആൻഡ് വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. The plant will be deployed in what all classes of, what all divisions of plants. Plant kingdomത്തിൽ 5 ഡിവിഷൻ ഉണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇതിൽ ആൽഗകൾ പൊതുവെ ഹാപ്ലോണ്ടിക്കാണ് എന്ന് പറഞ്ഞാൽ താലസ്, ഗ്രീൻ താലസ് ഹാപ്ലോയിഡാണ്. ഡിപ്ലോയിഡ് താലസ് വളരാറില്ല. ബ്രയോഫൈറ്റിൽ വരുമ്പം ബ്രയോഫൈറ്റ്സ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്കാണ്. അതിൽ ആ ഗ്രീൻ ലീഫുള്ള മോസ് പ്ലാന്റ് അത് ഹാപ്ലോയിഡ് തലമുറയാണ്. മോസ് ക്യാപ്സ്യൂളാണ് ഡിപ്ലോയിഡ്. ടെറഡോഫൈറ്റിൽ വരുമ്പോൾ ഗ്രീൻ പ്ലാന്റ് ഡിപ്ലോയിഡായി മാറുന്ന ആ ട്വിസ്റ്റ് നമുക്ക് കാണാം. ബ്രയോഫൈറ്റിൽ ഗ്രീൻ പ്ലാന്റ് ഹാപ്ലോയിഡാണ്. ടെറഡോഫൈറ്റിൽ വരുമ്പോഴാണ് ഗ്രീൻ പ്ലാന്റ് ഡിപ്ലോയിഡായി സ്പോർ ഉണ്ടാക്കുന്ന സ്പോറോഫൈറ്റ്. അവിടെ ഹാപ്ലോയിഡ് തലമുറ ചെറിയ പ്രോഥാലസ്. അപ്പോൾ ടെറഡോഫൈറ്റ് തൊട്ട് ഗ്രീൻ പ്ലാന്റ് ഡിപ്ലോയിഡായി. പക്ഷേ സീഡ് ഉണ്ടാകുന്നത് ജിംനോസ്പേം ആൻജിയോസ്പേമിലാണ്. ജിംനോസ്പേം ആൻജിയോസ്പേമിലും ഗ്രീൻ പ്ലാന്റ് ഡിപ്ലോയിഡ് തന്നെയാണ്. അപ്പോൾ സീഡ് പ്ലാന്റുകളായ ജിംനോസ്പേം ആൻജിയോസ്പേമിൽ ഗ്രീൻ പ്ലാന്റ് ഡിപ്ലോയിഡാണ്. അത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഹെട്രോസ്പോറി സീഡ് പ്ലാന്റുകളുടെ റൂളാണ്. അപ്പോൾ ഗ്രീൻ ഡിപ്ലോയിഡ് പ്ലാന്റിൽ 2 തരം സ്പോർ ഉണ്ടാകണം. അതിനുവേണ്ടി 2 തരം സ്പോറോഫിൽ, മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലും. മൈക്രോസ്പോറോഫിലുകൾ കോണായിട്ട് ക്ലസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ മെഗാസ്പോറോഫിൽ കോണായിട്ട് ക്ലസ്റ്റർ ചെയ്യുന്നത് ജിംനോസ്പേമിലാണ്. ആൻജിയോസ്പേമിൽ വരുമ്പോൾ മൈക്രോസ്പോറോഫിലുകൾ സ്റ്റേമനുകളാണ്. മെഗാസ്പോറോഫിൽ കാർപ്പൽ ഓർ പിസ്റ്റിലാണ്. അതൊക്കെ ഫ്ലവർ എന്ന സ്ട്രക്ചറിലാണ് വരിക, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ ഇവിടെ കോൺസ്, ദേ ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് സ്പോറോഫിൽസ് ഇൻ കോമ്പാക്റ്റഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് കോൺസ്. പ്ലാന്റ് ഡിപ്ലോയിഡും സ്പോറോഫൈറ്റുമാണ്. വെൽ അഡാപ്റ്റഡ് ടു എക്സ്ട്രീം കണ്ടീഷൻസ്. എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്തു വരുന്നതൊക്കെ കോണിഫേഴ്സാണ്, ജിംനോസ്പേംസാണ്. നീഡിലേക്ക് ലീഫും മറ്റുമൊക്കെ അവർക്കുണ്ട്. കോണുകൾ ഉണ്ടാക്കുന്നു. സോ ഈ ഡിസ്ക്രിപ്ഷൻ
ഏതിനോട് ചേരും? ആൻജിയോസ്പേമിലെ മോണോകോട്ടിനോടല്ല ചേരുക. അതിൽ കോൺസ് ഇല്ല, ഫ്ലവറാണുള്ളത്. ഡൈക്കോട്സിനോട് ചേരില്ല. ടെറിഡോഫൈറ്റുകളിൽ പിന്നീട് ഈ കോൺസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, ചെറിയ സ്ട്രോബിലസേ ഉള്ളൂ. അപ്പോൾ ജിംനോസ്പേമിനോട് വെൽ അഡാപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണത്. പ്രോട്ടോണിമ ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ മോസസ്. ഹാപ്ലോയിഡ് സ്പോർ മൈറ്റോസിലൂടെ വളർന്ന് മോസിൽ ആദ്യം ഇറക്റ്റ് ലീഫി മോസ് പ്ലാന്റ് അല്ല വരിക, ആദ്യം ഗ്രീൻ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് നൂല് പോലെ പച്ച നിറത്തിൽ മണ്ണിൽ ഇങ്ങനെ വളരും. അതിന് ഇലയൊന്നുമില്ല, പച്ച നിറമുണ്ട്, പക്ഷേ നൂല് പോലെ താലസ് പോലെ ഇരിക്കും. അതിനാണ് പ്രോട്ടോണിമ എന്ന് പറയുക. പ്രോട്ടോണിമയുടെ പ്രൈമറി ഘട്ടമുണ്ട്, പിന്നീട് അത് കുറച്ചുകൂടെ ബ്രാഞ്ച്ഡായി അതിൽ ഇറക്റ്റ് ബഡ് എമർജ് ചെയ്യുന്ന ഘട്ടമാണ് സെക്കൻഡറി പ്രോട്ടോണിമ. എന്നിട്ട് ആ ബഡുകൾ ഇറക്റ്റായിട്ട് കൂടുതൽ വളർന്ന് ഇലകൾ വന്ന് മോസ് പ്ലാന്റ് ആകുകയും ചെയ്യും. സോ പ്രോട്ടോണിമ ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ മോസസ്. മോസസ് ഉള്ളി ലിവർവെറ്റ്സ്, ബ്രയോഫൈറ്റിലെ ലിവർവെറ്റ് വിഭാഗത്തിൽ. മാർക്കാൻഷ്യയിൽ ഹാപ്ലോയിഡ് സ്പോർ നേരിട്ട് വളർന്ന് ഫ്ലാറ്റ് മാർക്കാൻഷ്യ പ്ലാന്റാണ്. അല്ലാതെ ഗ്രീൻ ഫിലമെൻ്റസ് പ്രോട്ടോണിമ സ്റ്റേജ് ലിവർവെറ്റ്സിലില്ലാതാനും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ജയൻ്റ് റെഡ്വുഡ് ട്രീ സെക്വയ ബിലോങ്സ് ടു ജിംനോസ്പേം. ജിംനോസ്പേമിലെ തന്നെ കോണിഫെറോഫൈറ്റാണ്, കോണിഫേഴ്സിൽ വരുന്നതാണ് സെക്വയ. അമേരിക്കയിലെ കാലിഫോർണിയൻ വുഡുകളിലാണ് സെക്വയ മരങ്ങൾ വൻതോതിൽ വളരുന്നത്. അതിനെ റെഡ്വുഡ് ട്രീ എന്നും പറയും. റെഡ്വുഡ് ട്രീ, അതാണ് സെക്വയ. നമ്മുടെ നാട്ടിൽ റോസ്വുഡ് ട്രീ ഉണ്ട്. റോസ്വുഡ് ഇത് ഡാൽബർജിയ എന്ന ജീനസാണ്. ഡാൽബർജിയ ആൻജിയോസ്പേമാണ്. റെഡ്വുഡ് ട്രീ സെക്വയ അതൊരു ജിംനോസ്പേമാണ്. ഇത് റോസ്വുഡ് ഈട്ടി മരം, ഈട്ടി എന്നൊക്കെ പറയും. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കോസ്റ്റ്ലി വുഡാണ് റോസ്വുഡ്. ഇത് റെഡ്വുഡ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്, അതായത് ഒരു നീളമുള്ള പീറ്റിയോൾ റാച്ചിസ്, അതിൻ്റെ എയ്തർ സൈഡിൽ ഇങ്ങനെ ലീഫ്ലെറ്റ്സ്, നീണ്ട ലീഫ്ലെറ്റ്സ്, അതിനെയാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. തെങ്ങിൻ്റെയൊക്കെ ഓല പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. ആ പാറ്റേണിലുള്ള പിന്നേറ്റ് ലീഫാണ് ഫേൺസിനുള്ളത്. ജിംനോസ്പേമിലെ സൈക്കാസിനും പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫുണ്ട്. സൈക്കാസിൻ്റെ വലിയ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് മെനി ഇയേഴ്സ് നിൽക്കും. തെങ്ങിൻ്റെ ഓലയൊക്കെ ആണെങ്കിൽ മന്ത്സ് ആഫ്റ്റർ പൊഴിഞ്ഞു പോകുമല്ലോ. എന്നാൽ സൈക്കാസ് മരത്തിൻ്റെ തെങ്ങ് പോലെ തന്നെ പാം ലൈക്ക് ട്രീ ആണ് സൈക്കാസ്. അതിൻ്റെ മണ്ടയിൽ ക്രൗൺ ഓഫ് ലാർജ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ബ്യൂട്ടിഫുൾ ലീവ്സ് ഉണ്ട്. ആ ഇലകൾ മെനി ഇയേഴ്സ് ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ദറ്റ് പെർസിസ്റ്റ് ഫോർ ഫ്യൂ ഇയേഴ്സ്, സ്റ്റെം ഈസ് അൺബ്രാഞ്ച്ഡ് ആൻഡ് ഹെട്രോസ്പോറസ്, മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ ഓൺ ഡിഫറൻറ്റ് ട്രീസ്. ഇതൊക്കെ സൈക്കാസിൻ്റെ ഫീച്ചേഴ്സാണ്. ജിങ്കോയും ഡയേഷ്യസാണ്. ഹെട്രോസ്പോറസ് സെപ്പറേറ്റ് മെയിൽ ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്. പക്ഷേ ജിങ്കോയുടെ ഇലകൾ ബൈലോബ്ഡ് ലീഫുകളാണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫല്ല. ജിങ്കോ ബൈലോബ, ജിങ്കോ മരത്തിൻ്റെ ഇലകൾ 2 ലോബുള്ള ഇലകളാണ്. സെഡ്രസും പൈനസും ഒക്കെ കോണിഫേഴ്സിൽ വരും. കോണിഫേഴ്സ് മൊണേഷ്യസ് ആണ്, ആൺപെൺ മരങ്ങൾ വെവ്വേറെയില്ല. എന്ന് മാത്രമല്ല കോണിഫേഴ്സിന് നീണ്ട നീഡിൽ പോലുള്ള ഇലകളാണുള്ളത്. ദ ഗിവൺ പിക്ചർ ഈസ് എൻസിആർടിയിലുള്ള പടമാണ്. സാൽവീനിയ എന്ന അക്വാട്ടിക് ഫേണിൻ്റെ ചിത്രമാണ്. സാൽവീനിയ അക്വാട്ടിക് ഫേൺ. ഇറ്റ് ഈസ് ആൻ അക്വാട്ടിക് ടെറിഡോഫൈറ്റ്. അത് ശരിയാണ്. ഇറ്റ് ഈസ് സാൽവീനിയ വിത്ത് ഹെട്രോസ്പോറി. അത് ശരിയാണ്. ദ സ്പോറോഫൈറ്റ് ഈസ് എ സെമി പാരസൈറ്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് അഥവാ ഡിപ്ലോയിഡ് ബോഡി ഗാമറ്റോഫൈറ്റിന്മേൽ അഥവാ ഹാപ്ലോയിഡ് ബോഡിയിന്മേൽ ആശ്രയിച്ച് വളരണം. അത് തെറ്റല്ലേ? ടെറിഡോഫൈറ്റുകളിൽ ഗ്രീൻ ബോഡിയാണ് ഡിപ്ലോയിഡ്, ചെറിയ പ്രോഥാലസാണ് ഗാമറ്റോഫൈറ്റ്. അപ്പോൾ സ്പോറോഫൈറ്റ് ഈസ്
പാരസിറ്റിക് ഓൺ ഗാമറ്റോഫൈറ്റ് എന്നുള്ളതിൽ തെറ്റാണ്. ഇവിടെ ഗാമറ്റോഫൈറ്റ് ഈസ് പാരസൈറ്റിക് ഓൺ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാകും. കാരണം ഈ ഗ്രീൻ ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. സോ തേർഡ് വൺ ഈസ് നോട്ട് കറക്റ്റ്. സൈഗോട്ടിക് മിയോസിസ് ഈസ് കോമൺ ഇൻ, നമ്മൾ നേരത്തെ ആൽഗയുടെ ഹാപ്ലോണ്ടിക് പാറ്റേൺ ലൈഫ് സൈക്കിൾ ചാർട്ട് ചെയ്ത ഓർമ്മയുണ്ടോ? ആൽഗകൾ ഹാപ്ലോയിഡ് താലസാണ്, അവരിൽ നിന്ന് ഗ്യാമേറ്റ്സ് ഉണ്ടാകും, ഗ്യാമേറ്റ് ചേർന്ന് സൈഗോട്ട് എന്ന ഡിപ്ലോയിഡ് സെൽ, ആ ഡിപ്ലോയിഡ് സൈഗോട്ട് സെൽ മൈറ്റോസിലൂടെ വളർന്നാൽ ഡിപ്ലോയിഡ് തലമുറ കിട്ടും. പക്ഷേ ഹാപ്ലോണ്ടിക് ആൽഗകളിൽ ഡിപ്ലോയിഡ് സൈഗോട്ട് സെൽ മൈറ്റോസിലൂടെ വളരുന്നില്ല, മറിച്ച് സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ മിയോസിസ് ആണ്, റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ വീണ്ടും ഹാപ്ലോയിഡ് തലമുറയിലേക്ക് പോകും. അതാണ് സൈഗോട്ടിക് മിയോസിസ്. അതായത് ഹാപ്ലോയിഡ് ബോഡിയുള്ള ഒരു ജീവി, അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ് ചേർന്നുണ്ടാകുന്ന സൈഗോട്ട് എന്ന ഡിപ്ലോയിഡ് സെല്ല് മിയോസിസിലേക്ക് വിഭജനത്തിലേക്ക് പോയാൽ അതാണ് സൈഗോട്ട് അണ്ടർഗോയിങ് മിയോസിസ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പാറ്റേണുള്ള ആൽഗകളിൽ സൈഗോട്ട് ഷുവറായിട്ടും മിയോസിസിന് വിധേയമാകും. അതാണ് സൈഗോട്ടിക് മിയോസിസ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ യൂളോത്രിക്സ് ആൻഡ് വോൾവോക്സ്, ഗ്രീൻ ആൽഗകൾ, അവരൊക്കെ ഹാപ്ലോണ്ടിക് ആൽഗകളാണ്. അവരിൽ ഡിപ്ലോയിഡ് സൈഗോട്ട് മൈറ്റോസിലൂടെ വളരുന്നില്ല, എന്നുവെച്ചാൽ ഡിപ്ലോയിഡ് തലമുറ വളരില്ല. സൈഗോട്ടിൻ്റെ ആദ്യ വിഭജനം മിയോസിസ് ആയിരിക്കും, സൈഗോട്ടിക് മിയോസിസ്. ഗിവൺ ഡയഗ്രാം, വോൾവോക്സ് എന്ന കൊളോണിയൽ ഗ്രീൻ ആൽഗയാണ്. ധാരാളം ക്ലാംഡോമോണാസ് ലൈക്ക് സെല്ലുകളുടെ ഒരു ലൂസ് മ്യൂസിലേജിനസ് കൊഹിസൻ്റ് കോളനി, സ്ഫെറിക്കൽ കോളനിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ സെല്ലുകൾ തമ്മിൽ സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജുണ്ട്, പക്ഷേ ഒരു ടിഷ്യൂ ഇൻ്റഗ്രേഷൻ ഇല്ല. അതുകൊണ്ടാണ് കോളനി ഫോം എന്ന് പറയുക. ആ മേജർ ലാർജ് കോളനി, അതിനകത്ത് സബ് കോളനികൾ, ഡോട്ടർ കോളനികൾ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ദ ഡയഗ്രാം ക്ലിയർലി ടെൽ us ദാറ്റ് കൊളോണിയൽ ഗ്രീൻ ആൽഗയാണത്. അത് വോൾവോക്സ് എന്ന കോളനി തന്നെയാണ്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ്, അത് തെറ്റാണ്. ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വോൾവോക്സ് ഡു റീപ്രൊഡ്യൂസ് സെക്ഷുവലി ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ വോൾവോക്സ് ഈസ് എക്സാമ്പിൾ ഫോർ ഊഗമി. അതായത് ലാർജ് സ്റ്റേഷനറി ഫീമെയിൽ ഗ്യാമേറ്റും സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമേറ്റും ആണ് ഈ വോൾവോക്സ് ഉണ്ടാക്കുന്നത്. ഉഗാമസ് സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള ഒരു ഗ്രീൻ ആൽഗ കൂടാണ് വോൾവോക്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗൽ സെൽ, which of the following algal cell, which of the following algal cells protoplast contains, in addition to plastids, a centrally located vacuole and nucleus, and plant is attached to the substratum by hold fast? ഒരു സംശയം വേണ്ട, ബ്രൗൺ ആൽഗയുടെ ഒരു ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും സബ്സ്ട്രേറ്റം ഈസ് അറ്റാച്ച്ഡ് ബൈ ഹോൾഡ് ഫാസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ താലസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൽഗൽ മെമ്പേഴ്സിൽ ബ്രൗൺ ആൽഗ, ഫെയോഫൈസയ്ക്കാണ് ഈ പറഞ്ഞ ക്യാരക്ടറെല്ലാം സ്യൂട്ടബിൾ ആകുക. കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആർ ഫൗണ്ട് ഇൻ, NCERT-യിൽ അതുണ്ട്, പറയുന്നുണ്ടല്ലേ. ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതായത് മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട്, ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആയിരിക്കണം. അതായത് ഫീമെയിൽ സെക്സ് ഓർഗൻ, ഒരു വലിയ ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവുക, അതിനകത്ത് എഗ്ഗ് ഇരിക്കുക, മെയിൽ ഗ്യാമേറ്റ് അവിടേക്ക് വന്ന് ഫീമെയിൽ സെക്സ് ഓർഗൻ അകത്തേക്ക് കയറി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുക, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ വരിക. ഈ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന സൈഗോട്ട് ഈ സെക്സ് ഓർഗനകത്തിരിക്കും. അത് പിന്നെ മൈറ്റോസിലൂടെ ഉപയോഗിച്ചൊരു എംബ്രിയോ ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ ഹയർ പ്ലാന്റുകളുടെ റൂൾസാണല്ലോ. ഈ ആൽഗകളിൽ, ഗ്രീൻ ആൽഗയിൽ ഐസോഗാമസ്, അനൈസോഗാമസ്, ഊഗാമസ് മെമ്പേഴ്സ് ഉണ്ട്. ബ്രൗൺ ആൽഗയിലാണെങ്കിൽ ഐസോഗാമസ്, അനൈസോഗാമസ്, ഊഗാമസ് മെമ്പേഴ്സ് ഉണ്ട്. മെജോറിറ്റി ബ്രൗൺ ആൽഗകളും ഊഗാമസ് ആണ്. ഇപ്പോൾ ഫ്യൂക്കസ് ആയാലും സർഗാസം ആയാലും ഒക്കെ ഊഗാമസ് ആണ്. അവരുടെ എഗ്ഗുണ്ടാക്കുന്ന ഫീമെയിൽ സെക്സ് ഓർഗനെ ഊഗോണിയം എന്നാണ് പറയുക.
ഉഗാമസ് മെമ്പേഴ്സിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. എന്നാൽ ഈ സൈഗോട്ട് ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിന് വിധേയമാകുന്നത്, കോംപ്ലക്സ് ഈവൻസിനൊക്കെ വിധേയമാകുന്നത് ബ്രൗൺ ആൽഗയിൽ കാണാറില്ല. സൈഗോട്ട് ഒരു ഡിപ്ലോയിഡ് താലസായിട്ടങ്ങ് വളരുകയുള്ളൂ. എന്നാൽ റെഡ് ആൽഗയുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നോ മോട്ടൈൽ സെൽസ്. അപ്പോൾ സെക്സ് ഓർഗൻസിലുണ്ടാകുന്ന ഗ്യാമേറ്റുകൾക്ക് മോട്ടിലിറ്റി കാണില്ല. അതുപോലെ തന്നെ റെഡ് ആൽഗയിൽ 100% ഊഗമിയേ ഉള്ളൂ. ഐസോഗാമസ് മെമ്പേഴ്സ് ഇല്ല. ഊഗമി ഉള്ളി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗൻ, അതിനകത്ത് എഗ്ഗ്, അത് സ്റ്റേഷനറിയാണ്, അതിനെ ഓവം എന്ന് പറയും. മെയിൽ ഗ്യാമേറ്റ്സ് ചെറുതാണ്, അവ മോട്ടൈലല്ല, പക്ഷേ വെള്ളത്തിലൂടെ പാസീവായിട്ട് ഫ്ലോട്ട് ചെയ്ത് ഈ ഫീമെയിൽ സെക്സ് ഓർഗനകത്ത് കയറി ഫ്യൂസ് ചെയ്തോണം. ഊഗമിയാണ്. റെഡ് ആൽഗയിലെ എഗ്ഗ് ഉണ്ടാക്കുന്ന വലിയ സെക്സ് ഓർഗനുകളെ ഊഗോണിയം എന്ന് പറയില്ല, അതിന് പകരം കാർപ്പഗോണിയം എന്നാണ് പറയുക. റെഡ് ആൽഗയിൽ ഊഗമിയേ ഉള്ളൂ. ഫീമെയിൽ ഗാമറ്റ് ലാർജ് ആൻഡ് സ്റ്റേഷനറി ഓവം ഇൻസൈഡ് ദ ഫീമെയിൽ സെക്സ് ഓർഗൻ കോൾഡ് കാർപ്പഗോണിയം. മെയിൽ ഗാമേറ്റ്സ് smaller but immotile, passively float through water, enter into carpagonium and fertilize the egg. ഈ കാർപ്പഗോണിയത്തിനകത്തുണ്ടാകുന്ന സൈഗോട്ട് അത് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രക്രിയകൾക്ക് വിധേയമാകുന്നുണ്ട്. അത് റെഡ് ആൽഗയുടെ ഒരു വിശേഷമാണ്. സോ റോഡോഫൈസിയിലാണ് അത്തരം ഫിനോമിനൻ കാണുന്നത്. വിച്ച് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അസ്യൂംസ് ദാറ്റ് organisms belonging to the same taxa have a common ancestry. സെയിം ടാക്സ എന്ന് പറഞ്ഞാൽ സെയിം ഗ്രൂപ്പ്, സെയിം ക്ലാഡെ ഗ്രൂപ്പ്. അതിലുൾപ്പെടുന്ന എല്ലാ ജീവികൾക്കും എന്തുണ്ട്? കോമൺ ആൻസസ്ട്രി ഉണ്ട്. അവർക്ക് വൈവിധ്യമുണ്ടെങ്കിലും അവരെ ഒരു ക്ലാഡ് ഓർ ഗ്രൂപ്പിൽ, ഒരു ടാക്സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാരണം അടിസ്ഥാനപരമായ സാദൃശ്യം അവർക്കുണ്ട്, അവർക്കൊരു കോമൺ ആൻസസ്ട്രി ഉണ്ട്. ഈ ലോജിക്ക് വെച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തെയാണ് നമ്മളെന്ത് പറയുക? അത് നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത പോയിൻ്റാണ്, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്മാച്ച്. പീറ്റ്മോസ്, സ്വാഗ്നം, വി നോ ഇറ്റ് ഏർലിയർ. സ്ട്രോബിലസ് ഓർ കോൺസ്, എക്സിറ്റത്തിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അഗ്രത്തിൽ സ്പെഷ്യൽ സ്പോർ ബെയറിംഗ് ലീവ്സായ സ്പോറോഫില്ലുകളുടെ ക്ലസ്റ്റർ ഉണ്ടാകും, സ്ട്രോബിലസ് ഉണ്ടാകും. അങ്ങനെ സ്ട്രോബിലസ് ലൈക്ക് സ്ട്രക്ചർ വളരുന്ന ടെർഡോഫൈറ്റുകളെയാണ് ഹോസ്റ്റൈൽസ് എന്ന് പറയുക. സെക്കൻഡ് മാച്ചിങ് ആണ്. പ്രോട്ടോണിമ ഫൗണ്ട് ഇൻ ടെർഡോഫൈറ്റ്സ്, ടോട്ടലി ഇൻകറക്റ്റ്. ഏർലിയർ ക്വസ്റ്റ്യൻസിൽ വന്ന സെയിം കാര്യം തന്നെയാണ്. പ്രോട്ടോണിമ ഫിലമെൻറ്റസ് ഗ്രീൻ, ബ്രാഞ്ച്ഡ്, ഹാപ്ലോയിഡ്, ഫസ്റ്റ് സ്റ്റേജ്. അത് ബ്രയോഫൈറ്റിലെ മോസുകൾക്ക് മാത്രമേ ഉള്ളൂ, ലിവർ വേർഡ്സിനും പ്രോട്ടോണിമയില്ല. ടെർഡോഫൈറ്റ്സിലൊന്നും നോട്ട് അറ്റ് ഓൾ പ്രോട്ടോണിമ സ്ട്രക്ചർ ഗ്രോയിങ്. കാരാഗീൻ റെഡ് ആൽഗയിൽ തന്നെ കോൺട്രസ് എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ നിന്നാണ് കൊമേഴ്ഷ്യലി വൻതോതിൽ കാരാഗീൻ എന്ന ഹൈഡ്രോകൊളോയിഡൽ ജെല്ലിലേക്ക് പദാർത്ഥം എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിന് ഒരുപാട് മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ, ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് റോളുണ്ട്. പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ കാരഗീൻ ഉപയോഗിക്കും. പ്രോട്ടോണിമ ഫൗണ്ട് ഇൻ ടെർഡോഫൈറ്റ്സ് ആണ് ഇവിടെ മിസ്മാച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ആൽഗെ ബിലോങ്സ് ടു ക്ലാസ് റോഡോഫൈസി? ഏത് ഓപ്ഷനിലാണ് റോഡോഫൈസിയിൽ വരുന്നവർ മാത്രമുള്ളത്? ലാമിനാറിയ ബ്രൗൺ ആൽഗ, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗ, പോർഫൈറ റെഡ് ആൽഗ, വോൾവോക്സ് ഗ്രീൻ ആൽഗ. ജെലിഡിയൻ റെഡ് ആൽഗ, പോർഫൈറ റെഡ് ആൽഗ, ഡിക്റ്റിയോട്ട ബ്രൗൺ ആൽഗ, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗ. ഗ്രാസിലേറിയ റെഡ് ആൽഗ, ജെലിഡിയൻ റെഡ് ആൽഗ, പോർഫൈറ റെഡ് ആൽഗ, പോളിസൈഫോണിയ റെഡ് ആൽഗ. സോ തേർഡ് ഓപ്ഷനിൽ റെഡ് ആൽഗകൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് വിൽ ബി ദ ഓപ്ഷൻ. Read the statements. Gymnosperms do not show xerophytic characters. ജിംനോസ്പേമയ്ക്ക് 3 പ്രധാന ക്ലാസ്സുകളുണ്ട്. സൈക്കാഡോഫൈറ്റ, കോണിഫറോഫൈറ്റ, നീറ്റോഫൈറ്റ, പിന്നൊരു എക്സ്റ്റിങ്ക്റ്റ് ജിങ്കോ
ജീനസ് മാത്രമുള്ള ജിങ്കോഫൈറ്റയും. അതിൽ ഏറ്റവും മേജർ ക്ലാസ്, ഇന്ന് കൂടുതൽ ജനീറകൾ സർവൈവ് ചെയ്യുന്ന ജിംനോസ്പേം ക്ലാസ്സാണ് കോണിഫെറോഫൈറ്റ, കോണിഫേഴ്സ്, പൈനസ്, സെഡ്രസ്, സ്പ്രൂസ്, സെക്വയ, ഇങ്ങനെ നിരവധി ജീനസുകൾ ആൽപൈൻ ആൻഡ് ഹിമാലയൻ ടെമ്പറേറ്റ് കോൾഡ് എക്സ്ട്രീം കണ്ടീഷൻസിൽ വളരുന്നുണ്ട്. അപ്പോൾ അതിൽ ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ കോണിഫേഴ്സ് എന്നൊരു പ്രിഡോമിനൻസിൽ ഉദ്ദേശിക്കാം. ഡു നോട്ട് ഷോ സീറോഫൈറ്റിക് ക്യാരക്ടേഴ്സ്. ഡു നോട്ട് ഷോ സീറോഫൈറ്റിക് ക്യാരക്ടേഴ്സ് എന്നുള്ളത് ശരിയല്ല. കാരണം അവർക്ക് കുറച്ചൊരു ഡെസർട്ട് ഓർ ലെസ് റെയിൻ കണ്ടീഷൻ, തണുപ്പ് ഉള്ള സ്ഥലത്ത് മഴയും കുറവുള്ള സ്ഥലത്താണല്ലോ അവർ അഡാപ്റ്റഡായിട്ട് വളരുക. ഇൻ സൈക്കാസ് കോറലോയിഡ് റൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മൈക്കോറൈസ. കോറലോയിഡ് റൂട്ട് മൈക്കോറൈസയുമായിട്ടൊരു ബന്ധവുമില്ല. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ മൈസീലിയം അഥവാ ഫംഗസ് അസോസിയേറ്റഡ് വേരുകൾ, അത് പൈനസിലാണ്. കോറലോയിഡ് റൂട്ട് നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയ അസോസിയേറ്റഡ് ആണ്. ഇൻ കോണിഫേഴ്സ് നീഡിൽ ലൈക്ക് ലീവ്സ് റെഡ്യൂസ് ദ സർഫസ് ഏരിയ, അത് ശരിയാണ്. അതൊരു സീറോഫിറ്റിക് അഡാപ്റ്റേഷൻ കൂടാണ്. വാട്ടർ ലോസ് തടയാൻ പറ്റും. ഓൾ ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്, അത് ശരിയാണ്. സോ ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് പറയാം ഓൾ ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇൻ കോണിഫേഴ്സ് നീഡിൽ ലൈക്ക് ലീവ്സ് റെഡ്യൂസ് ദ സർഫസ് ഏരിയ, അത് കറക്റ്റാണ്. ഇത് രണ്ടും ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജിംനോസ്പേം ഡു നോട്ട് ഷോ സിറോഫിറ്റിക് ക്യാരക്ടർ ശരിയല്ല. ഡു ഷോ സം സിറോഫൈറ്റിക്, അതായത് വാട്ടർ, മഴ കുറവുള്ള, തണുപ്പും മഴ കുറവുള്ളതുമായ ഹിമാലയൻ ക്ലൈമറ്റിലൊക്കെയാണ് അത് അഡാപ്റ്റഡ്, ആൽപൈൻ ക്ലൈമറ്റ്. അപ്പോൾ ഡസ് നോട്ട് ഷോ സീറോഫിറ്റിക് ക്യാരക്ടേഴ്സ് ശരിയല്ല. ദേ ഡു പൊസസ് സം സീറോഫിറ്റിക് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സൈക്കാസിൻ്റെ കോറലോയിഡ് റൂട്ടും മൈക്കോറൈസയും അസോസിയേറ്റഡ് ആണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഒന്നും രണ്ടും തെറ്റായിട്ട് എടുക്കണം. തേർഡും ഫോർത്തും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, 2 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ദ ഗിവൺ പിക്ചർ, NCERT-യിലുള്ള പിക്ചർ, പോർഫൈറ എന്ന റെഡ് ആൽഗയുടെ താലസാണ് കാണിച്ചേക്കുന്നത്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റല്ലേ ചോദിച്ചേക്കുന്നത്. പോർഫൈറയാണല്ലോ, അത് റെഡ് ആൽഗയാണല്ലോ. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ, A, D, ഫൈക്കോഎറിത്രിൻ റെഡ് ആൽഗയ്ക്ക് ശരിയാണ്. ഇത് എഡിബിൾ ജീനസ് ഓഫ് റെഡ് ആൽഗ, അത് ശരിയാണ്. ഇത് ഫുഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അത് NCERT-യിൽ പറഞ്ഞിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ ഈസ് ഊഗാമസ്, റെഡ് ആൽഗയിൽ ഊഗമി ഉള്ളി ആൻഡ് motile structures are totally absent. No motile cells, ഊഗമി ഉള്ളി, അത് റെഡ് ആൽഗയുടെ ക്യാരക്ടറാണ്. സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ് ആൻഡ് സ്റ്റോർഡ് ഫുഡ് ഈസ് മാനിറ്റോൾ, തെറ്റ്. സ്റ്റോർഡ് ഫുഡ് ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സോ ഫോർത്ത് ഓപ്ഷനാണ് പോർഫൈറയ്ക്ക് ഇൻകറക്റ്റ്. ആൻഡ് ലാസ്റ്റ്ലി ദ ഗിവൺ പിക്ചർ ഈസ് ആസ് യു നോ ഡിക്റ്റിയോട്ട എന്ന ബ്രൗൺ ആൽഗയുടെ പിക്ചറാണ്. NCERT കൊടുത്തിട്ടുള്ള പടം തന്നെയാണ്. എന്താണ് ഇതിനെ ഡിക്റ്റിയോട്ട എന്ന് പേര് വരാൻ കാരണം? ഇതിൻ്റെ താലസ് നോക്കൂ, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചിങ്. ഓരോ സ്റ്റെപ്പിലും 2 ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ പോകും. ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉള്ള ബ്രൗൺ ആൽഗൽ താലസ് ആയതുകൊണ്ടാണ് ഇതിനെ ഡിക്റ്റിയോട്ട എന്ന് പേരിട്ടത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രൗൺ ആൽഗ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ കണ്ടില്ലേ, ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ ഉദ്ദേശിക്കുന്നതിൻ്റെ ആൻസറാണ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. NCERT മാറ്റർ തറോ ആയിരിക്കണം. NCERT-യിലെ കാര്യങ്ങൾ നമ്മൾ തറോനെസ് വേണം, എങ്കിലേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ക്ലിയറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നിരവധി ഡയഗ്രാംസും വന്നിട്ടുണ്ട്. NCERT-യിലെ പിക്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ മച്ച് ഡയഗ്രാംസ് ഒന്നും റിയൽ നീറ്റിൽ അങ്ങനെ വരാറില്ല. എന്നാലും ഡയഗ്രാമുള്ള 1-2 ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട്. എനിവേ NCERT-യിലെ എല്ലാ ഡയഗ്രാമുകളും നിങ്ങൾ ഫോളോ ചെയ്യണം, എല്ലാ ഇലസ്ട്രേഷൻസും ഫോളോ ചെയ്യണം, ഡയഗ്രാമുകളുടെയൊക്കെ ഫുട് നോട്ട് വായിക്കണം, ഡയഗ്രാമുകളുടെ ലേബലിംഗ്. NCERT-യിലെ എവറിത്തിങ് മസ്റ്റ് ബി വി ആർ തറോ വിത്ത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി വായിക്കണം, അതിൻ്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻസ് വായിക്കണം. അങ്ങനെ ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് നോളജ് നമുക്ക് വേണം.
അത്തരം നോളജ് ആർജിക്കുക എന്നുള്ളതാണ് നീറ്റ് പരീക്ഷയ്ക്ക് ബയോളജിക്ക് ഫുൾ സ്കോർ ചെയ്യാൻ വളരെ ആവശ്യം. അപ്പോൾ അങ്ങനെ റീഡ് ആൻഡ് ഡൈജസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ദ ചാപ്റ്റേഴ്സ്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് കൺസേൺഡ് ആയിട്ട് ഉള്ള അധ്യാപകരെ സമീപിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യണം. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഗുഡ് ഡേ ടു ഓൾ ഓഫ് യു. നമ്മളിന്ന് സിയോട്സിൻ്റെ ഡിസ്കഷനാണ്. സിയോട്സിൻ്റെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഐസോമറിസം ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് റിയാക്ഷൻ മെക്കാനിസം. നിങ്ങൾക്ക് നല്ല രീതിയിൽ സിയോട്സ് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഡൈഫിനൈൽ മീഥേൻ C3H12 ഈസ്. അതിൻ്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആർ പോസിബിൾ വെൻ വൺ ഓഫ് ദി ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ആറ്റം? ഒരു ഹൈഡ്രജനെ ക്ലോറിൻ ആറ്റം കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ടാകും? ഡൈഫിനൈൽ മീഥേന്റെ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ നമുക്ക് ഒരു ഹൈഡ്രജന് പകരം ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇവിടുത്തെ ഹൈഡ്രജന് പകരം ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകും. ഈ പൊസിഷനിൽ എന്തോന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ അത് കാരണം അവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ വേറൊരു ക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകും. മെറ്റാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പം വേറൊരു ക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകും. പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പം നാലാമത്തെ ക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകും. ബാക്കി എല്ലാ പൊസിഷനും സെയിം ആണ്. ഇത് ഓർത്തോ തന്നെ, ഇത് മെറ്റാ തന്നെ. അതുപോലെ ഈ രണ്ട് റിംഗ് ഒരുപോലെയാണ് ഇരിക്കുന്നത്, സിമെട്രിക്കൽ ആണ്. നടുക്ക് CH2 ഇരിക്കുന്നു, അപ്പുറത്തിപ്പുറത്ത് ഒരു ബെൻസീൻ റിംഗ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് റിംഗിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാകും. സോ ഹിയർ ആൻസർ ഈസ് നമ്പർ 4. അപ്പം 4th ഓപ്ഷൻ ആണ് ആൻസർ. 4 മോണോക്ലോറോ ഡെറിവേറ്റീവ് ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഷോ ജോമെട്രിക്കൽ ഐസോമർസം? ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുന്ന കോമ്പൗണ്ട് ഏത്? നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. 2-methyl pentatoin. pentatoin ഇതാണ്. 2-methyl സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ. ഇത് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കത്തില്ല. അതിന് കാരണം ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്ന ഓരോ കാർബണിലും ഫർദറായിട്ട് ലിങ്ക് ആയിരിക്കുന്ന 2 ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഡിഫറൻ്റ് ആയിരിക്കണം. ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ ലിങ്ക് ആയിരിക്കുന്ന 2 മീഥൈൽ എന്ന് പറഞ്ഞ സെയിം ഗ്രൂപ്പാണ്. അപ്പോൾ അത് കാരണം ഇത് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ 2-chloro 3-methyl butadiene. butadiene 2-chloro 3-methyl butadiene ഇതാണ്. ഇതും ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കത്തില്ല. അതിന് കാരണം ഈ കാർബണിൽ 2 ഡിഫറൻ്റ് ആണ്. ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ CH3യും Cl-ഉം ആണ്, 2 ഡിഫറൻ്റ് ആണ്. പക്ഷേ 2 കാർബണിലും ഡിഫറൻ്റ് ആയിരുന്നാൽ മാത്രമേ ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ. മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതും CH3 ഇതും CH3 സെയിം ആണ്. അപ്പോൾ അതും ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കത്തില്ല. തേർഡ് വൺ 1-phenyl propionine. ഇതാണ് 1-phenyl ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഫിനൈൽ ഇരിക്കുന്നു, C6H5. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യും. അതിന് കാരണം ഈ കാർബണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹൈഡ്രജനാണ്, മറ്റൊരു വാലൻസി ഫിനൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു കാർബൺ ഓക്കെ. അടുത്ത ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ CH3 അതും തമ്മിൽ ഡിഫറൻ്റ് ആണ്. സോ ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ 1-phenyl propionine. That is third option is the correct answer. Next one. Question number 3. Which one of the following compounds is optically active? Optically active ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? ഫസ്റ്റ് വൺ CH3 CH2 CH3. ആ CH3യുടെ ബ്രാക്കറ്റ് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അത് CH3 ആണ്. അത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഈ ബ്രാക്കറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കുഞ്ഞു ബ്രാക്കറ്റ് ആണ്. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. വലിയ ബ്രാക്കറ്റ് അതിലുള്ളതാണ്. വലിയ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സൈഡിലോട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കാണിക്കാനാണ് അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. CH3 CH2 Cl. ഇത് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇതിലിരിക്കുന്ന ഈ കാർബൺ കൈറൽ കാർബൺ ആണ്. ആ കാർബണിന്റെ 4 വാലൻസിയും 4 ഡിഫറെന്റ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കൊണ്ടാണ് സാറ്റിസ്ഫൈ ആകുന്നത്. ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് CH2 Cl, ഒന്ന് CH3, ഒന്ന് CH2 CH3. അപ്പോൾ അത് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കും. നമുക്ക് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് വേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, CH3 CH2 CH
CH3 ടോയ്സ് ആണ്. CH3 ടോയ്സ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റും കൂടെ ഉണ്ട്. CH3 ടോയ്സ് ആണ്. അപ്പോൾ CH3 ടോയ്സ് ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, CH3. ഇതിൽ കൈറൽ കാർബൺ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ 3 വാലൻസി ഹൈഡ്രജനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇതിൽ 2 വാലൻസി ഹൈഡ്രജനാണ്. ഈ കാർബൺ കൈറൽ ആകത്തില്ല. അതിന് കാരണം ഇത് രണ്ടും സെയിം ഗ്രൂപ്പ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് ആൻസർ. നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. തേർഡ് വണ്ണിലും ഫോർത്ത് വണ്ണിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ കൈറൽ കാർബൺ ഉണ്ട്. തേർഡ് വണ്ണിൽ കൈറൽ കാർബൺ ഇതാണ്, ഈ കാർബൺ ആണ്. OH സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. ഫോർത്ത് വണ്ണിൽ കൈറൽ കാർബൺ ഇതാണ് CH. ഫസ്റ്റ് വണ്ണിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർബൺ അത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 4. How many position isomers are possible for tribromobenzene? ട്രൈബ്രോമോബെൻസീന് എത്ര പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടാകും? ട്രൈബ്രോമോബെൻസീൻ ഒരു ബെൻസീനിൽ 3 ബ്രോമിൻ ഇരിക്കുന്നു. ഇത് ഒരു ഐസോമർ. ഒരിക്കലും ഒരു കാർബണിൽ ഒന്നിൽ കൂടുതൽ ബ്രോമിൻ വരാൻ പറ്റത്തില്ല. ബെൻസീനിൽ എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതേ ഉള്ളൂ. അപ്പോൾ ഇത് 1, 2, 3 ട്രൈബ്രോമോബെൻസീൻ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ബ്രോമിൻ അടുത്തടുത്ത് എഴുതിയിട്ട് ഒരു ബ്രോമിൻ ഇങ്ങനെ എഴുതാം. 1, 2, 4 ട്രൈബ്രോമോബെൻസീൻ. നെക്സ്റ്റ് വൺ ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രോമിൻ എഴുതാം. 1, 3, 5 ട്രൈബ്രോമോബെൻസീൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ദാറ്റ് ഈസ് 3 പൊസിഷൻ ഐസോമേഴ്സ് ആണ് ഉണ്ടാകുക. ഇനി നമ്മൾ വേറെ എങ്ങനെ എഴുതിയാലും ഇതിൻ്റെ അകത്തുള്ള ഒരെണ്ണേ വരത്തുള്ളൂ. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഈ ഐസോമർ ആയിരിക്കും, അത് പൊസിഷൻ മാറി വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ രണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് അടുത്തടുത്തിരിക്കുന്നു, ഇത് ആൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഐസോമർ തന്നെയായിരിക്കും ബാക്കി എങ്ങനെ എഴുതിയാലും വരിക കൂടുതലും. അത് സെയിം ആണ്. അതിൻ്റെ പൊസിഷൻ കൊടുത്തിട്ട് നെയിം ചെയ്താൽ മതി. 1, 2, 4 ട്രൈബ്രോമോബെൻസീൻ എന്നായിരിക്കും വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ദാറ്റ് ഈസ് 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. Question number 5. The number of possible open chain structural isomeric compound for molecular formula C5H10 would be C5H10. C5H10 ഇത് CnH2n എന്ന് പറഞ്ഞ ജനറൽ ഫോർമുലയിലാണ് ഇരിക്കുന്നത്. CnH2n പ്ലസ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ ആണ്. ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ്. നമുക്ക് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറൽ ഐസോമർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയിൻ സൈക്ലിക് എഴുതേണ്ട കാര്യമില്ല. C5H10 എന്ന് പറഞ്ഞാൽ CnH2n ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ്, സൈക്ലോ ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ്. പക്ഷേ ഇവിടെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറൽ ഐസോമർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 5 കാർബൺ വെച്ചിട്ട് എത്ര കാർബൺ സ്കെലിറ്റൻ ഉണ്ടാക്കാൻ പറ്റും നോക്കണം. 5 കാർബൺ വെച്ചിട്ട് നമുക്ക് 3 കാർബൺ സ്കെലിറ്റൻ ഉണ്ടാകും. ഒന്ന് ഇത്, രണ്ടാമത്തത് ഇത്. 5 കാർബൺ സ്ട്രൈറ്റ് ആയിട്ട് എഴുതി, 4 കാർബണിൽ ഒരു ബ്രാഞ്ച് ഇട്ട്, 3 കാർബണിൽ നടുക്ക് 2 ബ്രാഞ്ച് ഇട്ട്. അപ്പോൾ ഇങ്ങനെ 3 സ്കെലിറ്റൻ ഉണ്ടാകും. ഇനി ഓരോ സ്കെലിറ്റനിൽ ഡബിൾ ബോണ്ട് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആകും. നോക്കിയേ, ഇതിൽ ഡബിൾ ബോണ്ട് ഇവിടെ ഇടാം. ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പെൻ 1 എന്ന് പറഞ്ഞ ഒരു ഐസോമറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് ഇടുമ്പോൾ പെൻ 2 ഇവിടെ ഇടുമ്പോൾ വീണ്ടും പെൻ 2 ഇത് പെൻ 1 ഇവിടെ ഇടുമ്പോൾ 3 മീഥൈൽ ബ്യൂട്ട് 1 ഇത് 2 മീഥൈൽ ബ്യൂട്ട് 2 ഇത് 2 മീഥൈൽ ബ്യൂട്ട് 1 അങ്ങനെ 3 ഐസോമർ. ഇതിൽ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കാർബൺ 4 വാലൻസ് ഇപ്പം തന്നെ ആയി. എവിടെ ഡബിൾ ബോണ്ട് ഇട്ടാലും കാർബണിന്റെ വാലൻസ് 5 ആയി പോകും. സോ ഈ ചെയിൻ കൊണ്ട് നമുക്ക് ആൽക്കീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഡബിൾ ബോണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 5 ആൽക്കീനാണ് കിട്ടുക. 1, 2, 3, 4, 5. ആ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഡബിൾ ബോണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐസോമർ കിട്ടും. ഓക്കെ, അപ്പോൾ സോ ദ കറക്റ്റ് ആൻസർ ഈസ് 5. നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. Isohexane can form 5 isomeric monochloro derivative. How many of these are optically active? ഐസോഹെക്സൈൻ്റെ ഫോർമുല ഇതാണ്. ഐസോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ഒരു മീഥൈൽ ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഐസോ. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബൺ. ഇപ്പോൾ ഇതിൽ 3 കാർബൺ ആയി. അപ്പോൾ ഇനി ഒരു 3 കാർബൺ കൂടെ എഴുതണം. ഇതിന് 5 മോണോക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണ്. ഇതിലുള്ള ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 5 ഡിഫറൻ്റ് ആയിട്ടുള്ള മോണോക്ലോറോ ഡെറിവേറ്റീവ് ഉണ്ടാകും. ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം ക്ലോറിൻ ഇടുമ്പം കിട്ടുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലോറോ ഡെറിവേറ്റീവ്സ് ആണ്. ഇതിൽ ഹൗ മെനി ഓഫ് ദീസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതിൽ ക്ലോറിൻ ഇടുമ്പം ഒരു കാർബണും കൈറൽ സെൻറ്റർ ആകത്തില്ല. അപ്പോൾ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇവിടെ ക്ലോറിൻ ഇടുമ്പം ആ ക്ലോറിൻ ഇടുന്ന കാർബൺ കൈറൽ സെൻറ്റർ ആകും. ക്ലോറിൻ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാർബൺ തന്നെ കൈറൽ കാർബൺ ആകും. ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ കാർബൺ തന്നെ കൈറൽ സെൻറ്റർ ആകും. ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൈറൽ സെൻറ്റർ ആകത്തില്ല. ഇത് രണ്ടും മീഥൈൽ ആയതുകൊണ്ട് കൈറൽ സെൻറ്റർ ആകത്തില്ല. ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ ക്ലോറോ ഡെറിവേറ്റീവ്
കൈറൽ സെന്റർ ഉണ്ട് ക്ലോറോ ഡെറിവേറ്റീവിൽ. പക്ഷേ ആ ക്ലോറിൻ ഇടുന്ന കാർബൺ അല്ല കൈറൽ സെന്റർ, അതിന്റെ തൊട്ടടുത്ത കാർബണാണ് കൈറൽ സെന്റർ. അതാണ് എൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. നമ്മൾ ടിക്ക് ചെയ്തിരിക്കുന്ന ക്ലോറോ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ഈ കാർബൺ അപ്പോൾ എന്താകുമെന്ന് പറഞ്ഞാൽ കൈറൽ സെന്റർ ആകും. മറ്റു രണ്ടിലും അങ്ങനെ അല്ല. ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാർബൺ തന്നെ കൈറൽ സെന്റർ ആണ്. ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാർബൺ കൈറൽ സെന്റർ ആണോ നല്ല ചോദ്യം. ക്ലോറോ ഡെറിവേറ്റീവിൽ എത്രണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കാർബൺ കൈറൽ സെന്റർ ആകും ഇതുപോലെ. അപ്പോൾ സോ ദ കറക്റ്റ് ആൻസർ ഈസ് 3 ആണ്, ഓപ്ഷൻ 3 ആണ്. 3 എണ്ണം ഒപ്റ്റിക്കലി ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ. Question number 7. The number of isomers for the compound with molecular formula C2BrClFi. C2BrClFi. ഇതിൽ 4 ഹാലജൻ ഇരിപ്പുണ്ട്. 4 ഹാലജന് പകരം 4 ഹൈഡ്രജനാണ് ഇടുന്നതെങ്കിൽ C2H4 ആണ് ഫോർമുല. അപ്പോൾ C2H4 എന്ന് പറഞ്ഞാൽ CnH2n ആണ്. അപ്പോൾ ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ്. ഇതിൻ്റെ ഐസോമർ ആണ് ചോദ്യം. ഐസോമേഴ്സ് മീൻസ് സ്റ്റീരിയോ ആൻഡ് സ്ട്രക്ചറൽ രണ്ടും എഴുതണം. ഐസോമേഴ്സ് എന്നാണ് ചോദ്യം. സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ രണ്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അവിടെ നോക്കുമ്പോൾ 2 കാർബൺ ഡബിൾ ബോണ്ട് എന്തായാലും വരും, CnH2n ആയുണ്ട്. ഇനി 4 ഹാലജൻ നമ്മൾ ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഇത് ഒരു ഐസോമർ. ഇനി നമ്മൾ പേര് മാറ്റുന്നു. ബ്രോമിനും ക്ലോറിനും മാറ്റിയിട്ട് ബ്രോമിൻ അവിടെ തന്നെ ഇടുക, ക്ലോറിന് പകരം നമ്മൾ ഫ്ലൂറിൻ ഇടും. അപ്പോൾ ഇങ്ങനെ ഒരു ഐസോമർ. ഇനി ബ്രോമിനും ക്ലോറിനും ഇട്ടു, ബ്രോമിനും ഫ്ലൂറിനും ഇട്ടു. ഇനി ബ്രോമിനും അയഡിനും ഇടാം, ബ്രോമിനും അയഡിനും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ. അപ്പോൾ ഇങ്ങനെ 3 സ്ട്രക്ചറൽ ഐസോമർ ഉണ്ടാകും. ഓരോന്നും ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കാനുള്ള കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നുണ്ട്. ഓരോ കാർബണിലും ലിങ്ക് ആയിരിക്കുന്ന 2 ഹാലജനായിട്ടും ഡിഫറൻ്റ് ആണ്. അപ്പം ഇതും ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കും, ഇത് കാണിക്കും. അപ്പോൾ ഇതിന് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ഇതിന് 2 എണ്ണം ഉണ്ട്, ഇതിന് 2 എണ്ണം ഉണ്ട്. അവിടെ നമുക്ക് സിസും ട്രാൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അത് ഏതെങ്കിലും 2 എണ്ണം ഒരേപോലെ വന്നാൽ മാത്രമേ നമുക്ക് സിസ് ട്രാൻസ് ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ വേറെ അതിന് നെയിമിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല, എത്ര ഐസോമേഴ്സ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, ഇതിൽ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, ഇതിൽ 2 എണ്ണം ഉണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഈസ് 6. ദ കറക്റ്റ് ആൻസർ ഈസ് 4th ഓപ്ഷൻ. അതിന് സിസ് ട്രാൻസ് അല്ലാതെ വേറെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നോമൻ ക്ലേച്ചർ ഉണ്ട്. പക്ഷേ അത് നമ്മളെ സിലബസിൽ ഇല്ല. അത് കാരണം അതിനെക്കുറിച്ച് ആ നോമൻ ക്ലേച്ചറിനെ കുറിച്ചൊന്നും ഓർക്കേണ്ട. നമുക്ക് ഐസോമർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് എല്ലാം ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കും. അങ്ങനെ 3 സ്ട്രക്ചറൽ ഐസോമർ, ഓരോന്നിനും ഒരു ജോമെട്രിക്കൽ ഐസോമർ ഉണ്ടാകും. അങ്ങനെയാണ് ആൻസർ 6 ആകുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഷോ മെറ്റാമറിസം? മെറ്റാമറിസം കാണിക്കുന്ന കോമ്പൗണ്ട് ഏത്? CH3CO C2H5. കീറ്റോൺ ആണ്. കീറ്റോൺ മെറ്റാമറിസം കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. പക്ഷേ കീറ്റോൺ മെറ്റാമറിസം കാണിക്കണമെങ്കിൽ മിനിമം 5 കാർബൺ വേണം. ഇവിടെ 4 കാർബണേ ഉള്ളൂ. 1, 2, 3, 4. ഈ 4 കാർബണുള്ള കീറ്റോൺ നമുക്ക് മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഈ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് നേച്ചറിൽ മാറ്റം വരണം. അത് നമുക്ക് മാറ്റം വരുത്തി എഴുതാൻ പറ്റത്തില്ല. ഇത് CH3 C2H5 ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാലും C2H5 CH3 ഒക്കെ അല്ലേ വരത്തുള്ളൂ. അപ്പോൾ 5 കാർബണാണ്. ഇത് 4 കാർബണേ ഉള്ളൂ, മെറ്റാമറിസം കാണിക്കത്തില്ല. The next one C2H5 NHCH3. അതും സെക്കൻഡറി അമീൻ ആണ്. സെക്കൻഡറി അമീനിൽ സാധാരണ മെറ്റാമറിസം വരാറുണ്ട്. പക്ഷേ ഈ സെക്കൻഡറി അമീൻ മെറ്റാമറിസം കാണിക്കത്തില്ല. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി അമീൻ മെറ്റാമറിസം കാണിക്കണമെങ്കിൽ മിനിമം 4 കാർബൺ ആറ്റം വേണം. ഇവിടെ 3 കാർബണേ ഉള്ളൂ, 2, 1, 3. ഇതിലേ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. തേർഡ് വൺ CH3OCH3. അത് ഈതറാണ്, രണ്ടും CH3 ആണ്. ഇത് നമുക്ക് ഒരിക്കലും ആൽക്കൈൽ ഗ്രൂപ്പ് മാറ്റി എഴുതാൻ പറ്റത്തില്ല. ഒരു ഈതർ മെറ്റാമറിസം കാണിക്കണമെങ്കിൽ മിനിമം 4 കാർബൺ ആറ്റം വേണം. ലാസ്റ്റ് വൺ എസ്റ്റർ ആണ്. എസ്റ്റർ ആകുമ്പം CH3COO-C2H5. ഇത് മെറ്റാമർ എഴുതാൻ പറ്റും. C2H5COO-CH3 എന്ന് എഴുതിയാൽ മതി. ഇത് മെറ്റാമറാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ COOയുടെ 2 സൈഡിൽ ഇരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തിരിച്ചെഴുതിക്കുന്നത് അങ്ങനെ അല്ല. കാർബണിൻ്റെ കൂടെ ലിങ്ക് ആയിരുന്ന മീഥൈൽ ഈഥൈലായിട്ട് മാറി. കാർബണിൻ്റെ കൂടെയാണ് ലിങ്ക് ആയിരിക്കുന്നത്. ഓക്സിജന്റെ കൂടെ ലിങ്ക് ആയിരുന്ന ഈഥൈൽ മീഥൈലായിട്ട് മാറി. രണ്ടും 2 എസ്റ്റർ ആണ്. നമുക്ക് ഈ ഇതിലൊക്കെ അങ്ങനെ അല്ല. CH3 ഇപ്പുറത്ത് എഴുതിയിട്ട് C2H5 അപ്പുറത്ത് എഴുതുമ്പം അത് സെയിം കോമ്പൗണ്ട് ആണ്. പക്ഷേ എസ്റ്ററിൽ അങ്ങനെ അല്ല. സോ മെറ്റാമറിസം കാണിക്കുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റർ ആണ്. CH3COO-C2H5. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 9. ടോട്ടൽ നമ്പർ ഓഫ് സെക്കൻഡറി അമീൻ ഐസോമേഴ്സ് ഓഫ് C4H11N would be only structural. സ്ട്രക്ചറൽ എന്ന് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്.
C4H11N എത്ര സെക്കൻഡറി അമീൻസ് ഉണ്ടാകും? C4H11N സെക്കൻഡറി അമീൻസ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. NH എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതാണ്, ഒരു ബൈവാലന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 4 കാർബൺ വെച്ചിട്ട് എത്ര കാർബൺ സ്കെലിറ്റൻ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. 4 കാർബൺ വെച്ചിട്ട് നമുക്ക് 2 സ്കെലിറ്റനേ ഉള്ളൂ. 4 കാർബൺ സ്ട്രൈറ്റ് ആയിട്ട് എഴുതാം, 3 കാർബൺ എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് 4 കാർബൺ ഒരു ആൽക്കൈനിൽ വരുമ്പോൾ നമുക്ക് നോർമൽ ബ്യൂട്ടൻ, ഐസോ ബ്യൂട്ടൻ, അങ്ങനെ 2 സ്കെലിറ്റൻ ആണുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ NH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NH ബൈവാലന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് NH ഇടാം. നാം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാണ്, അതൊരു സെക്കൻഡറി അമൈൻ. അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് NH ഇടാം, അപ്പൊ ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി ഇപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് സെയിം ആണ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് NH ഇടാം. അപ്പൊ 3 സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ വരച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. സ്ട്രക്ചർ വരയ്ക്കേണ്ട കാര്യമില്ല. So 3 is the answer, second option. Next one, question number 10. Which one of the following statement is incorrect? Trans 2-butene has higher melting point than cis 2-butene. അത് ശരിയാണ്. ട്രാൻസ്ബ്യൂട്ടീൻ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരുമ്പം ട്രാൻസ് ഐസോമർ സിമെട്രിക്കൽ നേച്ചർ ആയതുകൊണ്ട് ക്രിസ്റ്റൽ ലാറ്റീസിൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ. സ്റ്റെബിലിറ്റി കൂടുമ്പം അതിനെ മെൽറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ, cis butene is non-polar and trans butene is polar. അത് തെറ്റാണ്. എപ്പോഴും ട്രാൻസ് ഐസോമർ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന രണ്ടും സെയിം ആയിട്ടിരിക്കുവാണെങ്കിൽ അത് നോൺ പോളർ ആയിട്ടാണ് വരിക. ട്രാൻസ് ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ ഡൈപോൾ മൊമെന്റ് ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പൊ അത് നോക്കുവാണെങ്കിൽ നോൺ പോളർ ആയിട്ട് വരും. സിസാമ്പ് അങ്ങനെയല്ല, സെയിം സൈഡിലാണ് വരിക, സെയിം ഗ്രൂപ്പ്. അപ്പൊ അതിന് നെറ്റായിട്ട് എന്തോന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് കാണും. സോ സിസ് ബ്യൂട്ടീൻ എന്തോന്നാണെന്ന് പറഞ്ഞാൽ പോളാറും ട്രാൻസ് ബ്യൂട്ടീൻ നോൺ പോളാർ ആണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദ്യം. ഇൻകറക്റ്റ് ആയിട്ടുള്ള അതാണ്. പക്ഷെ അത് കറക്റ്റ് ആവണമെങ്കിൽ ഈ നോൺ പോളാറിന് പകരം പോളാർ വരണം, ഈ പോളാറിന് പകരം എന്തോന്ന് വരണം, നോൺ പോളാർ വേണം. തേർഡ് ഫോർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓഫ് ഓൾ ദി കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ ദ സ്റ്റാഗേർഡ് ഫോം ഹാസ് ദ ലീസ്റ്റ് ടോർസിനൽ സ്ട്രെയിൻ. ശരിയാണ്. സ്റ്റാഗേർഡ് ഫോം ആണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ കൺഫർമേഷൻ. ടോർസിനൽ സ്ട്രെയിൻ ബോണ്ടഡ് ഇലക്ട്രോൺ ക്ലൗഡ്, അഡ്ജസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ബോണ്ടഡ് ഇലക്ട്രോൺ ക്ലൗഡുകൾ തമ്മിലുണ്ടാകുന്ന റിപ്പൽഷനാണ് ടോർസിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും മിനിമം ആയിട്ടുള്ളത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈഥേനിലാണ്. The dihedral angle between the two hydrogen atoms of two methyl groups in the staggered conformation of ethane is 60. അതും കറക്റ്റ് ആണ്. സ്റ്റാഗേർഡ് കൺഫർമേഷൻ സ്റ്റേബിൾ ആണ്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പിലുള്ള 2 ഹൈഡ്രജൻ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇത് എക്ലിപ്സിലാണ് ഡൈഹീഡ്രൽ ആംഗിൾ ആണെങ്കിൽ 0 ഡിഗ്രി ആണ്. സോ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ and isobutyl alcohol തമ്മിൽ എന്തോന്ന് സ്ട്രക്ചറൽ ഐസോമർസമാണ് ഇരിക്കുക. നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ പാരന്റ് ചെയിനിൽ 4 കാർബൺ, ഇതിൽ പാരന്റ് ചെയിനിൽ 3 കാർബൺ. സോ ചെയിൻ ഐസോമർസം. സോ ചെയിൻ ഐസോമർസം ഡി 1D വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ആയി, അത്രയേ ഉള്ളൂ. വേറെ ഈസി ക്വസ്റ്റ്യൻ. ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഒരു മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആൻസർ ആയി. നമുക്ക് മറ്റതും കൂടെ നോക്കാമെന്ന് ഡിസ്കഷൻ ആയതുകൊണ്ട്. ഡൈമീഥൈൽ ഈതർ ആൻഡ് എത്തനോൾ. ഡൈമീഥൈൽ ഈതർ ഇതാണ്. എത്തനോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം ആണ് കേട്ടാ. എ ഐസോബ്യൂട്ടൈലമൈൻ ആൻഡ് ടെർഷ്യറി ബ്യൂട്ടൈലമൈൻ. ഐസോബ്യൂട്ടൈലമൈൻ, tertiary butylamine, that is position isomerism. Parent chain 3 കാർബൺ, ഇതിൽ 3 കാർബൺ. NH2 ന്റെ പൊസിഷൻ വ്യത്യാസം വരുന്നു. സോ പൊസിഷൻ ഐസോമറിസം, that is B. Diethyl ether and methyl propyl ether. Diethyl ether ഇതാണ്. Methyl propyl ether ഇതാണ്. That is metamerism. ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിൽ ഇരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നേച്ചറിൽ വ്യത്യാസം വരുന്നു. ദാറ്റ് ഈസ് മെറ്റാമറിസം. സി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ 1D, 2A, 3B, 4C. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഐസോമർ ഓഫ് ബെൻസോയിക് ആസിഡ്? ബെൻസോയിക് ആസിഡിന്റെ ഫങ്ഷണൽ ഐസോമർ. ബെൻസോയിക് ആസിഡ് ഇതാണ്. ഫിനൈൽ അസറ്റേറ്റ്. ഫിനൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഫിനൈൽ അസറ്റേറ്റ്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ല. ഇതിൽ 7 കാർബണേ ഉള്ളൂ, ഇതിൽ 8 കാർബൺ ഉണ്ട്. അപ്പോൾ അതല്ല. ഫിനൈൽ ഫോർമേറ്റ്. ഫോർമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ശരിയാണ്. രണ്ടിനും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ഇത് കാർബോക്സിലിക് ആസിഡ്, അത് എസ്റ്റർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫിനൈൽ ഫോർമേറ്റ്, സെക്കൻഡ് ഓപ്ഷൻ. അസറ്റോഫിനോൺ വരത്തില്ല, കീറ്റോൺ ആണ്. കീറ്റോണിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡിൽ 2 ഓക്സിജൻ ഉണ്ട്, അത് ഒരിക്കലും വരത്തില്ല. മീഥൈൽ ബെൻസോയേറ്റ്, അതും വരത്തില്ല. ഇത് ഹൈഡ്രജൻ വരുന്ന CH3, കാർബണിന്റെ എണ്ണം കൂടും. സോ ഫിനൈൽ ഫോർമേറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വുഡ് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിൽ കൈറൽ കാർബൺ ആറ്റം ഉണ്ടാവണം. ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതാണ്. അതിൽ കൈറൽ കാർബൺ ഇല്ല. CH3 ഈ C വരാത്തില്ല, 3 CH3 ആയിട്ടുണ്ട്. സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. OH ലിങ്ക് ആയിരിക്കുന്ന കാർബൺ സെക്കൻഡറി കാർബൺ ആയിരിക്കണം. ബ്യൂട്ടൈൽ 3 കാർബൺ ആയിട്ടുള്ളൂ, 1 കാർബൺ കൂടെ. ഇതിൽ ഈ കാർബൺ കൈറൽ കാർബൺ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു വാലൻസി ഹൈഡ്രജൻ ഉണ്ട്. ഒന്ന് OH, ഒന്ന് മീഥൈൽ, മറ്റൊന്ന് ഈഥൈൽ. അപ്പോൾ അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും. നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. നോർമൽ ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതാണ്. കൈറൽ കാർബൺ ഒന്നുമില്ല. CH3 CH3 ഒന്നിൽ കൂടുതൽ ഹൈഡ്രജനുള്ള കാർബൺ ഒന്നും ഒരിക്കലും എന്തോന്നും ആകത്തില്ല, കൈറൽ ആകത്തില്ല. അപ്പോൾ ഇത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കത്തില്ല. ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഐസോ ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഇതാണ്. ഇതിലും കൈറൽ കാർബൺ ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും CH3 ആണ്. ഇത് 3 ഹൈഡ്രജൻ, ഇത് 3 ഹൈഡ്രജൻ. അപ്പോൾ ഇതിലും കൈറൽ കാർബൺ ഇല്ല. സോ ഒൺലി ഒരു കോമ്പൗണ്ട് മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കത്തുള്ളൂ, ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ട് വരത്തുള്ളൂ. സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, ദാറ്റ് ഈസ് 2 only is the correct answer, fourth option. Next one, question number 14. Which of the following compounds are position isomers? Isobutyl alcohol and secondary butyl alcohol. Isobutyl alcohol ഇതാണ് ഐസോ. സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ പൊസിഷൻ ഐസോമേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ നോക്കുവാണെങ്കിൽ പാരന്റ് ചെയിൻ്റെ ലെന്ത് ഇതാണ്, ഇവിടെ പാരന്റ് ചെയിൻ്റെ ലെന്ത് ഇതാണ്. പാരന്റ് ചെയിൻ്റെ ലെന്ത് ഡിഫറൻ്റ് ആയി പോയി കഴിഞ്ഞു. അപ്പോൾ അത് എന്തോന്നായി പോയി എന്ന് പറഞ്ഞാൽ ചെയിൻ ഐസോമേഴ്സ് ആയിപ്പോയി. ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ ആൻഡ് ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഐസോബ്യൂട്ടൈൽ ആൽക്കഹോൾ ആൻഡ് ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ അത് 2 പൊസിഷൻ ഐസോമേഴ്സ് ആണ്. പാരന്റ് ചെയിൻ്റെ ലെന്ത് സെയിം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, നമ്പർ ചെയ്യുമ്പോൾ OHന്റെ പൊസിഷൻ വ്യത്യാസം വരുന്നുണ്ട്. പാരന്റ് ചെയിൻ്റെ ലെന്ത് സെയിം ആയിരുന്നിട്ട് OHന്റെ പൊസിഷൻ വ്യത്യാസം വരികയാണെങ്കിൽ പൊസിഷൻ ഐസോമേഴ്സ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മറ്റൊന്നും വരത്തില്ല. ഐസോപെന്റൈൽ ആൽക്കഹോൾ നിയോപെന്റൈൽ ആൽക്കഹോളും ചെയിനായിട്ട് വരത്തുള്ളൂ. ഈഥൈൽ ആൽക്കഹോൾ എഥിലീൻ ഗ്ലൈക്കോൾ മോളിക്കുലർ ഫോർമുല ഒന്നുമല്ല, സെയിം അല്ല. അതൊന്നും ഒരിക്കലും പൊസിഷൻ ഐസോമേഴ്സ് ആകത്തില്ല. നെക്സ്റ്റ് വൺ, among the 3 conformations of ethane the order of stability follows the sequence. ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇന്റർ കൺവെർട്ടിബിൾ ആണ്. അത് കാരണം ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും 2 എക്സ്ട്രീം കൺഫർമേഷൻസ് പറയും നമ്മൾ, സ്റ്റാഗേർഡും ഒന്ന് എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് കൺഫർമേഷനും മറ്റൊന്ന് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈഥേനിലിരിക്കുന്ന 2 കാർബണുള്ള ഹൈഡ്രജൻ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ചർ വരുന്ന കൺഫർമേഷൻ ആണ്. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ചർ വരുന്ന എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്ന കൺഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ കൺഫർമേഷനെയും നമ്മൾ സ്ക്യൂ കൺഫർമേഷൻ പറയും. സ്ക്യൂ കൺഫർമേഷൻ. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കുമ്പം സ്റ്റാഗേർഡിലാണ് 2 മീഥൈൽ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജനും മാക്സിമം ഡിസ്റ്റൻസിലിരിക്കുന്നത്. മാക്സിമം ഡിസ്റ്റൻസിലിരിക്കുമ്പം അവിടെ റിപ്പൽഷൻ എന്തോന്നായിരിക്കും, കുറവായിരിക്കും. മിനിമം എനർജി ആയിരിക്കും, മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടാകും. അത് സ്റ്റാഗേർഡിനാണ്. എക്ലിപ്സ്ഡ് ആകുമ്പോൾ അങ്ങനെ അല്ല. ഹൈഡ്രജൻ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് അതർ ഇരിക്കുമ്പം, ക്ലോസ് ടുഗദർ ആയിരിക്കുമ്പം തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുമ്പം എനർജി മാക്സിമം ആയിരിക്കും, സ്റ്റെബിലിറ്റി എന്നൊന്നായിരിക്കും തീരെ കുറവായിരിക്കും. അപ്പോൾ എക്ലിപ്സ്ഡ് ആയിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. സ്ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, ഈ സ്റ്റാഗേർഡിനും എക്ലിപ്സിനും ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് എക്ലിപ്സിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, സ്റ്റാഗേർഡിനേക്കാളും സ്റ്റെബിലിറ്റി എന്നൊന്നായിരിക്കും എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇതാണ്, സ്റ്റാഗേർഡ്, സ്ക്യൂ, എക്ലിപ്സ്. ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, question number 16. The number of chain isomers possible for the hydrocarbon C5H12. C5H12. It is of the general formula CnH2n+2. CnH2n+2 ആൽക്കേന്റെ ജനറൽ ഫോർമുലയാണ്. 5 കാർബൺ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നു ഒരു ഐസോമർ. 4 കാർബൺ എഴുതിയിട്ട് ഒരു ബ്രാഞ്ച് എഴുതുന്നു. ഇവിടെ 4 കാർബൺ എഴുതിയിട്ട് 4 കാർബൺ ചെയിനിൽ വേറെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ബ്രാഞ്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ആണ്, തിരിച്ചെഴുതി വെച്ചിട്ടുണ്ടാകും. ഇനി 3 കാർബൺ എഴുതുന്നു. 3 കാർബണിൽ
സെൻട്രൽ കാർബണിൽ 2 ബ്രാഞ്ച് മുകളിലും താഴെ ഇടുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്പർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് എത്ര എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 1, 2, 3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ 3. Question number 17. The compound which is isomeric with diethyl ether. Diethyl ether isomeric ആയിട്ട് വരുന്നത് ആര്? Diethyl ether. Diethyl ether ഇതാണ്. 4 കാർബൺ ഉള്ള ഒരു ഈതർ. ഇതുമായിട്ട് ഐസോമെറിക് ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ ഏതാണ്? ഈതോക്സി ഈഥേൻ എന്നൊക്കെ പറയും. അതിന് ഡൈഈഥൈൽ ഈഥർ. ബ്യൂട്ടേൻ 1-ol. ബ്യൂട്ടേൻ 1-ol. ഓക്കെ, അത് ഫങ്ഷണൽ ഐസോമർ ആണ്. ഈതർ ആൽക്കഹോളും ഫങ്ഷണൽ ഐസോമർ ആണ്. 4 കാർബൺ സെയിം കാർബൺ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അത് ഐസോമർ ആണ്. 2-methyl propane 1-ol. 2-methyl propane 1-ol. That is also functional isomer of diethyl ether. അതിലും 4 കാർബണേ ഉള്ളൂ. അപ്പോൾ അതും ഐസോമർ ആണ്. 2-methyl propane 2-ol. 2-methyl propane 2-ol. That's also functional isomer of diethyl ether. 4 കാർബണേ ഉള്ളൂ. സോ അതും ഫങ്ഷണൽ ഐസോമർ ആണ്. ബ്യൂട്ടേൻ 2-ol. ബ്യൂട്ടേൻ 2-ol അങ്ങനെ തന്നെ. ബ്യൂട്ടേൻ 2-ol. അതിലും ഡൈഥൈൽ ഈഥറിന്റെ ഫങ്ഷണൽ ഐസോമർ ആണ്. സോ ഓൾ ഓഫ് ദീസ് ആർ ഐസോമേഴ്സ്. അപ്പോൾ എല്ലാ ഐസോമർ ആണ് 1, 2, 3 and 4. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one. Question number 18. The correct order of reactivity of the following compounds towards electrophilic substitution reaction. Electrophilic substitution reaction and reactivity correct order. Electrophilic substitution reaction വരുമ്പോൾ ഇലക്ട്രോഫൈൽ ആണ് വന്ന് അറ്റാക്ക് ചെയ്യുക. E+. അപ്പം ബെൻസീൻ റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. ബെൻസീൻ റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ ബെൻസീൻ ആദ്യത്തെ കോമ്പൗണ്ട് ബെൻസീൻ ആണ്. അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നുമില്ല. CH3 is electron donating substituent. Electron donating group. OH, that is also electron donating group. Resonance effect കൊണ്ട് electron donate ചെയ്യും. CH3 ആണെങ്കിൽ inductive effect hyper conjugation കൊണ്ട് electron donate ചെയ്യും. NO2 electron withdrawing substituent ആണ്. Electron withdrawing group. Electron donating group വരുമ്പോൾ electrophilic substitutionന്റെ reactivity കൂടും. അപ്പോൾ ഇവിടെ 2 electron donating ഗ്രൂപ്പിലുണ്ട്. CH3 OH ഉണ്ട്. അങ്ങനെ വരുമ്പോൾ OH-നാണ് ആക്ടിവേഷൻ പവർ കൂടുതൽ. ഇതാണ് മോർ ആക്ടിവേഷൻ ഇതിനേക്കാളും. ഇതിന്റെ ആക്ടിവേഷൻ ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് തന്നെ ഇതിന് കൂടുതൽ എന്നുള്ള കാര്യമാണ് മുകളിലോട്ട് ആരോ മാർക്ക് വരച്ചിരിക്കുന്നത്. ഇത് താഴോട്ട് ആരോ മാർക്ക് ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് പവർ എന്നതാണ് കുറവാണ്. CH3ക്ക് ഇൻഡക്റ്റീവ് ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളൂ. ഇതിന് അങ്ങനെയല്ല. റെസണൻസ് എന്ന് പറഞ്ഞാൽ പൈ ഇലക്ട്രോൺസിന് ഒരു ഡീലോക്കലൈസേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ആക്ടിവേഷൻ കൂടുതലാണ്. അപ്പോൾ ഫീനോളിനായിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ. സി. അടുത്തത് ബി. അടുത്തത് ബെൻസീൻ ആണ് എഴുതേണ്ടത്. നൈട്രോ ബെൻസീൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺ വിത്ഡ്രോ ചെയ്യും. ബെൻസീൻ റിംഗിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഇലക്ട്രോഫൈലിന് വലിയ താല്പര്യം കാണത്തില്ല. ഇലക്ട്രോഫൈൽ എപ്പോഴും ഇലക്ട്രോൺ റിച്ച് സെന്റർ ആയിരിക്കും കയറി അറ്റാക്ക് ചെയ്തത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് CBAD. ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 19. Identify the ortho and para directing group from the following. Ortho and para directing group. Ortho and para directing group ഏതൊക്കെയാണെന്നാണ് നമുക്ക് ചോദ്യം. ജനറലായിട്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഓർത്തോ പാരാ ഡയറക്റ്റിങ്ങും ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ മെറ്റാ ഡയറക്റ്റിങ്ങുമാണ്. ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹാലജൻസ് ഡീആക്ടിവേറ്റിംഗ് ആണ്, പക്ഷെ എന്നാലും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ സ്ട്രോങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണമാണ് അത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുന്നത്. പക്ഷേ അതിൻ്റെ റെസണൻസ് എഫക്റ്റ് പ്ലസ് ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കാരണം അത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആയിരിക്കും. സോ ഇവിടെ നോക്കുമ്പോൾ CHO നോക്കുകയാണെങ്കിൽ -R എഫക്റ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ഒരിക്കലും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് അല്ല, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ NHCOCH3. അതിന് നൈട്രജന്റെ പുറത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കാരണം അത് +R എഫക്റ്റ് കാണിക്കും. അപ്പോൾ ആക്ടിവേറ്റ്സ് ദ ബെൻസീൻ റിംഗ് ആണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. OCH3 അതിലും ഓക്സിജന്റെ പുറത്ത് 2 ലോൺ പെയർ ഉണ്ട്. അത് ബെൻസീൻ റിംഗിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. SO3H -R എഫക്റ്റ് കാണിക്കുന്നതാണ്. SO3H ലോൺ പെയർ ഒന്നും ഇല്ല, അവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ആണുള്ളത്. ബെൻസീൻ റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കുന്ന ആറ്റത്തിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് എന്തോന്ന് കാണിക്കുന്നു പറഞ്ഞാൽ -R എഫക്റ്റ് ഇലക്ട്രോൺ വിത്ഡ്രോ ചെയ്യും. അപ്പോൾ അത് മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് പോകും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2 and 3. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 20. Choose the correct order of decreasing basic strength of the following compounds in aqueous solution. Aqueous solution basic strength in the correct order. First one C6H5NH2. അത് ഒരു ആരോമാറ്റിക് അമീൻ ആണ്. ബെൻസീൻ റിംഗിലാണ് നേരിട്ട് NH2 ലിങ്ക് ആയിരിക്കുന്നത്. നൈട്രജന്റെ ലോൺ പെയർ ഫ്രീ ആയിട്ട് ഒരിക്കലും അവൈലബിൾ ആകത്തില്ല. ബെൻസീൻ റിംഗിലോട്ട് റെസൊണൻസിലോട്ട് പോകും. C2H5NH2 ഒരു ആലിഫാറ്റിക് അമീൻ ആണ്, പ്രൈമറി അമീൻ. നെക്സ്റ്റ് വൺ അമോണിയ. ദ നെക്സ്റ്റ് വൺ CH3 twice NH2.
CH3 twice NH. CH3 twice NH. CH3 twice NH. ഒരു സെക്കൻഡറി അമൈൻ. എപ്പോഴും ആരോമാറ്റിക് അമൈൻസിന്റെ ബേസിക് സ്ട്രെങ്ത് അമോണിയ അലിഫാറ്റിക് അമൈൻസിനെക്കാളും കുറവായിരിക്കും. അപ്പം ലീസ്റ്റ് ബേസിക് അനിലീനാണ്. അടുത്തത് അമോണിയ കമ്പയർ ചെയ്യുമ്പം ആലിഫാറ്റിക് അമൈൻസിന്റെ ബേസിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതിൽ ഇത് പ്രൈമറി അമൈൻ, ഇത് സെക്കൻഡറി അമൈൻ. സെക്കൻഡറി അമൈൻസ് ആർ മോർ ബേസിക്. സോ CH3 ടോയ്സ് NH ആയിരിക്കും ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ. അതിൻ്റെ നമ്പർ വെച്ചിട്ട് എഴുതാം. ദാറ്റ് ഈസ് 4. ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ടുള്ള 4. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ C2H5NH2 ആയിരിക്കും. ദാറ്റ് ഈസ് 1 ആലിഫാറ്റിക് അമൈൻസ്. അത് കഴിഞ്ഞിട്ട് അമോണിയ, ദാറ്റ് ഈസ് തേർഡ് 1 2 third one. The last one anili, that is first one. So the correct order is 4 2 3 1. That is second option is the correct answer. Question number 21. Arrange the following compounds in the increasing order of their property as indicated. Benzoic acid 1, 4-nitrobenzoic acid 2, 3, 4-dinitrobenzoic acid 3, 4-methoxybenzoic acid 4. Acid strength ആണ്. ആസിഡ് സ്ട്രെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. നമുക്ക് എല്ലാ കോമ്പൗണ്ടും ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് വൺ ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. സെക്കൻഡ് വൺ 4-nitrobenzoic acid. Second one 4-nitrobenzoic acid. Third one 3,4-dinitrobenzoic acid. 3,4-dinitrobenzoic acid. Fourth one 4-methoxybenzoic acid. ഈ അസിഡിക് സ്ട്രെങ്ത് വരുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും, ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയും. ഇവിടെ NO2 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഈ OCH3 മാത്രം ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇതെല്ലാം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നവരും അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവായിട്ടുള്ളത് 4-methoxybenzoic acid ആണ്. അത് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. സോ ഫോർത്ത് വൺ ആണ് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവ്. അടുത്തത് ബെൻസോയിക് ആസിഡ് ആണ് 1. അടുത്തത് 4-nitrobenzoic acid. ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പേ ഉള്ളൂ. ഇവിടെ അങ്ങനെ അല്ല, 2 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പേ ഉണ്ട്. സോ 2 3. ഇതാണ് എൻ്റെ ഇൻക്രീസിംഗ് ഓർഡർ. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നവരും അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ the correct answer is 4 1 2 3. Fourth option is the correct answer. Next one, which of the following set of groups contain only electrophiles? Electrophiles മാത്രം ഇരിക്കുന്ന സെറ്റ് ഏതാണ്? ഫസ്റ്റ് സെറ്റ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. NH2- അപ്പോഴേന് മനസ്സിലാകും അത് ന്യൂക്ലിയോഫൈൽ ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ അത് വിട്ടേക്കാം. സെക്കൻഡ് വൺ F-, അതും ന്യൂക്ലിയോഫൈൽ. തേർഡ് വൺ NO2+ ഇലക്ട്രോഫൈൽ, AlCl3 ഇലക്ട്രോഫൈൽ, SO3 ഇലക്ട്രോഫൈൽ, സൾഫോണേഷണൽ അറ്റാക്കിംഗ് സ്പീഷീസ് ആണ് BF3 ഇലക്ട്രോഫൈൽ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. ആദ്യത്തെ 2 ചോയ്സ് അപ്പോഴേ നമുക്ക് ഒഴിവാക്കാം. ആദ്യമേ ന്യൂക്ലിയോഫൈൽ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. Question number 23. Among the following acids, which has the lowest pKa value? Lowest pKa value. pKa value lowest എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ എന്നാണ് മീനിങ്. ഹൈലി അസിഡിക്, അതാണ് മീനിങ്. ഹൈലി അസിഡിക്. അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? CH3COH, ഫോമിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഇതെല്ലാം വരുമ്പം ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ആരാണെന്ന് പറഞ്ഞാൽ ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് കഴിഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞാൽ ബെൻസോയിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് അസറ്റിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് പ്രൊപ്പനോയിക് ആസിഡ് വരത്തുള്ളൂ. ഫോമിക് ആസിഡിന് ബെൻസോയിക് ആസിഡിനെക്കാളും സ്ലൈറ്റ്ലി മോർ അസിഡിക് ആണ്, പ്രത്യേകിച്ച് അറിയണം. ഫോമിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ, അതിന് ലീസ്റ്റ് pKa വാല്യൂ ആയിരിക്കും. കെയുടെ വാല്യൂ ഹയർ വാല്യൂ ആയിരിക്കും. എപ്പോഴും ഒരു ആസിഡിന് കെയുടെ വാല്യൂ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും pKയുടെ വാല്യൂ ആയിട്ട് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. അതിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഒന്നും ഇല്ല, അത് കാരണമാണ് അങ്ങനെ വരുന്നത്. സോ ഫോമിക് ആസിഡ് ആണ് ലോവസ്റ്റ് pKa വാല്യൂ ഉള്ള, ദാറ്റ് ഈസ് അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടിയ ഒരു ആസിഡ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. ദി ഓർഡർ ഓഫ് ഡിക്രീസിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് കാർബാനോൺസ്. ഫസ്റ്റ് വൺ CH3
thrice C minus. Second one, CH3 twice CH minus. Third one, CH3 CH2 minus. Fourth one, C6H5 CH2 minus. First one, CH3 thrice C minus. Tertiary carbanion. Second one, CH3 twice CH minus. Secondary carbanion. Third one, CH3 CH2 minus. Primary carbanion. Fourth one, C6H5 CH2 minus. Benzyl carbanion. എപ്പോഴും സ്റ്റെബിലിറ്റി ഈ ആൽക്കൈൽ കാർബാനയോണേക്കാളും റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന കാർബാനയോണായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. ഈ ബെൻസൈൽ കാർബാനയോൺ റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യും. ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നെഗറ്റീവ് ചാർജ് ബെൻസീനുടനീളം ഡീലോക്കലൈസേഷൻ ആകും. അപ്പോൾ നെഗറ്റീവ് ചാർജ് എഫക്റ്റീവായിട്ട് ഡിസ്പേഴ്സ് ആയി പോകും. ചാർജ് ഡെൻസിറ്റി കുറയും തോറുമാണ് കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുക. സോ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ നാലാമത്തതാണ്. ഇനി അടുത്തത് ഈ കാർബാനിയോൺസിൽ വരുമ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി വരുമ്പോൾ പ്രൈമറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. എന്താണെന്ന് പറഞ്ഞാൽ കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റി ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുന്തോറും ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കൂടും. നെഗറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി കൂടുമ്പം പിന്നെ അവിടെ എന്താണ് സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം പ്രൈമറി കാർബാനിയോണിനായിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. സോ നെക്സ്റ്റ് വൺ 3 ആണ്. അടുത്തത് 2. ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആയിരിക്കും ടെർഷറി. അപ്പോൾ ആൽക്കൈൽ കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ അറിയായിരിക്കും പ്രൈമറി സെക്കൻഡറി ടെർഷറി ആണ്. ബെൻസൈൽ കാർബാനയോൺ അത് റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. സോ ദ കറക്റ്റ് ഓർഡർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 25. കൺസിഡർ ദ ഫോളോയിങ് കാർബോകാറ്റയോൺസ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദെയർ സ്റ്റെബിലിറ്റി ഈസ് ഫസ്റ്റ് വൺ C6H5 CH2 plus. C6H5 CH2 plus benzyl carbocation. Next one, C6H5 CH2 CH2 plus. Third one, C6H5 CH plus CH3. Fourth one, C6H5 C plus CH3 twice. CH3 twice. ഇതിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ആണ്. ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞത് ഈ കാർബോകാറ്റയോൺ ആണ്. ഇതിൽ റെസൊണൻസ് ഇല്ല, നോ റെസൊണൻസ്. റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന കാർബണിൻ്റെ ഒന്നിടവിട്ടല്ല ഡബിൾ കോൺജുഗേഷൻ അല്ല വരുന്നത്. പോസിറ്റീവ് സിംഗിൾ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് 2 ആണ്. അടുത്തത് എല്ലാത്തിലും ഒരു റിംഗ് ഉണ്ട്. അത് കൂടാതെ ഇതിലാണെങ്കിൽ 2 CH3 പ്ലസ് CH3യുടെ പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്. പിന്നെ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. ഇതിലാണെങ്കിൽ ഒരു CH3 പ്ലസിന്റെ പ്ലസ് ഐ എഫക്റ്റും 3 ആൽഫ ഹൈഡ്രജനുമാണ് ഉള്ളത്. ഇതിലാണെങ്കിൽ അങ്ങനെ പ്ലസ് ഐ എഫക്റ്റ് ആണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും എല്ലാത്തിലും റെസൊണൻസ് ഉണ്ട്. അത് കൂടാതെ 2 CH3യുടെ പ്ലസ് ഐ എഫക്റ്റും 6 ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കാരണം ഹൈപ്പർ കോൺജുഗേഷൻ എല്ലാം വരുമ്പം ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ആരാണെന്ന് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ നാലാമത്തതാണ്. നമുക്ക് ഇൻക്രീസിങ് ഓർഡറാണ് എഴുതേണ്ടത്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞത് ഫസ്റ്റ് വൺ, അടുത്തത് തേർഡ് വൺ, ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ഫോർത്ത് വൺ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2, 1, 3, 4. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഗ്രൂപ്സ് എമംഗ് ദ ഫോളോയിങ് വിച്ച് എക്സിബിറ്റ് മൈനസ് ആർ എഫക്ട് വെൻ അറ്റാച്ച്ഡ് ടു എ കോൺജുഗേറ്റഡ് സിസ്റ്റം. മൈനസ് ആർ എഫക്ട് കാണിക്കണം. മൈനസ് ആർ എഫക്ട് കാണിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കുന്ന ആറ്റത്തിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാവണം. OCH3 മൈനസ് ആർ എഫക്ട് കാണിക്കത്തില്ല, ലോൺ പെയർ ആണ് ഉള്ളത്. COOR ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, സോ അത് കാണിക്കും. NHCOCH3 ലോൺ പെയർ ആണ് ഉള്ളത്, ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കുന്നതിൽ, അത് കാരണം അത് കാണിക്കത്തില്ല. COOH ഇതാണ് അതിൻ്റെ ഇത്, അത് കാണിക്കും. Cl പ്ലസ് ആർ എഫക്റ്റ് ആണ് കാണിക്കുക, 3 ലോൺ പെയർ ഉള്ളത്. NH2 ഒരു ലോൺ പെയർ ഉണ്ട്, അപ്പോൾ അതൊന്നും കാണിക്കത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2 and 4. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകണോ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കുന്ന ആറ്റത്തിൽ, അപ്പോഴേ അത് എന്തോന്ന് കാണിക്കത്തുള്ളൂ. അൺസാച്ച് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ മൈനസ് ആർ എഫക്ട്, മൈനസ് ആർ എഫക്റ്റ് ആണ്, മൈനസ് അപ്പുറത്ത് കിടപ്പുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർഡർ ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റഡ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണ്? ഫസ്റ്റ് വൺ, ബെൻസോയിക് ആസിഡ് ഫീനോൾ സൈക്ലോഹെക്സനാൾ ആസിഡ് സ്ട്രെങ്ത്, അത് കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡാണ് അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ടേ ഫീനോൾ ഉള്ളൂ. സൈക്ലോഹെക്സനാൾ എന്ന് പറഞ്ഞാൽ ഒരു അലിഫാറ്റിക് ആൽക്കഹോളാണ്.
എന്ന് പറഞ്ഞാൽ അലിസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ ആൾക്കഹോളാണ്. അപ്പോൾ അതിന് ഏറ്റവും അസിഡിറ്റി കുറവായിരിക്കും ഫീനോൾ ബെൻസോയിക് ആസിഡ് ഏറ്റവും. അപ്പോൾ അത് കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, അനിലീൻ സൈക്ലോഹെക്സൈലമൈൻ ബെൻസമൈഡ് ബേസിക് സ്ട്രെങ്ത്, ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സൈക്ലോഹെക്സൈലമൈൻ ആണ് മോർ ബേസിക് ആയിട്ട് വരിക. സൈക്ലോഹെക്സൈലമൈൻ മോർ ബേസിക് ആണ്, അത് കഴിഞ്ഞിട്ടേ അനിലീൻ വരത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ അനിലീനിൽ നൈട്രജനിൽ ഇരിക്കുന്ന ലോൺ പെയർ ഫ്രീ ആയിട്ട് അവൈലബിൾ ആകത്തില്ല, റെസൊണൻസിലോട്ട് പോകും. പക്ഷേ ഇതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും. അപ്പം ഈസി ആയിട്ട് പ്രോട്ടനേഷൻ അവൈലബിൾ ആകും. എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഇല്ല, റിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. ആലിസൈക്ലിക് റിംഗ് ആണ്. ബെൻസമൈഡ് അതൊരു ആസിഡ് അമൈഡാണ്. ബെൻസമൈഡ് ഒരു ആസിഡ് അമൈഡാണ്. അതിന് ബോത്ത് ക്യാരക്ടർ ഉണ്ടാകും, ആസിഡും ബേസുമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാകും. അത് കാരണം അവിടെ ഈ നൈട്രജനിലുള്ള ലോൺ പെയർ റെസൊണൻസിലോട്ട് ഇങ്ങനെ പോയിട്ട് അതപ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് തീരെ കുറവായിരിക്കും. സോ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. എൻ്റെ കറക്റ്റ് ഓർഡർ ഇതാണ്, സൈക്ലോഹെക്സൈലമൈൻ, അനിലീൻ, ബെൻസമൈഡ്, അങ്ങനെയാണ്. തേർഡ് ഓപ്ഷൻ ഫോമിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ആസിഡ് സ്ട്രെങ്ത് കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ അത് നോക്കിയായിരുന്നു. ഫ്ലൂറോ അസിറ്റിക് ആസിഡ്, ക്ലോറോ അസിറ്റിക് ആസിഡ്, ബ്രോമോ അസിറ്റിക് ആസിഡ്, ഡിക്രീസിംഗ് ഓർഡർ അസിഡിക് സ്ട്രെങ്ത്, അതും ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? ഫ്ലൂറിനാണ്. അടുത്തത് ക്ലോറിൻ, ബ്രോമിൻ. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 28. The hybridization and shape of the methyl carbonium ion. Methyl carbonium ion ഇതാണ്. മീഥൈൽ കാർബോകാറ്റയോൺ എന്നും പറയും. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് 0 ലോൺ പെയർ ആണെങ്കിൽ ട്രയഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ ആണ്. ട്രയഗണൽ പ്ലെയിനാർ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. sp2 വിത്ത് ട്രയഗണൽ പ്ലെയിനാർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 29. Which one of the following decreasing order of basicity is correct? ഏത് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിസിറ്റി ആണ് കറക്റ്റ്? NN ഡൈമീഥൈൽ പാരാടോളിഡീൻ, NN ഡൈമീഥൈൽ പാരാടോളിഡീൻ ഇതാണ്. പാരാടോളിഡീൻ ഇതാണ്. അനിലീൻ ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ എഴുതുന്നത്. അനിലീൻ. പാരാനൈട്രോ അനിലീൻ. ബേസിക് സ്ട്രെങ്ത് വരുമ്പോൾ ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കൂടും, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കുറയും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇത് എല്ലാം ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പ്. ഇവിടെ ഇലക്ട്രോൺ ഡൊനേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ഈ CS3 കൂടാതെ ഇതിൽ 2 CS3 നൈട്രജനിലൂടെ നേരിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും നൈട്രജനിലെ ലോൺ പെയർ റെസൊണൻസിൽ പോകും. എന്നാലും അവിടെ ഇലക്ട്രോൺ ഡൊനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് വരുന്ന ഈ NN ഡൈമീഥൈൽ പാരാടോളിഡീൻ അതിനായിരിക്കും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ. എന്ന് പറഞ്ഞാൽ റെസൊണൻസിൽ പോയാലും ഈ 2 CS3 ഇലക്ട്രോൺ ഡൊനേറ്റിംഗ്, ഈ CS3 ഡൊനേഷൻ. ഇവിടെ ഈ CS3 മാത്രമേ ഉള്ളൂ, നൈട്രജനിൽ ഇതില്ല. അടുത്തത് അനിലീൻ. ഏറ്റവും കുറവായിരിക്കും പാരാനൈട്രോ അനിലീൻ. എന്താണെന്ന് പറഞ്ഞാൽ ഉള്ള ഇലക്ട്രോണിയും കൂടെ അതൊന്നും വിത്ഡ്രോ ചെയ്യുന്നുണ്ട് പോകും. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് തീരെ കുറവ് പാരാനൈട്രോ അനിലീൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ അതിൽ തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡർ ആണ്. മറ്റുള്ള എല്ലാത്തിലും ഇത് ഷഫിൾ ചെയ്താണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 30. Identify the correct trend of acidic strength for the given alcohol. ഡിഫറെൻറ്റ് ആൾക്കഹോൾസ് വരുമ്പോൾ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ നോക്കിയാൽ മതി. ദിസ് ആൽക്കഹോൾ ഈസ് പ്രൈമറി ആൽക്കഹോൾ. OH ലിങ്ക് ആയിരിക്കുന്ന കാർബൺ പ്രൈമറി കാർബൺ. ഇറ്റ് ഈസ് സെക്കൻഡറി ആൽക്കഹോൾ. ഇറ്റ് ഈസ് ടെർഷറി ആൽക്കഹോൾ. ഈ ബേസിക് അസിഡിക് സ്ട്രെങ്ത് വരുമ്പോൾ ആൽക്കഹോൾസ് വരുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഇതാണ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1, 2, 3. ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്ലസ് ഐ എഫക്റ്റ് കൂടുന്തോറും OHന്റെ പൊളാരിറ്റി കുറയും. അതാണ്. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ടും ടെർഷറിയിലോട്ടും പോകുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്ലസ് ഐ എഫക്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ OH ബോണ്ടിന്റെ പൊളാരിറ്റി എന്തെയും കുറഞ്ഞു പോകും. പ്ലസ് ഐ എഫക്റ്റ് വരുമ്പം OH ബോണ്ടിന്റെ പൊളാരിറ്റി കുറയും. അതാണ് അങ്ങനെ ഒരു അസിഡിക് ഓർഡർ വരുന്നതിന് കാരണം. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഫോർ ദ ഹെട്രോളിറ്റിക് ക്ലീവേജ് ഓഫ് ദ ഗിവൺ റിയാക്ഷൻ CH3 CH2 Cu gives A and B. CH3 CH2 Cu gives A and B. ഇത് ഹെട്രോളിറ്റിക് ക്ലീവേജ് ആകുമ്പോൾ കോപ്പർ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതൽ, കാർബൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. CH3 CH2 മൈനസും Cu പ്ലസും ആയിരിക്കും ഉണ്ടാകുക. കാർബാനയോൺ പ്ലസ് Cu പ്ലസ്. സോ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ. Next one, question number 32. The most stable alkene among the following. More substituted alkene is more stable. അതിന് കാരണം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീന് ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസനേറ്റിംഗ് സ്ട്രക്ചറിന്റെ എണ്ണം എന്നതാണ് കൂടുതൽ. അപ്പോൾ ആൽക്കീന്റെ സ്ട്രക്ചർ എഴുതിയിട്ട് ആൽഫ ഹൈഡ്രജന്റെ എണ്ണം നോക്കിയാൽ മതി. ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുന്തോറും ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസനേറ്റിംഗ് സ്ട്രക്ചറിന്റെ എണ്ണം കൂടും, അതിന്റെ സ്റ്റെബിലിറ്റി കൂടും.
ഫസ്റ്റ് വൺ 2-methyl but2ene. 2-methyl but2ene ഇതാണ്. ഇവിടെ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം 9 ആൽഫ ഹൈഡ്രജൻ ആണ് ഉള്ളത്. 9 ആൽഫ ഹൈഡ്രജൻ ആണ് വരിക. ഇത് ആൽഫ, ഇത് ആൽഫ, ഇത് ആൽഫ. 9 ആൽഫ ഹൈഡ്രജൻ. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. 3 ആൽഫ ഹൈഡ്രജൻ ആണ് വരിക. 3 ആൽഫ ഹൈഡ്രജൻ. ഡബിൾ ബോണ്ട് ഇതാണ് ആൽഫ പൊസിഷൻ. 3 ആൽഫ ഹൈഡ്രജൻ. but2ene. but2ene. ഇതിൽ 6 ആൽഫ ഹൈഡ്രജൻ ആണ് വരിക. ഇത് ആൽഫ, ഇത് ആൽഫ. 6 ആൽഫ ഹൈഡ്രജൻ. 2,3-dimethyl but2ene. 12 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ 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 12 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഹൈപ്പർ കോൺജുഗേറ്റ് റെസൊനേറ്റിംഗ് സ്ട്രക്ചറിന്റെ എണ്ണം കൂടുതൽ ലാസ്റ്റ് വണ്ണിനാണ്. അതിനായിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. സോ 2,3-dimethyl but2ene is the answer. Next one. Question number 33. Match the substituents in column 1 with their nature when attached to benzene ring given in column 2. Column 1 ൽ OH ഓക്സിജന്റെ പുറത്ത് ലോൺ പെയർ ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ +R ഗ്രൂപ്പാണ്. ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പോൾ +R ഗ്രൂപ്പാണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്, റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ R ഈസ് ദ കറക്റ്റ്. R. അപ്പോൾ A എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ +R ഗ്രൂപ്പാണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. NO2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് -R ഗ്രൂപ്പാണ്. -R ആകുമ്പോൾ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യും, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. -R ഗ്രൂപ്പ്, മെറ്റാ ഡയറക്റ്റിംഗ് ആൻഡ് റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് P. ARBP. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയറും ഇല്ല, മൾട്ടിപ്പിൾ ബോണ്ടും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ +I എഫക്റ്റ് കാണിക്കും. +I ഗ്രൂപ്പാണ്, ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കും, റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. +I ഗ്രൂപ്പാണ്, ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കും, റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ യെസ്. അപ്പോൾ CS വരുന്ന തേർഡ് ഓപ്ഷൻ ആൻസർ ആയി. ARBP CS. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ ഉള്ളതാണ്. അപ്പോൾ +R ആണ് കാണിക്കുക. റിങ്ങിനെ നെറ്റായിട്ട് ഡീആക്ടിവേറ്റ് ആണ് ചെയ്യുന്നത്. അതിന് കാരണം ഹാലജൻസിന് -I ഉണ്ട്, +R ഉണ്ട്. -I സ്ട്രോങ് ആണ്. അപ്പോൾ സ്ട്രോങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം റിംഗ് ഡീആക്ടിവേറ്റിംഗ് ആണ്. +R എഫക്റ്റ് ആണ് കാണിക്കുക. പക്ഷേ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് അതാണ്. ഹാലജൻസ് മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. സോ ഹാലജൻസ് നോക്കിക്കഴിഞ്ഞാൽ Q ആണ്, +R ഗ്രൂപ്പാണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്, പക്ഷേ എന്താണ് റിംഗ് ഡീആക്ടിവേറ്റിംഗ് ആണ്. സോ Q ഇസ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. അപ്പോൾ ഹാലജൻസ് മാത്രം എക്സെപ്ഷൻ ആണ്. മറ്റുള്ളതെല്ലാം ആക്ടിവേറ്റിംഗ് എന്നതാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്, ഡീആക്ടിവേറ്റിംഗ് എന്നതാണ് മെറ്റാ ഡയറക്റ്റിംഗ്. ഹാലജൻസ് മാത്രം റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യും, പക്ഷേ എന്താണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അതിന് കാരണം സ്ട്രോങ് ആയിട്ടുള്ള -I എഫക്റ്റ് ആണ് കാരണം. ഓക്കെ. Question number 34. Which species is more resonance stabilized in the following pairs? നമുക്ക് C6H5Cl തന്നിട്ടുണ്ട്. ക്ലോറിന്റെ പുറത്ത് ലോൺ പെയർ ഉണ്ട്. C6H5CH3 തന്നിട്ടുണ്ട്, ടോളവി. റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇതിൽ ലോൺ പെയർ ഒന്നുമില്ല. അപ്പോൾ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ക്ലോറോ ബെൻസീൻ ആയിരിക്കും ഫസ്റ്റ് പെയർ. രണ്ടാമത്തെ പെയർ നോക്കുകയാണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് തന്നിട്ടുണ്ട്, പിന്നെ അല്ലൈൽ ക്ലോറൈഡ് തന്നിട്ടുണ്ട്. അവിടെ റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. അല്ലൈൽ ക്ലോറൈഡിന് റെസൊണൻസ് ഇല്ല. ലോൺ പെയർ സിംഗിൾ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇതിലാണ് കോൺജുഗേഷൻ വരുന്നത്. സോ ഇവിടെ വിനൈൽ ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് വൺ C6H5Br ബ്രോമോ ബെൻസീൻ. മറ്റത് C6H5CH2Br ബെൻസൈൽ ബ്രോമൈഡ്. ഇതിൽ ബ്രോമൈൽ ഇരിക്കുന്ന കാർബൺ ലോൺ പെയർ റെസൊണൻസിൽ വരത്തില്ല, കോൺജുഗേഷൻ അല്ല. പക്ഷെ ഇതിലിരിക്കുന്നത് റെസൊണൻസിൽ വരും. സോ ബ്രോമോ ബെൻസീൻ ഈസ് ദ ആൻസർ. ഫോർത്ത് പെയർ CH3COOH CH3COO-. രണ്ടിലും റെസൊണൻസ് ഉണ്ടാകും. ഇതിൽ ഈ ലോൺ പെയർ പക്ഷേ ആദ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വരും, പക്ഷേ രണ്ടാമത്തിൽ എന്തോന്ന് മാത്രമേ വരത്തുള്ളൂ, നെഗറ്റീവ് ചാർജ് മാത്രമേ വരത്തുള്ളൂ. കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് ക്യാരക്ടർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകും. കാർബോക്സിലിക് ആസിഡിനെക്കാളും കാർബോക്സിലേറ്റ് ആനയാണ് ഹൈലി റെസൊണൻസ് കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാത്രമാണ് രണ്ടിനും റെസൊണൻസ് ഉണ്ടാകുന്നത്.
പക്ഷേ രണ്ടിലും വരുമ്പോൾ കാർബോക്സിലേറ്റ് anion ആണ് more stable. So the correct answer is C6H5Cl, CH2 double bond CHCl, C6H5Br, CH3CO-. Fourth option is the correct answer. Question number 35. The correct order of pKa of the following. pKa value the correct order. CCl3COH, trichloroacetic acid, trifluoroacetic acid, nitroacetic acid, cyanoacetic acid. Cyanoacetic acid തന്നെ കാർബൺ തന്നെ ലിങ്ക് ആയിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ആണ് തന്നിട്ടുള്ളത്. അപ്പം ലോവസ്റ്റ് pKa വാല്യൂ ഉള്ളത് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ള ട്രൈഫ്ലൂറോഅസറ്റിക് ആസിഡ്. സ്ട്രോങ്ങസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ആണ് ട്രൈഫ്ലൂറോഅസറ്റിക് ആസിഡ്. സ്ട്രോങ്ങസ്റ്റ് കാർബോക്സിലിക് ആസിഡ്, അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഇല്ല. സോ 2 ആണ് ആദ്യം. അടുത്ത നോക്കുകയാണെങ്കിൽ ട്രൈക്ലോറോഅസറ്റിക് ആസിഡ് 1. അടുത്ത നോക്കുകയാണെങ്കിൽ നൈട്രോസൈനോ വരുമ്പോൾ NO2 മൈനസ് എഫക്റ്റ് കൂടുതൽ. സോ 3. അടുത്തത് 4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2, 1, 3, 4. That is third option is the correct answer. Next one is section B la questions ആണ്. Identify the compound which has maximum number of no bond resonance structures. No bond resonance structure എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. അതിന്റെ വേറൊരു പേരാണ് നോ ബോണ്ട് റെസൊനൻസ് എന്ന് പറയുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ പറയണമെങ്കിൽ ആൽക്കൈൽ അറീനാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം. ആദ്യത്തിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല, 0 എന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ആണ്. അതിൽ CH3 ത്രൈസ് എന്നാണ് ഇരിക്കുന്നത്. ഇതിൽ 2 ആൽഫ ഹൈഡ്രജൻ ആണുള്ളത്, ഈ 2 ഹൈഡ്രജൻ. ഇതിൽ 1 ആൽഫ ഹൈഡ്രജൻ ആണുള്ളത്, ഇതിൽ 3 ആൽഫ ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത് 4th ഓപ്ഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4th ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് pKa വാല്യൂസ്. നമുക്ക് ഒരു കോളത്തിൽ കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ pKa വാല്യൂ തന്നിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം. pKa വാല്യൂ കുറവാണെങ്കിൽ സ്ട്രോങ് ആസിഡ് ആണ്. നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഫീനോൾ, പാരാനൈട്രോഫീനോൾ, എത്തനോൾ, പിക്രിക് ആസിഡ്, അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആരാണെന്ന് പറഞ്ഞാൽ പിക്രിക് ആസിഡ് ആണ്. നിങ്ങൾക്കറിയാം 2,4,6 ട്രൈനൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ പാരാനൈട്രോഫീനോളിൽ ഒരു NO2 ഗ്രൂപ്പേ ഉള്ളൂ. പിക്രിക് ആസിഡ് അങ്ങനെയല്ല, 3 NO2 ഗ്രൂപ്പുള്ള ഒരു ഇതാണ്. COH ഗ്രൂപ്പ് ഇല്ലാതെ ഇരുന്നിട്ടും അതിനെ ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അത്രയ്ക്ക് അസിഡിറ്റി ഉള്ളതാണ്. 3 NO2 പവർ കാരണം അതിൻ്റെ അസിഡിറ്റി കാർബോക്സിലിക് ആസിഡിൻ്റെ ഒപ്പം എത്തും. ശരിക്കും പറഞ്ഞാൽ അസറ്റിക് ആസിഡിൻ്റെ കാലം ഒന്നാണ്, അസിഡിറ്റി കൂടുതലാണ് ഈ പിക്രിക് ആസിഡിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിക്രിക് ആസിഡിനാണ് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ അതിനാണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എഴുതേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ലോവസ്റ്റ് വാല്യൂ 0.78 ആണ്. അപ്പോൾ Q ആണ്. ഇനി അടുത്തത് പാരാ നൈട്രോഫീനോൾ ആണ്. അടുത്തത് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടിയത്. അതിൽ NO2 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് പവർ ആയിട്ടിരിക്കുന്ന കാരണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത 7.1 അതിനാണ് കൊടുക്കേണ്ടത്. 7.1. അപ്പോൾ വാല്യൂ ഒന്നും അറിയണ്ട, അതിൻ്റെ ഓർഡർ അറിഞ്ഞാൽ മതി. അടുത്തത് ഫീനോളും എത്തനോളും വരുമ്പോൾ എത്തനോൾ ആലിഫാറ്റിക് ആൽക്കഹോളാണ്. അതിന് അത്രയ്ക്ക് അസിഡിക് ക്യാരക്ടർ ഒന്നുമില്ല. ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫീനോളായിരിക്കും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ അടുത്ത വാല്യൂ നോക്കുകയാണെങ്കിൽ 10 എന്നുള്ളത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫീനോളിന്. എത്തനോൾ ദ ലാസ്റ്റ് വൺ P. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ARBSCPDQ. That is first option is the correct answer. Next one. Question number 38. Which of the following factors affect the basic strength of amines in aqueous medium? Aqueous mediumത്തിൽ ബേസിക് സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതാണ്? ഒന്ന് സോൾവേഷൻ എഫക്ട്, അത് അഫക്റ്റ് ചെയ്യും. 2 ഇൻഡക്റ്റീവ് എഫക്ട്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇൻഡക്റ്റീവ് എഫക്ട് അഫക്റ്റ് ചെയ്യും. സ്റ്റെറിക് ഹിൻഡ്രൻസ്, അതും അഫക്റ്റ് ചെയ്യും. സ്റ്റെറിക് ഹിൻഡ്രൻസ് വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്തിൽ വേരിയേഷൻ ഉണ്ടാകും. സോ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ബേസിക് മീഡിയത്തിൽ അക്വസ് മീഡിയത്തിൽ അമൈൻസിന്റെ ബേസിക് സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടറുകളുണ്ട്. സോൾവേഷൻ, ഇൻഡക്റ്റീവ് ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. A, B and C ആർ ദ കറക്റ്റ് ആൻസർ. നോൺ അക്വസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ വരത്തുള്ളൂ, മറ്റുള്ള ഫാക്ടറുകളൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാക്സ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്റ്റെബിലിറ്റി? ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഏതാണ്? ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ CH3CH2+, അതിൽ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇത് 3 ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പം 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. രണ്ടാമത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ആൽഫ പൊസിഷൻ തന്നെ ഉണ്ട്. ഇത് അപ്പം 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. മൂന്നാമത്തേതിൽ നോക്കുകയാണെങ്കിൽ 2 ആൽഫ പൊസിഷൻ ഉണ്ട്, 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇതിലാണെങ്കിൽ ആൽഫ പൊസിഷനേ ഇല്ല, നോ ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഇത് D എന്ന് പറയുന്നത്. സോ തേർഡ് ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. അത്രയേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ് ഹൈപ്പർ കോൺജുഗേറ്റ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിലേ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കത്തുള്ളൂ. മീഥൈൽ ഗ്രൂപ്പിൽ സാച്ചുറേറ്റഡ് കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് വൺ.
Question number 40. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Acetic acid is more acidic than phenol. തീർച്ചയായിട്ടും കാർബോക്സിലിക് ആസിഡ് ആണ് ഫിനോളിനേക്കാളും മോർ അസിഡിക്. ഫിനോളിനേക്കാളും മോർ അസിഡിക്. That is correct. അപ്പോൾ assertion correct ആണ്. Reason. Acetate ion is more stable than phenoxide ion. Acetate ion ഇത് is more stable than phenoxide ion. Phenoxide ion. That's also correct. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് 5 റെസനേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടെങ്കിലും 3 എണ്ണം ലെസ് ഇമ്പോർട്ടൻസ് ആണ്. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള കാർബണിന്റെ പുറത്താണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. പക്ഷേ ഇതിന് 2 റെസനേറ്റിംഗ് സ്ട്രക്ചറേ ഉള്ളെങ്കിൽ രണ്ടും ഈക്വലന്റ് റെസനേറ്റിംഗ് സ്ട്രക്ചർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസറ്റേറ്റ് അയോൺ ഫിനോക്സൈഡ് ആനയോണിനെക്കാളും എന്താണ് മോർ സ്റ്റേബിൾ ആണ്. അതാണ് അസറ്റിക് ആസിഡ് ഫിനോളിനെക്കാളും മോർ അസിഡിക് ആകാനുള്ള കാരണം. സോ അസർഷൻ റീസൺ ആർ കറക്റ്റ്. Reason is the correct explanation of assertion. So both A and R are correct and R is the correct explanation of A. First option ആണ് correct answer. ഇതിൽ 2 equivalent resonating structure ആണ്. Resonance is particularly important when resonating structures are equivalent in energy. അല്ലെങ്കിൽ equivalent structure വരുമ്പോൾ റെസൊണൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. മറ്റേ 5 സ്ട്രക്ചർ ഉണ്ടെന്നേ ഉള്ളൂ, ലെസ് ഇമ്പോർട്ടൻസ് ആണ്. 3 എണ്ണത്തിൽ കാർബണിന്റെ പുറത്താണ് എന്തോന്ന് വരിക, നെഗറ്റീവ് ചാർജ് വരിക. അതിന് സ്റ്റെബിലിറ്റി റെസൊണൻസ് ഫൈബറിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ എന്തായിരിക്കും, തീരെ കുറവായിരിക്കും. So that is the reason. Next one. Question number 41. Which one of the following statement about resonance is correct? Resonance ആയിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് correct? The more the number of important contributing structure, the more is the resonance energy. നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് വരുമ്പോഴാണ് റെസൊണൻസ് എനർജി എന്നൊന്ന് കൂടുക, അപ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി കൂടുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വൺ. B. The difference in energy between the actual structure and the lowest energy resonance structure is called the resonance stabilization energy. That is also correct. Lowest energy resonance structure resonance energy തമ്മിലുള്ള, that is resonance energy അല്ല, ലോവസ്റ്റ് റെസനേറ്റിംഗ് എനർജി ഉള്ള റെസനൻസ് സ്ട്രക്ചറും റെസനൻസ് ഹൈബ്രിഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അതാണ് ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതാണ് റെസനൻസ് ഹൈബ്രിഡ്. അത് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, റെസനൻസ് സ്റ്റെബിലൈസേഷൻ എനർജി എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. റെസനൻസ് എനർജി എന്നും പറയും അതിന്. തേർഡ് വൺ, ദ റെസനൻസ് സ്ട്രക്ചേഴ്സ് ഹാവ് ദ സെയിം പൊസിഷൻ ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ദ സെയിം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഒരിക്കലും ആറ്റത്തിന്റെ പൊസിഷൻ മാറത്തില്ല, അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണവും എന്ന് തോന്നിയത്തില്ല, മാറത്തില്ല. അതാണ് റെസൊണൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഫോർത്ത് വൺ, റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വിത്ത് മോർ കോവാലന്റ് ബോണ്ട്സ് ആർ ലെസ് സ്റ്റേബിൾ ദാൻ ദ സ്ട്രക്ചേഴ്സ് വിത്ത് ലെസർ നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ട്. അത് തെറ്റാണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വിത്ത് മോർ കോവാലന്റ് ബോണ്ട്സ് ആർ മോർ സ്റ്റേബിൾ ദാൻ ദ സ്ട്രക്ചേഴ്സ് വിത്ത് ലെസർ നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ട്. അതാണ് കറക്റ്റ്. അപ്പൊ ഇത് മാത്രമാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. മോർ കോവാലന്റ് ബോണ്ട് വരുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ എ, ബി, സി ആർ കറക്റ്റ്, ഡി ഈസ് ഇൻകറക്റ്റ്. So option 4 is the correct answer. Next one, which of the following is the weakest acid? Weakest ആയിട്ടുള്ള ആസിഡ് ഏതാണ്? First one, acetic acid. Next one, formic acid. Next one, benzoic acid. Next one, carbolic acid. That is carbolic acid is the weakest acid. മറ്റെല്ലാം കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫീനോളിന്റെ വേറൊരു പേരാണ്. So the fourth option is the correct answer. ഫിനോൾ കാർബോക്സിലിക് ആസിഡിനേക്കാളും എന്തുകൊണ്ടായിരിക്കും, ലെസ് അസിഡിക് ആയിരിക്കും. Question number 43. Which of the following is an aromatic compound? Aromatic compound കണ്ടുപിടിക്കാൻ ഹക്കൽസ് റൂൾ അനുസരിച്ച് വേണം കണ്ടുപിടിക്കേണ്ടത്. ഹക്കൽസ് റൂൾ അനുസരിച്ച് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവണം. സൈക്ലിക് ആയിരിക്കണം, പ്ലെയിനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ടാവണം. എന്നിന് പകരം 0 ആണെങ്കിൽ 2 പൈ ഇലക്ട്രോൺ, എന്നിന് പകരം 1 ആണെങ്കിൽ 6 പൈ ഇലക്ട്രോൺ, എന്നിന് പകരം 2 ആണെങ്കിൽ 10 പൈ ഇലക്ട്രോൺ. ഇങ്ങനത്തെ പൈ ഇലക്ട്രോൺസ് ഉണ്ടാകണം. ആദ്യത്തെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതില് എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. ആദ്യം പൈ ഇലക്ട്രോൺസ് നോക്കുവാണെങ്കിൽ 2, 4, 6 പൈ ഇലക്ട്രോൺ. കോൺജുഗേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഡബിൾ, സിംഗിൾ, ഡബിൾ, സിംഗിൾ, ഡബിൾ, സിംഗിൾ, പോസിറ്റീവ്, സിംഗിൾ. അപ്പോൾ ഡീലോക്കലൈസേഷൻ നടക്കും. അപ്പം നോക്കുവാണെങ്കിൽ സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്, 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ട്, ആരോമാറ്റിക് ആണ്. ട്രോപ്പിലിയം അയോൺ എന്നൊക്കെ പറയും ഇതിന്റെ പേര്. നെക്സ്റ്റ് വൺ ഇതാണ് സൈക്ലോപ്രൊപ്പീനൽ കാറ്റിയോൺ. അവിടെ ഒരു പ്ലസ് ആണ്, പ്ലസ് ചെറുതായി പോയി കേട്ടാ. പ്ലസ് ആണ് ഇത്, ഈ പ്ലസ് വലുതായിട്ടിരിപ്പുണ്ട്, അത് പ്ലസ് ആണ്, ചെറുതായി പോയി.
മൈനസ് ആണെങ്കിൽ കാണിക്കത്തില്ല, ആരോമാറ്റിക് ആകത്തില്ല. ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 പൈ ഇലക്ട്രോൺസ് ഈ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ. പ്ലസ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഇല്ല. ഇനി കോൺജുഗേഷൻ ഉണ്ട്, ഡബിൾ, സിംഗിൾ, പ്ലസ്, സിംഗിൾ. അപ്പോൾ ഡീലോക്കലൈസേഷൻ നടക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ ആരോമാറ്റിക്. സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. 4n+2 പൈ ഇലക്ട്രോൺ. ഈ 2 ഉണ്ടല്ലോ, 2 ഉണ്ട്, 6 ഉണ്ട്. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ, അത് ഇവിടെ മൈനസ് ആണ്, അതും ചെറുതായി പോയി ഇങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 2, 4 ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, 6 പൈ ഇലക്ട്രോൺസ്. ഇവിടെയും കോൺജുഗേഷൻ ഉണ്ട്, ഡബിൾ, സിംഗിൾ, ഡബിൾ, സിംഗിൾ, നെഗറ്റീവ് ചാർജ്, സിംഗിൾ, ഡബിൾ, അങ്ങനെ ആൾട്ടർനേറ്റ് സിംഗിൾ ആയിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്, കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ ഈ 6 പൈ ഇലക്ട്രോൺ ആരോമാറ്റിക് ആണ്. സോ ദിസ് ഈസ് ഓൾസോ ആരോമാറ്റിക്. അപ്പോൾ എ ബി സി എല്ലാം എന്നതാണ് ആരോമാറ്റിക് ആണ്. ഹക്കൽസ് റൂൾ അനുസരിച്ച് സൈക്ലിക്, പ്ലെയിനാർ, കോൺജുഗേറ്റഡ് സിസ്റ്റം ഹാവിംഗ് 4n+2 പൈ ഇലക്ട്രോൺ. എന്നിന് വരെ ഏതെങ്കിലും ഹോൾ നമ്പർ കൊടുക്കണം. 0 കൊടുത്താൽ 2 പൈ ഇലക്ട്രോൺ, അതാണ് ഏറ്റവും ചെറിയൊരു കോമ്പൗണ്ട്, സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ. പിന്നെ 6 പൈ ഇലക്ട്രോൺ വരുന്ന ട്രോപ്പിലിയം അയോണും സൈക്ലോപെന്റാ ഡൈനൈൽ അനയോൺ എന്ന് പറയുന്ന മൂന്നാമത്തെ കോമ്പൗണ്ട്. എല്ലാം എന്താണെന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ, ബി ആൻഡ് സി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 44. Given below are 2 statements. One is labeled as assertion and the other is labeled as reason. Aniline is more stable than anilinium ion. Anilinium ion-നെക്കാളും more stable ആണ്. That is correct. Anilinium ion-നെക്കാളും more stable ആണ്. അത് കറക്റ്റ് ആണ്. സ്റ്റെബിലിറ്റി അനിലീൻ ആണ് കൂടുതൽ. അനിലീനിയം അയോൺ only 2 റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, അതും കറക്റ്റ് ആണ്. അനിലീനിയം അയോണിന് 2 റെസനേറ്റിംഗ് സ്ട്രക്ചറേ ഉള്ളൂ. ഇങ്ങനെയാണ് വരിക. അനിലീൻ അങ്ങനെയല്ല, 5 സ്ട്രക്ചർ ഉണ്ടാകും. ഇവിടെ ഇത് ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജ് 1.5 വിട്ട് ഇരിക്കുന്നെങ്കിലും പോകാൻ പറ്റത്തില്ല. നൈട്രജന് 5 ഓർബിറ്റിലേ ഉള്ളൂ ബാലൻസ് ഇഷ്യലിൽ, അതുകൊണ്ട് അങ്ങോട്ട് ഡീലോക്കലൈസേഷൻ ആകാൻ പറ്റത്തില്ല. പിന്നെ അനിലീനിയം അയോണിന് മറ്റൊരു റെസനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, NH3+ എന്ന് അവിടെ എഴുതുക. ഇത് ബെൻസീൻ റിംഗിലെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റി എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ NH3+ന്റെ പോസിറ്റീവ് ചാർജ് ഒരിക്കലും ഡിസ്പേഴ്സ് ആകാൻ പറ്റത്തില്ല. അങ്ങനെ ഡിസ്പേഴ്സ് ആകാൻ പറ്റാത്തതുകൊണ്ടാണ് അനിലീനിയം അയോൺ അനിലീനിയക്കാളും എന്തെന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ എന്ന് പറയുന്നതിന് കാരണം അതാണ്. അനിലീനിയം അയോണിന് 2 റെസനേറ്റിംഗ് സ്ട്രക്ചറേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് അസർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എന്തോന്നുമാണ് അസർഷനുമാണ്. അനിലീനിയം അയോൺ ഈ 2 റെസനേറ്റിംഗ് സ്ട്രക്ചറേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ഇതിന് 1.5 വിട്ട് ഇരുന്നാലും വേക്കൻ ഓർബിറ്റൽ ഇല്ലാത്തത് കാരണം ഡീലോക്കലൈസേഷൻ ആകാൻ പറ്റത്തില്ല. എപ്പോഴും റെസണൻസ് ഒക്കെ വരുമ്പോൾ ഡീലോക്കലൈസേഷൻ പൈ ഇലക്ട്രോൺ ആണ്. ഓർബിറ്റൽ ഉണ്ടെങ്കിലേ ഡീലോക്കലൈസേഷൻ ആകാൻ പറ്റത്തുള്ളൂ, ഇല്ലാതെ ഒരിക്കലും ആകാൻ പറ്റത്തില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഹൗ മെനി മെറ്റാമറിക് ഈതേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദി മോളിക്കുലർ ഫോർമുല C4H10O? C4H10O അതിന് 4 കാർബൺ ആണുള്ളത്. 4 കാർബൺ വെച്ചിട്ട് നമുക്ക് 2 കാർബൺ സ്കെലിറ്റൻ ഉണ്ടാക്കാൻ പറ്റും. ഈതർ എന്ന് പറഞ്ഞാൽ ഒരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന്റെ ഇടയ്ക്ക് O ഇടാം, അപ്പോൾ ഒരു ഈതർ കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് O ഇടാം, അപ്പോൾ വേറൊരു ഈതർ കിട്ടും. അവിടെ ഇട്ട് കഴിഞ്ഞാൽ സെയിം ആണ്, ഇവിടെ O ഇടാം. അപ്പോൾ 3 ഈതറാണ് കിട്ടുക. 3 ഈതർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്ന് ഇത് ഇവിടെ O ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, ഇതിൽ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതാണ് 3 ഈതർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ 3. ഇവിടെ ഇട്ടാലും സെയിം ആണ്. Next one. Question number 46. Which of the following is correct? The smallest alkene which can show optical isomerism contains 6 carbon atom. ഏറ്റവും ചെറിയ ആൽക്കീൻ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ 6 കാർബൺ വേണം. കറക്റ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഇതാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണം, എല്ലാം ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പം ഒന്ന് ഹൈഡ്രജൻ ആയിരിക്കാം, ഒന്ന് CH3 ആകാം, ഒന്ന് CH2 CH3 ആകാം, ഒന്ന് വിനൈൽ CH ഡബിൾ ബോണ്ട് CH2 ആകാം. അപ്പോൾ ആൽക്കീനുമായി ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ കൈറൽ കാർബണുമായി. സോ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ 1, 2, 3, 4, 5, 6 കാർബൺ ആണ്. ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് ഇത്, ദ സ്മോളസ്റ്റ് ആൽക്കേൻ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ എനാൻഷ്യമറിക് ഫോംസ് ആർ 3-methyl hexane and 2,3 dimethyl pentane. ഏറ്റവും ചെറിയ എനാൻഷ്യമറിക് ഫോമിൽ എക്സിസ്റ്റ് ആകുന്ന ആൽക്കേൻ എന്ന് പറയുന്നത് 3-methyl hexane 2,3 dimethyl pentane. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. അതിനേക്കാളും ചെറിയ ആൽക്കേൻ എനാൻഷ്യമറിക് ഫോമിൽ എക്സിസ്റ്റ് ആകത്തില്ല. ആൽക്കേൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് മാത്രമേ പാടുള്ളൂ, വേറെ ക്ലോറിനോ ബ്രോമിനോ ഒന്നും പാടില്ല. അതിനൊന്നും ആൽക്കേൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത് ആൽക്കേന്റെ ഡെറിവേറ്റീവ് ആണ്. 3-methyl hexane ഇതാണ് 3-methyl hexane. ഇതിൽ കൈറൽ കാർബൺ ഉണ്ട്, ഇത് കാർബൺ കൈറൽ കാർബൺ. 2,3 dimethyl pentane അത് ഇതാണ്, ഇതിന് ഈ കാർബൺ കൈറൽ കാർബൺ ആണ്.
ഇത് രണ്ടും ഏറ്റവും ചെറിയ ആൽക്കെയിനാണ്. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. രണ്ട് ഐസോമറാണ്. രണ്ടും തമ്മിൽ ഐസോമറാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. എനാൻഷ്യോമറിക് ഫോമിൽ എക്സിസ്റ്റ് ആകുന്ന ഏറ്റവും ചെറിയ ആൽക്കെയിൻ 7 കാർബണാണ് വേണ്ടത്. അതിന്റെ ഇതാണ് 3-methyl hexane and 2,3-dimethyl pentane. The smallest alkane which can show chain isomerism contain 5 carbon atom. That is also correct. ചെയിൻ ഐസോമറിസം കാണിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ആൽക്കൈനിൽ 5 കാർബൺ ഉണ്ടാകണം. അത് ശരിയാണ്. ഇതാണ് ആൽക്കൈൻ. ചെയിൻ ഐസോമറിസം കാണിക്കണമെങ്കിൽ 5 കാർബൺ വേണം. 4 കാർബൺ ആണെങ്കിൽ ചെയിൻ ഐസോമറിസം കാണിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ചെയിൻ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കാർബൺ 5 ബാലൻസ് ആയി പോകും. സോ ആൽക്കൈനും ആൽക്കീൻ ആണെങ്കിൽ 4 കാർബൺ മതി ചെയിൻ ഐസോമറിസം കാണിക്കണമെങ്കിൽ. ആൽക്കൈൻ ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ മിനിമം 5 കാർബൺ ആണ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഫോർത്ത് വൺ, the smallest alkene which can show geometrical isomerism contain 4 carbon atom. That's also correct. Geometrical isomerism കാണിക്കണമെങ്കിൽ ഏറ്റവും ചെറിയ ആൽക്കീനിൽ 4 കാർബൺ വേണം. ബ്യൂട്ട് 2 ആണ് ആൻസർ. ബ്യൂട്ട് 2. ഇതിനേക്കാളും ചെറിയ ആൽക്കീൻ ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. ഈഥീൻ കാണിക്കത്തില്ല, പ്രൊപ്പീൻ കാണിക്കത്തില്ല, ബ്യൂട്ട് 1 ഒന്നും കാണിക്കത്തില്ല. ബ്യൂട്ട് 2. That's also correct. So the correct answer is 1, 2, 3 and 4. സ്റ്റേറ്റ്മെന്റ് ആണ്. സമയം കൺസ്യൂം ചെയ്യും. അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യണം. ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്തിരി ഇതായിട്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. 4 കറക്റ്റ് ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഷോ സിസ്ട്രാൻസ് ഐസോമറിസം? സിസ്ട്രാൻസ് ഐസോമറിസം കാണിക്കുന്ന ഏത്? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഏത്? അറിയില്ലേ? ഫസ്റ്റ് വൺ കാണിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് CH3, രണ്ടും ഡിഫറൻ്റ് ആണ്. ഈ കാർബണിൽ ക്ലോറിൻ, CH3 ഡിഫറൻ്റ് ആണ്. ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിലും ഫർദർ ആയിട്ട് ലിങ്ക് ആയിരിക്കുന്ന ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഡിഫറൻ്റ് ആയിരുന്നാൽ അത് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. രണ്ടാമത്തത് കാണിക്കത്തില്ല. ഈ കാർബണിൽ ഇരിക്കുന്ന രണ്ടും ഹൈഡ്രജൻ ആണ്, ഈ കാർബണിൽ ഇരിക്കുന്ന രണ്ടും ബ്രോമിൻ ആണ്, കാണിക്കത്തില്ല. തേർഡ് വൺ അത് കാണിക്കത്തില്ല. CH3 ടോയ്സ് C ആണ്. അപ്പൊ ഈ കാർബണിലെ 2 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് CH3 എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതും കാണിക്കത്തില്ല. ഫോർത്ത് വൺ അത് എക്സിബിറ്റ് ചെയ്യും. ഈ കാർബണിൽ ഹൈഡ്രജൻ C6H5, ഈ കാർബണിൽ ഹൈഡ്രജൻ CH3 ഡിഫറൻറ്റ്. അപ്പൊ 1 and 4 ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. 1 ഉം 4 മാത്രമേ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തുള്ളൂ. 2 ഉം 3 ഉം ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 48. How many structural isomeric alkynes possible for C5H8? C5H8 ന് എത്ര സ്ട്രക്ചറൽ ഐസോമറിക് ആൽക്കൈൻസ് ഉണ്ടാകും? 5 കാർബൺ വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന കാർബൺ സ്കെലിറ്റൻ 3 സ്കെലിറ്റൻ ആണ്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ജനറൽ ഫോമിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആൽക്കൈൻസ് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്താൽ സെയിം, ഇവിടെ പ്ലേസ് ചെയ്താലും സെയിം. ഇതിൽ ഇവിടെ മാത്രമേ ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ എവിടെ ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്താലും കാർബണിന്റെ വാലൻസി 5 ആയി പോകും. അപ്പൊ രണ്ടാമത്തെ സ്കെലിറ്റനിൽ ഒരു സ്ഥലത്തെ ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കാർബൺ ഇപ്പൊ തന്നെ 4 വാലൻസി ആയി. ട്രിപ്പിൾ ബോണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 6 വാലൻസി ആയി പോകും. അപ്പൊ നോക്കുവാണെങ്കിൽ 3 ഐസോമറേ ഉള്ളൂ. ഈ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ട്രിപ്പിൾ ബോണ്ട് എഴുതിയാൽ മതി. നമുക്ക് കിട്ടുന്നത് ഓരോ ഐസോമർ ആയിരിക്കും. ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് ട്രിപ്പിൾ ബോണ്ട് എഴുതണം. ഇവിടെ എഴുതുമ്പോൾ ഇവിടെ എഴുതരുത്, ഇവിടെ എഴുതുമ്പോൾ ഇവിടെ എഴുതരുത്. ഇതിൽ ഓക്കെ, ഓപ്ഷൻ 1 is the correct answer. Question number 49. C5H12O is a monohydric alcohol. How many structural isomeric alcohols are possible? How many of them these contain chiral center? മോണോഹൈഡ്രിക് ആൽക്കഹോൾ ആണ് C5H12O. അപ്പൊ അതിന് എത്ര സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ടാകും? ആദ്യം 5 കാർബൺ വെച്ചിട്ട് നമുക്ക് കാർബൺ സ്കെലിറ്റൻ എഴുതാം. നേരത്തെ എഴുതിയതുപോലെ തന്നെ 3 സ്കെലിറ്റൻ ആണ് ഉള്ളത്. എല്ലാത്തിനും ഈ ഐസോമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ കാർബൺ സ്കെലിറ്റൻ ആണ് ബേസിക്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ OH ഇടാം, ഇവിടെ OH ഇടാം, ഇവിടെ OH ഇടാം. ആദ്യത്തെ ഇതിൽ 3 എണ്ണം ഉണ്ടാകും. രണ്ടാമത്തെ ഇതിൽ 4 ആൽക്കഹോൾ ഉണ്ടാകും. ഈ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം OH ഇടുമ്പം ഡിഫറൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാർബണിൽ OH ഇട്ടാലും ഇത് OH ഇട്ടാലും മാത്രമാണ് സെയിം, മറ്റെല്ലാം ഡിഫറൻ്റ് ആണ്. EN-ഉം സെയിം അല്ല. ഇവിടെ ഒരു ബ്രാഞ്ച് ഇരിപ്പുണ്ട്, സിമെട്രിക്കൽ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഇവിടെ മാത്രമേ OH ഇടാൻ പറ്റത്തുള്ളൂ, ബാക്കി എവിടെ ഇട്ടാലും സെയിം ആണ്. നടുക്കത്തെ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, OH ഇടാൻ പറ്റത്തില്ല. സോ 8 സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് ഉള്ളത്. 8 ടിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം OH ഇടുമ്പം ഓരോ ഐസോമേഴ്സ് ആയിരിക്കും കിട്ടുക. 3, 4, 3, 7, 8. സോ ഒരു ആൻസർ 8 ആണ്. 8 വരുന്ന ഒരെണ്ണേ ഉള്ളൂ. സോ അടുത്തതിന് നോക്കേണ്ട കാര്യമില്ല. ആൻസർ അപ്പോഴേനും നമുക്ക് ഇത് ചെയ്യാം. എന്നാലും എത്ര എണ്ണത്തിൽ കൈറൽ സെന്റർ ഉണ്ട് നോക്കാം. കൈറൽ സെന്റർ ഉള്ളത് ഇവിടെ OH ഇടുമ്പം ആ കാർബൺ കൈറൽ സെന്റർ ആണ്. ആ OH ഇടുന്ന കാർബൺ കൈറൽ സെന്റർ ആണ്. അപ്പൊ അത് കൈറൽ സെന്റർ ഉള്ളതാണ്. ഇവിടെ OH ഇടുമ്പം അത് കൈറൽ സെന്റർ അല്ല. ഇനി ഇവിടെ OH ഇടുമ്പം അത് കൈറൽ സെന്റർ ആണ്. ആ കാർബൺ തന്നെ കൈറൽ സെന്റർ ആണ്.
ഇവിടെ OH ഇടുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയ പോലെ തൊട്ടടുത്ത കാർബൺ എന്തോന്നാകുമെന്ന് പറഞ്ഞാൽ കൈറൽ സെന്റർ ആകും. അതാണ് ആ ക്വസ്റ്റ്യന്റെ വേറെ ഒരു പ്രത്യേകത. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ OH ഇടുമ്പം ആ കാർബൺ അല്ല കൈറൽ സെന്റർ ആകുക, ഈ കാർബൺ കൈറൽ സെന്റർ ആകും. നമുക്ക് അങ്ങനെയല്ല, എത്ര സ്ട്രക്ചറൽ ഐസോമർ പോസിബിൾ, അതിൽ എത്ര എണ്ണത്തിൽ കൈറൽ സെന്റർ ഉണ്ടെന്നാണ് ചോദ്യം. OH ലിങ്ക് ആയിരിക്കുന്ന കാർബൺ കൈറൽ സെന്റർ ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഈ ടിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് റൗണ്ട് ചെയ്തിരിക്കുന്നതിലെല്ലാം OH ഇടുമ്പം അവിടെ കൈറൽ സെന്റർ ഉണ്ടാകും. ഇതിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ OH ഇടുമ്പോൾ ആ കാർബൺ അല്ല കൈറൽ സെന്റർ, തൊട്ടടുത്ത കാർബൺ കൈറൽ സെന്റർ ആകും. നിങ്ങൾ വേറെ ഏത് എക്സാമ്പിൾ നോക്കിയാലും അങ്ങനെ തൊട്ടടുത്ത കാർബൺ പോലും എന്തോന്നും ആകത്തില്ല, കൈറൽ സെന്റർ ആകത്തില്ല. തൊട്ടടുത്ത കാർബണിലെല്ലാം ഒന്നിൽ കൂടുതൽ എന്തോന്ന് കാണും, ഹൈഡ്രജൻ കാണും. സോ ദ ആൻസർ ഈസ് 8 and 3, ഫസ്റ്റ് ഓപ്ഷൻ. Next one. Question number 50. Given below are two statements. Statement 1. Stereoisomers related to each other as non-superimposable but not mirror images are called enantiomer. That is incorrect. Stereoisomers related to each other as non-superimposable and mirror images are called enantiomer. അപ്പോൾ ഇവിടെ enantiomer എന്ന് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ തെറ്റാണ്. ഇത് ഡയാസ്റ്റീരിയമറിന്റെ ഡെഫിനിഷൻ ആണ്. Statement 2. Enantiomers possess different physical properties, namely melting point, boiling point, etc. അതും തെറ്റാണ്. Enantiomersന് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എല്ലാം സെയിം ആയിരിക്കും. They rotate the plane polarized light in equal in amount but opposite direction. ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, റൊട്ടേഷൻ പോലും ഈക്വൽ ആണ്. അപ്പോൾ അതും തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 both are incorrect. അപ്പം ഓപ്ഷൻ 3 ആണ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are false. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം എഴുതാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. So a very good day to all of you. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാൻ ഡയറക്റ്റ് ആയിട്ട്. സെക്ഷൻ A, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A and B are two equal masses m each are arranged as shown in the figure. The string is massless and the pulley is smooth and ideal. A rider of mass m is placed on the mass B for some time and then removed thereafter. അപ്പോൾ ഈ രണ്ട് മാസം ആദ്യമേ തന്നിരിക്കുന്ന ഐഡന്റിക്കൽ മാസസ് ആണ്. ഐഡന്റിക്കൽ മാസസ് എടുക്കുമ്പോൾ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 വരും, നെറ്റ് ആക്സലറേഷന്റെ വാല്യൂ 0 വരും. ദേ വിൽ ബി അറ്റ് റെസ്റ്റ്. ബട്ട് വൺ റൈഡർ ഈസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്, ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ A ഈക്വൽ ടു m പ്ലസ് m മൈനസ് ക്യാപിറ്റൽ M ഇൻറ്റു G ഡിവൈഡഡ് ബൈ m പ്ലസ് സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M എന്ന് വരും. ഇതാണ് അവൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന ആക്സലറേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഈ റൈഡറിനെ എടുത്ത് മാറ്റിയാൽ അവിടെ നമുക്കൊരു ആക്സലറേഷൻ്റെ വാല്യൂ 0ലേക്ക് വരും. ഈ ചെറിയ മാസിനെ എടുത്ത് മാറ്റിയാൽ ആക്സലറേഷൻ്റെ വാല്യൂ 0ലേക്ക് വരും, എയുടെ വാല്യൂ 0 വരും. പക്ഷേ ആ സമയത്ത് എന്താണോ വെലോസിറ്റി, ആ വെലോസിറ്റി ഇത് കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി മൂവിങ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ബോത്ത് A and B കണ്ടിന്യൂ ദെയർ മോഷൻ വിത്ത് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് ആകുമ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ 0 വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. കേട്ടോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. M is resting on a smooth surface and the block is kept in contact with M remain at rest and the system is accelerated with an acceleration A. The coefficient of friction between M and small m will be equal to. ഇവിടെ നമുക്കൊരു വലിയ മാസ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ മാസിനെ നമുക്ക് ഇതായിട്ട് കോൺടാക്റ്റിൽ ഇങ്ങനെ വയ്ക്കാം. മൂവിങ് വിത്ത് ആൻ ആക്സലറേഷൻ A. അപ്പോൾ ഈ പോയിന്റിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് ആക്ടിങ്, ഫോഴ്സ് ഗവൺ ബൈ സ്മോൾ m ഓൺ ക്യാപിറ്റൽ M. That will be equal to small m into A. അല്ലേ? ആക്സലറേഷനോടെ ഫോഴ്സ് ഈ മാസിന് കിട്ടും, ഇങ്ങോട്ട് കംപ്രഷൻ വരും, ദാറ്റ് ഈസ് m into A വരും. അപ്പോൾ ഇവിടെ താഴത്തോട്ടുള്ള വെയിറ്റ് mg എന്ന് കൊടുക്കാം, ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ff എന്ന് കൊടുക്കാം. അപ്പോൾ mg ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് എടുക്കാം. സോ ദാറ്റ് ഈസ് mg സ്മോൾ m ആണ്, സ്മോൾ m into g ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ ഫോഴ്സ് എന്താ mu s into നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ m into A എന്നാണ്. അപ്പോൾ m ക്യാൻസൽ ആയി പോയി. സോ mu s ഈസ് ഈക്വൽ ടു g by A എന്ന് കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു g by A. mu s ഈസ് ഈക്വൽ ടു G by A. Answer is option 4. Question number 3. Two masses 4 kg and 8 kg are pulled along a smooth surface by steady force of 60 Newton. അപ്പോൾ ഇവിടെ നമ്മളൊരു 4 kg മാസ് വയ്ക്കും. സ്പ്രിങ് വഴി will connect it to 8 kg mass, applying a force of 60 Newton on it. ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഈ സ്പ്രിങ്ങിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ രണ്ട് മാസിനും കിട്ടുന്ന ആക്സലറേഷൻ കോമൺ ആക്സലറേഷൻ ആയിരിക്കും. ആ ആക്സലറേഷൻ വാല്യൂ എടുത്താൽ അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 8 + 4 12 ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് 5 m/s² ആണ് ഇതിന് കിട്ടുന്ന ആക്സലറേഷൻ. ഇനി സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ടെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 4 kg എടുക്കുകയാണെങ്കിൽ 4 kg വരുന്ന ടെൻഷൻ ഇങ്ങോട്ട് T മുന്നോട്ട് വലിക്കുന്നുണ്ട്. ഇതാണ് ആക്സലറേഷൻ A. അപ്പോൾ ടെൻഷൻ T ഈസ് ഈക്വൽ ടു 4 into ആക്സലറേഷൻ 4A, റൈറ്റ്?
4 into 5, which is equal to 20 Newton. So answer is 20 Newton. മനസ്സിലായോ? അപ്പോൾ ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിംഗ് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ സ്പ്രിങ്ങിൽ ഉള്ള ഫോഴ്സിനെ കുറിച്ചാണ് ചോദ്യം. ഫുള്ളി സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ 2 മാസത്തിന് ഒരേ ആക്സിലറേഷൻ വരും. അതുകൊണ്ട് ആദ്യം ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് ടെൻഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ദിസ് എ മെത്തേഡ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. A man of mass m is pulling a body of mass m with an upward acceleration as in the figure. The normal reaction from the ground is given by. അപ്പോൾ താഴത്തോട്ട് ആക്ട് ചെയ്യുന്നവൻ്റെ വെയിറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്, mg താഴത്തോട്ട് വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വലിക്കുമ്പോൾ ഈ മാസിന് കിട്ടുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മാസ് ഇസ് മൂവിങ് അപ്വേർഡ്, ഇതിന് കിട്ടുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ ടെൻഷൻ? ടി ഈസ് ഈക്വൽ ടു mg പ്ലസ് m into a എന്നല്ലേ? കാരണം when it is moving upward the reaction force will increase. So weight കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. That is mg plus ma. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് he has to apply in the downward direction എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവൻ്റെ വെയിറ്റ് that is mg മൈനസ് ഈ സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് that is mg plus ma. So the answer is mg minus ma കേട്ടോ. സോ കാരണം മോളോട് വലിക്കുന്ന സമയത്ത് ഈ റിയാക്ഷൻ ഫോഴ്സിന്റെ വാല്യൂ കൂടും. അപ്പോൾ mg plus ma, ഈ ചെറിയ മാസ് mg പ്ലസ് ചെറിയ മാസ് ma റിയാക്ഷൻ ഫോഴ്സ് കൂടും. പിന്നെ അവൻ്റെ വെയിറ്റിനെ അവൻ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വെയിറ്റ് മൈനസ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ മാസ് മൂവിങ് അപ്വേർഡ്സ്. Question number 5. A body resting on a smooth surface, the number of forces which are electromagnetic in origin will be equal to. Resting on a surface എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. പിന്നെ നോർമൽ റിയാക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 2. Question number 6. A shell at rest explodes into 2 fragments. If the fragments have masses 6 kg and 8 kg, their momenta will be in the ratio. Explosion എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റത്തിന്റെ വാല്യൂ 0 ആണ്. ഫൈനൽ മൊമെന്റം എന്ത് തന്നെയായിരിക്കും? 2 മാസസ് ആയിട്ട്. അപ്പോൾ m1 v1 plus m2 v2 will be equal to 0 എന്നാണ്. അപ്പോൾ m1 v1ന്റെ വാല്യൂ എന്തായി? is equal to minus m2 v2. The ratio of momenta will be 1:1. So answer is 1:1 കേട്ടോ. Question number 7. 3 masses m1, m2 and m3 are connected by light strings. The masses are pulled along a smooth horizontal surface by constant force F. If the value of tension T1 is T, tension T2 is equal to applied T2 എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ടെൻഷൻ ആണ് അല്ലേ? ഇവിടെ ഇതിനിടയിലുള്ള ടെൻഷൻ ആണ്. അപ്പോൾ T2 will be equal to applied force F ഉണ്ട്, applied force into mass behind ഏതാ? m3 divided by total mass, that is m2 plus m3. The tension T2 will be equal to, ഇങ്ങനെയാണ് വരുന്ന ഇക്വേഷൻ. ഇവിടെ തന്നിരിക്കുന്ന ടേംസിൽ എടുക്കാം. ടി എന്ന് പറയുന്നത് ടെൻഷൻ T1ന്റെ വാല്യൂ ആണ് ടി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ m1 എന്ന് കൊടുക്കാം. ഇത് m1, ഇത് m2, ഇത് m3 എന്നിങ്ങനെ കൊടുക്കാം. So this is T1, it is equal to T, ഇത് T2. So what is T1 value? The T1 is equal to applied force F into mass behind m2 plus m3 divided by total mass m1 plus m2 plus m3 എന്ന് എടുക്കാം. അതുപോലെ T2ന്റെ വാല്യൂ എന്ത് വരും? T2 is equal to applied force into m3 divided by m1 plus m2 plus m3 ഇങ്ങനെ വരും. അപ്പോൾ T1 by T2 അല്ലെ നമുക്ക് T2 അല്ലേ കണ്ടുപിടിക്കണ്ടേ? T2 by T1, T is equal to m3 divided by m2 plus m3. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോലോ. m2 plus m3. അപ്പോൾ f by m1 plus m2 plus m3 ക്യാൻസൽ ആയി പോകും. അപ്പോൾ T2 is equal to m3 into T divided by m2 plus m3 എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ടേംസ് ഓഫ് ടെൻഷൻ T1 ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻസ്. അതിനകത്ത് f by m1 plus m2 plus m3 നമുക്ക് ക്യാപിറ്റൽ ടിയുടെ ടേംസിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് m3 into T divided by m2 plus m3 കേട്ടോ. Question number 8. 2 masses m1 and m2 are arranged on a rough horizontal surface as shown in the figure. System is released, m1 moves with a steady speed. The coefficient of friction between m1 and m2 will be equal to. So if the system is released, they are moving with a constant speed എന്നാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെൻഷൻ T, ഇവിടെ ടെൻഷൻ T, ആ T എന്ന് പറയുന്നത് is equal to frictional force ആണ്. അപ്പോൾ that is m2g is equal to mu into m1g. So what is the coefficient of friction? Mu is equal to
m2 by m1. Mu is equal to m2 by m1 ആയിട്ട് മാറും. Answer is option 1. Clear? അടുത്ത question number 9. A block is placed on a level surface of coefficient of friction mu. A horizontal force F is needed to make it move. The block is pulled with a force making an angle theta with the horizontal. അപ്പോൾ ഈ ഒരു ഫോഴ്സ് വേണം. ദാറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് ഇസ് നീഡഡ് ടു മേക്ക് ഇറ്റ് മൂവ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് എന്ന് പറയുന്നതിന് എഫിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് എം എസ് എടുക്കാം. ക്യാപിറ്റൽ എഫിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് എം എസ് എന്ന് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്ന് കൊടുക്കാം. അവിടെ മ്യൂ എസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്താ എം ജി വരും. അപ്പോൾ ഇത്രയും നമുക്ക് ഓർത്തിരിക്കാം. ഇക്വേഷൻ വേണമെന്ന് എടുക്കാം. ഇനി പുതിയ ഫോഴ്സ് നമുക്ക് എഫ് ഡാഷ് എന്ന് കൊടുക്കാം. ഈ ഫോഴ്സിന് നമുക്ക് വിൽ ടേക്ക് ഇറ്റ് ആസ് എഫ് ഡാഷ്. അപ്പോൾ എഫ് ഡാഷിന് രണ്ട് റിസോൾവ് ചെയ്താൽ ഇത് എഫ് ഡാഷ് കോസ് തീറ്റ വരും, ആൻഡ് ദിസ് വിൽ ബി എഫ് ഡാഷ് സൈൻ തീറ്റ എന്ന് വരും അല്ലേ. എഫ് ഡാഷ് സൈൻ തീറ്റ എന്ന് വരും. ഇത് നോർമൽ റിയാക്ഷൻ ആണ്. ഇവിടെ താഴത്തോട്ട് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വി ഗെറ്റിംഗ് എഫ് ഡാഷ് സൈൻ തീറ്റ പ്ലസ് നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എം ജി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എം ജി മൈനസ് എൻ ഈക്വൽ ടു എം ജി മൈനസ് എഫ് ഡാഷ് സൈൻ തീറ്റ. എം ജി മൈനസ് എഫ് ഡാഷ് സൈൻ തീറ്റ എന്ന് കിട്ടും. So therefore f dash cos theta should be greater than or equal to mu s into normal reaction in the mg minus f dash sin theta. F dash cos theta should be greater than or equal to mu s mg minus mu s into f dash sin theta. So what will be f dash now? What will be f dash? F dash is greater than or equal to mu s mg divided by cos theta plus mu s sin theta. Cos theta plus mu s sin theta. അതിൽ mu s mg എന്താ? What is mu s mg? ഇക്വേഷൻ വേണ്ടുന്ന എഫ് അല്ലേ അപ്ലൈ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് ഡാഷിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് mu s sin theta. Cos theta plus mu s sin theta. So answer is option 4. Clear? Now question number 10. The block weighing 3 kg is pulled up as in the figure. If the pulling force F is 18 Newton, the acceleration of the block is neglect the weight of the pulley and the rope, and G is 10 meter per second square. തന്നിരിക്കുന്നത് ഇവിടെ പുൾ അപ്പ് ആണ്. മുകളിലോട്ട് ഒരു ആക്സലറേഷൻ ഉണ്ട്, താഴത്തോട്ട് അതിൻ്റെ വെയിറ്റ് 3G ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 times FL. അവിടെയും വരും ഇവിടെയും വരും എഫ്. അപ്പോൾ 2F അപ്പോൾ 2F മൈനസ് 3G ഈക്വൽ ടു 3A എന്ന് വരും അല്ലേ. 2F മൈനസ് 3G ഈക്വൽ 3A. അപ്പോൾ 2 into 18 മൈനസ് 30 ഈക്വൽ ടു 3A എന്ന് കിട്ടും. സോ 36 മൈനസ് 36 വരും. 6 is equal to 3A. സോ ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക് വിൽ ബി ഈക്വൽ ടു 2 meter per second square എന്ന് കിട്ടും. A ഈക്വൽ ടു 2 meter per second square. Question number 11. The force F produces an acceleration A on the body, then F is the sum of external force only. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൺസർവേഷൻ ലൈൻ മൊമെന്റം വെച്ചിട്ടൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് dp/dt. അവിടെ ഇന്റേണൽ ഫോഴ്സിന് പരസ്പരം ക്യാൻസൽ ആയി പോകും. സോ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ് ആക്സലറേഷൻ ഇസ് ഓൺലി external force. Question number 12. A billiard ball of mass m and velocity u strikes a wall at an angle of 60 degree with the wall. The magnitude and direction of impulse of the ball. ഇവിടുത്തെ ചോദ്യം ഓൺ ദ വാൾ ആണ്. ഈ വാളിലുള്ള ഇമ്പൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ തന്നിരിക്കുന്നത് മൊമെന്റത്തിന് ചേഞ്ച് വരുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ബോൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2mu sin 60 എന്ന് വരും. ഇത് മൊമെന്റത്തിന്റെ ചേഞ്ച് ഓൺ ദ ബോൾ ആണ്, ഓഫ് ദ ബോൾ. സോ വി ഗെറ്റിംഗ് -√3mu എന്ന് കിട്ടും. മൊമെന്റം ചേഞ്ച് ഓൺ ദ ബോൾ. ബട്ട് ദ മാഗ്നെറ്റിക് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ഓൺ ദ ബോൾ ആണെങ്കിലോ, therefore on the wall ആണെങ്കിൽ it is in the opposite direction of this change in momentum, that is +3mu എന്ന് വരും. That is along the positive x direction. Positive x direction. Positive x direction. That is √3mu in the positive x direction. കേട്ടോ. Question number 13. Of the following, the wrong statement is according to Newton's mechanics, the action is the cause and the reaction is the effect. Reaction and action is acting on the two different bodies. അപ്പോൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നതല്ല ആക്ഷൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോസും റിയാക്ഷൻ ഒരു ബോഡിയിൽ വരുന്നതായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല വരുന്നത്. ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ആർ ആക്ടിങ് ഓൺ ടു ഡിഫറെന്റ് ബോഡീസ് ആണ്. അപ്പോൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന
ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. ആ ഫോഴ്സ് കാരണം തിരിച്ച് ഫസ്റ്റ് ബോഡിയിൽ കിട്ടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ. അപ്പോൾ ഒരു ബോഡിയിലല്ല ആക്ഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആക്ഷൻ ഇസ് ദ കോസ് ആൻഡ് റിയാക്ഷൻ ഇസ് ദ എഫക്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Of the following sets of the four forces, the one which keeps a body in equilibrium is. അപ്പോൾ രണ്ട് ഫോഴ്സിനെ സം ചെയ്യുമ്പോൾ, അപ്പോൾ രണ്ട് ഫോഴ്സിനെ സം ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഫോഴ്സ് ആ സമ്മിൻ്റെ അകത്ത് നിൽക്കണം. ഫോർ എക്സാമ്പിൾ 6 + 12 ചെയ്തു, നമുക്ക് കിട്ടുന്ന വാല്യൂ 18 ന്യൂട്ടൺ ആണ്. അപ്പോൾ 14 ന്യൂട്ടൺ എന്ന് പറയുന്നത് 18 ന്യൂട്ടൻ്റെ താഴെ വരുന്ന വാല്യൂ ആണ്. 6 - 12 ചെയ്യുമ്പോൾ 12 - 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6 ന്യൂട്ടൺ ആണ്. അപ്പം 6 ന്യൂട്ടൺ 14 ന്യൂട്ടൺ ആണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഫോഴ്സ് പിന്നെ 18 ന്യൂട്ടൺ കണ്ടോ. അപ്പോൾ മൂന്നാമത്തെ ഫോഴ്സ് ഷുഡ് ലൈ ഇൻസൈഡ് A + B ആൻഡ് ഷുഡ് ബി മോർ ദാൻ A - B. ആ ഫോമിൽ നിൽക്കണം. അത് 18 ന്യൂട്ടൺ ആണെങ്കിൽ പോലും അത് പറ്റില്ല. അപ്പോൾ ഈ വാല്യൂ ആണെങ്കിൽ പോലും പറ്റില്ല. ഷുഡ് ബി ലൈങ് എബോവ് ഡിഫറൻസ് ആൻഡ് ബിലോ ദ സം. Then satisfies the condition of equilibrium. Question number 15. A body of weight 13 Newton is suspended by a rope of length 2 meters from the ceiling. A force of 14 Newton is applied in the horizontal direction at the midpoint of the rope. The angle made by the rope with the vertical when the body is in equilibrium is equal to. അപ്പോൾ angle made by the rope എന്ന് വെച്ചാൽ tan theta is equal to applied force by weight എന്നാണ്. applied forceന്റെ വാല്യൂ 14 ന്യൂട്ടൺ, വെയിറ്റിന്റെ വാല്യൂ എത്രയാ? വെയിറ്റ് പറഞ്ഞ് 30 ന്യൂട്ടൺ. സോ 330. സോ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് 4/3 എന്ന് കിട്ടും. So theta is tan inverse of 4/3. Tan inverse of 4/3 എത്രയാ? 53 degree. So theta is equal to 53 degree. കേട്ടോ. Answer is option 2, 53. Question 16. In the above problem, the tension T in the string is ടെൻഷൻ്റെ വാല്യൂ തൊട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അത് ടെൻഷൻ്റെ വാല്യൂ കണ്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ടെൻഷൻ ഇത് നമുക്ക് റിസോൾവ് ചെയ്ത് ഇങ്ങനെ എടുത്തൂടെ. ഇത് T cos theta അല്ലേ. അപ്പോൾ T cos theta വാല്യൂ എത്ര? T cos theta is equal to 30 ന്യൂട്ടൺ. അപ്പോൾ T into cos theta is 3/5 എന്ന് വരും. 3/5 cos 53 is 3/5, that is equal to 30. അപ്പോൾ T equal to 50 ന്യൂട്ടൺ എന്ന് കിട്ടും. So the answer for the 16th question is 50 ന്യൂട്ടൺ. 16th question ആണ്, പക്ഷേ ഡയഗ്രാം കിടക്കുന്നത് 15ലാണ്, അതുകൊണ്ടാണ് ഇവിടെ ചെയ്തത് കേട്ടോ. Question number 17. The maximum acceleration of the train in which a box lying on the floor will remain stationary will be equal to. So the maximum acceleration should not be more than the maximum acceleration produced by the friction. So A equal to μs into G എന്ന് വരും. A equal to μs ന്റെ value is equal to 0.25. G യുടെ value നമുക്ക് 10 എന്ന് കൊടുക്കാം. So A equal to 2.5 meter per second square. Should not be, the acceleration of the train should not be more than this acceleration. If it is more than this, then the mass will fall down from the train. Yeah. Question number 18. The acceleration of the block and the trolley system shown in the figure is, if the coefficient of kinetic friction between the trolley and the surface is, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ്റെ വാല്യൂ 0. മ്യൂവിൻ്റെ വാല്യൂ 0.05 തന്നിട്ടുണ്ട്. ഇവിടെ 20 കിലോഗ്രാം ഇവിടെ ഇരിക്കുന്നു, ഇവിടെ മുന്നോട്ട് വലിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ 4 കിലോഗ്രാം ഇവിടെ ഹാങ് ചെയ്യുന്നു. ഇവിടെ താഴത്തോട്ട് വരുന്ന വെയിറ്റ് 4G, ടെൻഷൻ T. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 4G minus mu into 20G divided by 4 plus 20. A equal to 40 minus 0.05 is 5/100, 1/20. You will be getting 10. 10 divided by 24. Correct? Mu into 20G. Mu into value 5/100 എന്നല്ലേ. 5/100 into 20 into G വരും. അതാണ് 10 എടുത്തിരിക്കുന്നത്. അപ്പോൾ 30/24. 30/24 6 5s are 30. 6 4s are 20. 5/4 meter per second square. Answer is 5/4 meter per second square. Question number 19. In the above question, the tension in the string will be equal to. T യുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ T is equal to താഴത്തോട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ഇവിടെ ഇങ്ങനെ എടുക്കാം. ഇതാണ് T. ആക്സലറേഷൻ വാല്യൂ കിട്ടി, ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എടുക്കാം. So the equation becomes 4G minus T equal to 4A. ആക്സലറേഷൻ വാല്യൂ കൊടുത്താൽ മതി. 40 minus T equal to 4 into A ക്ക് എത്രയാണ്? 5/4 എന്ന് കൊടുക്കാം. T equal to 40 minus 5, it is equal to 35 Newton. 35 Newton. So tension is. Question number 20.
A mass of 10 kg rests on a rough inclined plane of inclination 30 degree and the coefficient of friction is 0.58. The frictional force acting on the body will be equal to. നിങ്ങൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു മാസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ വരുന്ന mg sin θ അല്ലേ, ആ വാല്യൂ ചെക്ക് ചെയ്തിട്ട് FMSന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ FMSന്റെ വാല്യൂ എടുത്താൽ വിൽ ബി ഗെറ്റിംഗ് μs ഇൻറ്റു mg cos θ എന്ന് കിട്ടും. ഇതാണ് നോർമൽ റിയാക്ഷൻ. ഇത് mg cos θ ആണ്, ഇത് mg ആണ്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ mg sin θ ദ മാസ് വിൽ നോട്ട് മൂവ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മോർ ദാൻ mg sin θ വരും. കാരണം mg sin θയുടെ വാല്യൂ എന്ന് പറയുന്നത് mg is 10 into 10 is 1/2, sin 30 is 1/2, so we'll be getting 15 Newton. അപ്പോൾ ഇവിടെ FMSന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മ്യൂസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.58, മാസിന്റെ വാല്യൂ 10 ഉണ്ട്. 10 into cos 30 is √3/2. Check that, you will be getting more than 15 Newton കിട്ടും. അപ്പോൾ FMSന്റെ വാല്യൂ mg sin θ-നേക്കാളും കൂടുതലായതുകൊണ്ട് ഈ മാസ് താഴത്തോട്ട് മൂവ് ചെയ്യില്ല. അങ്ങനെ മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയായിരിക്കും കേട്ടോ. FMSനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയാണോ അത് തന്നെയായിരിക്കും അവൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് വരുന്നത്. ആൻസർ 15 Newton. A block of mass 6 kg is pulled by a force F equal to 14 Newton as in the figure. The normal reaction on the block will be equal to. Normal reaction on the block. തന്നിരിക്കുന്നതിനകത്ത് പടം ക്ലിയർ അല്ല. 6 kg. A block of mass 6 kg is pulled by a force of F equal to 14 Newton. The normal reaction. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് 6 kg ആണ് ഫോഴ്സ്, 30 degree, F cos 30, F sin 30. Normal reaction is normal reaction n വരുന്നത്, that is n plus F sin 30 equal to mg, n plus F sin 30 equal to mg. N equal to mg minus F sin 30. mg is 60 minus F in the value 40/2. 60 minus 20, we're getting 14 Newton. 14 Newton. Answer is option 3, 14 Newton. 22. A block of mass 3 kg is pressed against a vertical wall. Minimum horizontal force needed will be equal to. അപ്പോൾ ഇവിടെ നമുക്കറിയാം താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റ് ഇറ്റ് ഇസ് ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷൻ എന്നാണ്. ഇറ്റ് ഇസ് ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷൻ. ഈ ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ mg എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു FMS ആണ്. mg is equal to μs into normal reaction, F ആണ്. അപ്പോൾ F ന്റെ വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു mg by μs. m ന്റെ വാല്യൂ 330 ഡിവൈഡഡ് ബൈ μs ന്റെ വാല്യൂ 0.4, 4/10. 4/10, that is 300 by 4, which is equal to 75 Newton. കേട്ടോ. So mg equal FMS വരും. അതിൽ mg equal FMS, അതുകൊണ്ടാണ് താഴത്തോട്ട് മൂവ് ചെയ്യാത്തത്. അപ്പോൾ mg equal μs into F, μs into നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ F തന്നെ വരും. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ F തന്നെ വരും. F equal to mg by μs, which is equal to 30/4 into 100, 75 Newton. 23. In the given arrangement, system is in equilibrium. The frictional force on the body will be equal to. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നേരത്തെ നമ്മൾ പറയുക ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ പിന്നെ ഇവൻ്റെ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന mg sin θ തന്നെയായിരിക്കും ഇക്വിലിബ്രിയം, ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓവർകം ചെയ്താൽ മാത്രമേ അവിടെ mg cos θ ഒക്കെ എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg sin θ തന്നെയായിരിക്കും ഇതിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. കാരണം അത് ഈ പോയിന്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടില്ല. So mg sin θ, what is mg sin θ? 10 into sin 30 is 1/2, will be getting 15 Newton. 15 Newton. So 24. A bird is sitting in an airtight cage. Airtight എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കേജ് ആണ്. വയർ ഗേജ് അല്ല, ഗ്ലാസ് കേജ് ആണ്. Let the reading of the spring balance be W1. If the bird flies inside the cage, the reading of the spring balance is W2. Of the following, the true statement will be equal to. ഒരു വയർ ഗേജ് ആയിരുന്നെങ്കിൽ വ്യത്യാസം വന്നേനെ. കാരണം VROGയുടെ വാല്യൂ വ്യത്യാസം വരും. VROG ആണ് റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെയുള്ള കേസസിലൊക്കെ. അപ്പം
the volume of the air will be escaping from the wire gauge. It will remain same because it is a glass gauge. Even Paranalum, Ali Rinalum, W1, W2 same. The reaction force will remain same. Wire gauge ആണ് ഇതിങ്ങനെ വെളിയിലേക്ക് പറന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വോളിയത്തിന് വ്യത്യാസം വരും. എയർ വോളിയത്തിന് മൊത്തത്തിലുള്ള വോളിയത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും, വെയിറ്റിന് കുറവ് വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെയിറ്റ് will remain same because it is in a closed chamber. There is no escape of air. The reaction force will remain same. Question number 25. Block of mass 3 kg is pulled up with an acceleration of 2 meter per second square. The pulling force will be equal to. So താഴത്തോട്ട് ഇതാണ് അവൻ്റെ മാസ് വരുന്നത് 3 kg. 3 kg താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റ് 3g വരും. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് വരും. ഇനി മുകളിലോട്ട് പുള്ളിങ് അപ്പ് അല്ലേ, അപ്പോൾ m into a വരും. So that is f minus 3g is equal to 3 into a, or with an acceleration 2 meter per second square. അപ്പോൾ f equal to 30 plus 3 into a 6. So we'll be getting 36 Newton. F equal to 36 Newton. 26. Two masses m1 and m2 are attached to a spring which passes over a smooth pulley. The acceleration of the system is g by 2. Then m1 by m2 is equal to attached by a smooth pulley. Acceleration is a equal to m1 minus m2 divided by m1 plus m2 into g. A equivalent g by 2 g by 2 equal to m1 minus m2 divided by m1 plus m2 into g. So m1 minus m2 divided by m1 plus m2 equal to 1 by 2 therefore m1 by m2 is equal to, ratio will be getting 3:1. 7. A body is in limiting equilibrium on an inclined plane of inclination theta. The limiting force that has to be applied on the body so that it just moves up is with താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത് it is mg sin theta. ആ mg sin theta equilibrium conditions സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ mg sin theta എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു fms ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഈ ബോഡിനെ മുകളിലോട്ട് നമുക്ക് വലിച്ചു കയറ്റണമെങ്കിൽ, മുകളിലോട്ടാണ് ഞാൻ വലിക്കുന്നെങ്കിൽ ഇവിടെ ഞാൻ രണ്ട് ഫോഴ്സിനെ ഓവർകം ചെയ്യണം. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് ഇവിടെ വരുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് mg sin theta പ്ലസ് fms കൊടുക്കണം. എന്നാലും ഇതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ mg sin theta, what is fms, what is the value for fms of the surface? mg sin theta തന്നെയല്ലേ. അപ്പോൾ mg sin theta പ്ലസ് mg sin theta എന്ന് വരും. That is equal to 2mg sin theta. Equal to 2mg sin theta എന്ന് വരും. Is it clear? Answer is option 2. 28. A 40 kg slab rests on a frictionless floor. A 10 kg block rests on top of the slab. The static coefficient of friction between the slab and the block is 0.6, while the kinetic friction of the coefficient of kinetic friction is 0.4. അപ്പോൾ ഈ തന്നിരിക്കുന്നത് 40 kg ബ്ലോക്ക് ഇങ്ങനെ എടുക്കാം. ഇത് 10 kg. Newton force ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. The static coefficient of friction between the block and the slab is 0.6. അപ്പോൾ μs ന്റെ വാല്യൂ it is equal to 0.6 തന്നിട്ടുണ്ട്. And the kinetic friction μk is equal to 0.40 തന്നിട്ടുണ്ട്. The 10 kg block is acted upon by a horizontal force of 100 Newton. അപ്പോൾ ഈ 100 ന്യൂട്ടൺ ഈ രണ്ട് സർഫസിന്റെ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. സോ വാട്ട് ഇസ് fms വാല്യൂ? fms വാല്യൂ എന്ന് പറഞ്ഞാൽ μs ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഈ പോയിന്റിലായിട്ട് നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 10 kg വെയിറ്റ് അല്ലേ. μsന്റെ വാല്യൂ എത്രയാണ്? 0.6. നോർമൽ റിയാക്ഷൻ ഇസ് μsന്റെ വാല്യൂ 0.6. നോർമൽ റിയാക്ഷൻ എത്രയാണ്? 100. സോ വിൽ ബി ഗെറ്റിംഗ് 60 ന്യൂട്ടനേ ഉള്ളൂ fmsന്റെ വാല്യൂ. 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ 60 ന്യൂട്ടൺ ഈസി ആയിട്ട് ഓവർകം ചെയ്ത് അതിൻ്റെ പൊക്കത്ത് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ 100 kg 40 kg പൊക്കത്ത് റിലേറ്റീവ് മോഷൻ ഡെവലപ്പ് ചെയ്യണം. ഈ 10 kg 40 kg റിലേറ്റീവ് മോഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റിലേറ്റീവ് മോഷൻ കാരണം ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഫ്രിക്ഷനാണ് 40 kg ഒരു ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ വരും. ആ FK ആണ് 40 kg മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ്. അപ്പോൾ FK equal to 40 into A. FK is μk into
ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ 10-ന്റെ തന്നെയാണ്. അപ്പോൾ 10 into G equal to 40 into A. മ്യൂക്കേൻ്റെ വാല്യൂ എത്രയാണ്? മ്യൂക്കേൻ്റെ വാല്യൂ 0.4. അപ്പോൾ 0.4 into 10 into 10 equal to 40 into A. So we'll be getting A equal to 1 meter per second square. A equal to 1 meter per second square. 29. A force of 1 dyne produces in a mass of 2 gram an acceleration of. Direct question. Force is 1 dyne ആണ്. ഒരു dyne എന്ന് പറഞ്ഞാൽ it is equal to 10 raised to 5 Newton. Raised to minus 5 Newton. It's minus 5 Newton. മാസ് പറഞ്ഞിരിക്കുന്നത് 2 gram ആണ്. അപ്പോൾ 2 gram എന്ന് പറയുമ്പോൾ it is 2 into 10 to the power minus 3 kilogram. Acceleration the force by mass 10 raised to 5 divided by 2 into 10 raised to minus 3. So we'll be getting 5 into 10 to the power minus 3 meter per second square. So the answer is option 4. Question number 30. A force of 5 Newton gives a mass of m1. Force of 5 Newton gives a mass m1 and acceleration of equal to 8 meter per second square. We have the value 5 Newton. m1 value ഉണ്ട് and acceleration value 8 meter per second square തന്നിട്ടുണ്ട്. അപ്പോൾ what is a mass m1? F divided by a1 അല്ലേ? അടുത്ത് അതേ ഫോഴ്സ് നമ്മൾ m2 കൊടുക്കുകയാണ്. m2 കൊടുത്തു. അപ്പോൾ കിട്ടുന്ന ആക്സലറേഷൻ്റെ വാല്യൂ 24 meter per second square ആണ്. അപ്പോൾ m2ൻ്റെ വാല്യൂ എന്തായി? F2 divided by 8. അങ്ങനെയാണെങ്കിൽ രണ്ട് മാസിനെ ഒരുമിച്ച് ടൈ ചെയ്തു. അപ്പോൾ m1 by m2 എന്തായി? m1 plus m2 equal to f by a എന്ന് കൊടുക്കാം. A is the acceleration for the system. അപ്പോൾ m1ൻ്റെ വാല്യൂ f by a1, m2ൻ്റെ വാല്യൂ f by a2 equal to f by a. So new acceleration is equal to 1 by a equal to 1 by a1 plus 1 by a2. 1 by a1, a1ൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 8 plus 1 by 24, that is equal to 1 by a. Therefore a equal to 6 meter per second square. Simplified, we will get the answer as 6 meter per second square. Clear? 31. At a curved path of a road, the road bed is raised a little on the side way from the center of the curved path. The slope of the road bed is given by. നമുക്കറിയാം tan theta equal to v square by r എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? theta is equal to tan inverse of v square by rg. Direct question, direct equation. Question number 32. With what acceleration a should the box of figure descend so that the block of mass m exerts a force mg by 4 on the floor? താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ r is equal to mg minus ma ആണ്. ഇവിടെ mg by 4 is equal to mg minus m into a. Therefore a equal to 3g by 4 എന്ന് കിട്ടും. Simplified, we will be getting a equal to 3g by 4. A body of mass, question number 33. A body of mass 2 kg moves vertically downward with an acceleration of 19.6 meter per second square. Downward acceleration is 19.6 meter per second square. The force acting on the body simultaneously with the force of gravity will be equal to. അപ്പോൾ താഴത്തോട്ട് ആക്സലറേഷൻ ഉണ്ട് ഗ്രാവിറ്റിനെക്കാളും കൂടുതൽ വേഗതയിൽ പോകണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് താഴത്തോട്ട് തന്നെയാണ്. ഇത് mg ആണ്. This is the reaction force, correct? അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴത്തോട്ടാണ് ആക്സലറേഷൻ വരുന്നത്, m into a താഴത്തോട്ട്. സോ ഇവിടെ വരുമ്പോൾ m into a എന്ന് പറയുന്ന നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു f plus mg ആണ്. f plus mg, that is 2 into 19.6 is equal to f plus 2 into 9.8. Therefore f is equal to 19.6 Newton has to be applied in the downward direction so that it is moving with an acceleration of 19.6 meter per second square. Question number 34. Consider the following statement about the blocks shown in the diagram. They are being pushed by a constant force on a frictionless table. All the blocks move with same acceleration. ശരിയാണ്. എല്ലാ ബ്ലോക്സും ഒരേ ആക്സലറേഷൻ തന്നെയായിരിക്കും പോകുന്നത്. The net force on each block is same, which of the net force is same അല്ലല്ലോ. Net force same അല്ല, കാരണം ഓരോ ബ്ലോക്കിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ that depends upon the masses in front. അപ്പോൾ ടോട്ടൽ ആക്സലറേഷൻ വാല്യൂ എല്ലാ ബ്ലോക്കിലും സെയിം ആയിരിക്കും, പക്ഷേ ഫോഴ്സിന്റെ വാല്യൂ ഈ ഓരോ ബ്ലോക്കിലും ഓരോ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും, സെയിം അല്ല കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് എ only. 35.
A body constrained to move in y direction is subject to a force given by F equal to minus 2I plus 15J plus 6K. The work done will be moving a distance of 10 meter along the y axis will be equal to. Work done along the y axis എടുത്താൽ മതി. എടുക്കുമ്പോൾ Fy into y കൊടുത്താൽ മതിയല്ലോ. Fy value 15, y value displacement 10, so we'll be getting 150 Joule. കേട്ടോ, കാരണം ബാക്കിയെല്ലാം പെർപെൻഡിക്കുലർ കോമ്പണൻസ് ആണ്. അപ്പോൾ വർക്ക് ഡൺ വാല്യൂ ഇസ് ഈക്വൽ എഫ് ഡോട്ട് എസ് എന്നുള്ള ഇക്വേഷനിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഇസ് എഫ് എസ് ഇൻറ്റു കോസ് 90 എടുക്കാം. കോസ് 90 വാല്യൂ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ വാല്യൂ 0. അപ്പോൾ ഐ കമ്പണൻറ്റ് എടുക്കേണ്ട, കെ കമ്പണൻറ്റ് എടുക്കേണ്ട, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഓൺലി അലോങ് ദ വൈ ആക്സസ്. സോ ഇത് രണ്ടും 0 വരും. പിന്നെ വരുന്നത് 15J. 15J ആൻസർ എന്ത് വരും? 15 into 10 that is equal to 150 Joule. Answer is option 2, 150 Joule. Clear? A balloon has 8 gram of air. Total mass of the air in balloon is 8 gram. 8 into 10 raised to minus 3 kilogram എടുക്കാം. A small hole is pierced in it. The air escapes at a uniform rate of 7 centimeter per second. When velocity v is equal to 7 into 10 to the power minus 2 meter per second. The balloon shrinks in 5.6 seconds. So mass change ചെയ്യാൻ എടുത്ത സമയം 5.6 seconds. Delta t equal to 5.6 seconds. Then the average force acting on the balloon will be equal to, so F equal to m into delta v by delta t എന്ന് കൊടുക്കാം. F equal to m ന്റെ value 8 into 10 to the power minus 3. Delta v is 7 into 10 raised to minus 2. Raised to minus 2. Delta t is 5.6 seconds. അപ്പോൾ ഇവിടെ നമുക്ക് will be getting 10 raised to minus 4 Newton. To simplify that, we'll be getting 10 raised to minus 4 Newton. Clear? At the question number 37. A time dependent force F equal to 3T, act on 3 blocks M1, M2 and M3 kept in contact on a rough ground as shown. Coefficient of friction between the blocks is mu equal to 0.4 എന്ന് എടുക്കാം. If M1, M2 and M3 are 3 kg, 2 kg, 1 kg respectively, the time after which the block starts to move is. അപ്പോൾ ഇവിടെ ഇവൻ്റെ ഫോഴ്സ് എഫിൻ്റെ വാല്യൂ ഏതിനേക്കാളും കൂടുതലായിരിക്കണം? മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ മ്യൂ എസ് ഇൻറ്റു M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു ജിനേക്കാളും കൂടുതൽ വരണം. മ്യൂ എസിൻ്റെ വാല്യൂ 0.4, M1 പ്ലസ് M2 പ്ലസ് M3 6, ജിയുടെ വാല്യൂ 10. സോ വിൽ ബി ഗെറ്റിംഗ് 24 ന്യൂട്ടനേക്കാളും കൂടുതൽ വരണം. ആ 24 ന്യൂട്ടൺ ആവാൻ എടുക്കുന്ന സമയം നോക്കിയാൽ മതി. കാരണം ടി ഈക്വൾ ടു 0 എഫിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 3T ഈക്വൾ ടു 24 ന്യൂട്ടൺ എന്ന് കൊടുക്കും. അപ്പോൾ ടിയുടെ വാല്യൂ ഇത്രയും 8 seconds. T ഈക്വൾ ടു 8 seconds. Okay. Question number 38. 2 blocks each having a mass m rest on frictionless surface as shown in the figure. If the pulleys are light and frictionless, m on the incline is allowed to move down, the tension in the string will be equal to. അപ്പോൾ ഇവ ഇങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്യാം with an acceleration. So what is the acceleration for the system? A equal to mg sin theta divided by m plus m, that is 2m. That is g sin theta, 30 left. That is sin theta. So that is A equal to g sin theta divided by 2 എന്ന് കിട്ടും. ഇതാണ് acceleration for the system. ഈ ടെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ ടി ഇവിടെ ഇങ്ങനെ എടുത്താൽ ടി ഇസ് ഈക്വൽ ടു ഈ മാസിനെ വലിച്ചുകൊണ്ട് പോകുന്നാലേ ടി ഈക്വൽ ടു എം ഇൻറ്റു എന്ന് കൊടുക്കാം. അപ്പോൾ ടി ടെൻഷൻ ടി ഇസ് ഈക്വൽ ടു എം, ഏതെങ്കിലും ഒരു മാസിനെ എടുത്താൽ മതി. നമ്മൾ താഴെ ഇരിക്കുന്ന മാസിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടി ഈക്വൽ എം ഇൻറ്റു എന്ന് കൊടുക്കാം. അപ്പോൾ ടി ഈക്വൽ ടു എം ഇൻറ്റു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. ടി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ബൈ 2. ആൻസർ ഇസ് ഓപ്ഷൻ 3. Question number 3. 39. A block of mass 1 kg is placed on a rough in horizontal surface connected by light string passing over 2 smooth pulleys as shown. Another block of mass 1 kg is connected to other end of the string. The acceleration of the system is equal to. Acceleration എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്. അപ്പോൾ ഹാങ് ചെയ്തിരിക്കുന്ന മാസ് എം ജി, നമുക്ക് 1 ഇൻറ്റു ജി എന്ന് കൊടുക്കാം. മൈനസ് മോളിലുള്ള ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു അവൻ്റെ വെയിറ്റ് നോർമൽ റിയാക്ഷൻ 1 ഇൻറ്റു ജി divided by total mass. Total mass is 1 plus 1, 2. അപ്പോൾ g minus mu ന്റെ വാല്യൂ പറഞ്ഞ് 0.2. അപ്പോൾ 0.2 into g divided by 2. So we'll be getting 10 minus 2 by 2 is equal to 4 കിട്ടും. അല്ലെങ്കിൽ 4 meter per second square കിട്ടും. അല്ലെങ്കിൽ 0.4 g meter per second square. Clear? Answer is option 2. Question number 40.
A girl of mass 50 kilograms stands on a measuring scale in a lift. At an instant, it detected that the reading reduces to 40 kilograms for a while and then returns to the original value. എപ്പോഴാണ് നമ്മൾ apparent weight വാല്യൂ കുറയുന്നത്? Whenever we are moving downward with an acceleration. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് താഴത്തോട്ട് മൂവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് യൂണിഫോം മോഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് തിരിച്ച് പഴയ വാല്യൂയിലേക്ക് വരുന്നത്. So when weight is shown less than its actual weight, it means that the frame is accelerating in the downward direction. Answer is option 3. Question number 41. A car of mass m is being driven on a circular path of radius r. In which of the following circumstances it will not slip? സ്ലിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ആക്ട് ചെയ്യുന്ന mv²/r ഇവിടെ വരുന്ന ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ അവനിങ്ങനെ തെറിച്ച് വെളിയിലേക്ക് പോകാൻ ടെൻഡൻസി കാണിക്കും. അപ്പോൾ ആ വരുന്ന ഫോഴ്സ് FC വാല്യൂ ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ mv²/r എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും μmg-നേക്കാളും കുറവാണെങ്കിൽ മാത്രമേ ഇതിനിങ്ങനെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇത് വെളിയിലേക്ക് തെറിച്ച് പോകും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. Question number 42. A body of mass m is kept stationary on a rough inclined plane of inclination theta. The magnitude of force acting on the body of the incline will be equal to, it will be always equal to mg sin theta. അല്ലേ, മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ mg sin theta മൈനസ് ഫ്രിക്ഷൻ ഫോഴ്സ് എടുക്കേണ്ട കാര്യമുള്ളൂ. മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തന്നെയായിരിക്കും mg sin theta. Question 43. The pulleys and the strings shown in the figure are smooth and of negligible mass. For the system to remain in equilibrium, the angle theta must be equal to. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ക്വസ്റ്റനിൽ ഫിഗർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. തീറ്റ എന്ന് കൊടുക്കാം. ഇങ്ങോട്ട് താഴത്തോട്ട് വരുന്നത് √2mg വരും. ടെൻഷൻ T ഇവിടെ വരും. അതിന് ഇങ്ങോട്ട് റിസോൾവ് ചെയ്താൽ ദിസ് വിൽ ബി T cos theta. ഇവിടെയും T cos theta വരും. ആൻഡ് ദിസ് ഇസ് mg അല്ലേ. അപ്പോൾ ഇവിടെ T ഇങ്ങോട്ട് വരും. അപ്പം ഈ മൊത്തത്തിൽ രണ്ട് സൈഡിൽ നിന്ന് ടെൻഷൻ വരുന്നതുകൊണ്ട് 2T cos theta is equal to √2mg എന്ന് വരും. എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ എം രണ്ട് സൈഡും പോകില്ലേ, ഈ താഴത്തോട്ട് വരുന്ന എന്താ ഈ ടീയുടെ വാല്യൂ എന്ത് വരും? ടി എന്ന് പറഞ്ഞാൽ mg അല്ലേ. ഇവിടെ നോക്കി T is mg ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ടീയുടെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? mgക്ക് ഈക്വൽ. അപ്പോൾ T 2mg cos theta is equal to √2mg എന്ന് വരും. അപ്പോൾ cos theta is equal to 2/√2/2 അല്ലെങ്കിൽ 1/√2. So theta is equal to 45 degree എന്ന് കിട്ടും. Theta is equal to 45 degree. Is it clear? Question number 44. A helicopter of mass 2000 kg rises with a vertical acceleration of 1.5 meter per second square. So helicopter of mass 2000 kg ആണ്. അപ്പോൾ അകത്തൊരു മാസ് ഇരിപ്പുണ്ട്. ആ മാസ് ക്രൂ പാസഞ്ചേഴ്സിന്റെ മാസ് എല്ലാം കൂടെ 500 kg. This is around 500 kg. Helicopter mass it is equal to 2000 kg. It is moving upward with an acceleration of 15 meter per second square. It is not 1.5, it is 15 meter per second square. And choose the correct statements. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് is the force on the floor of the helicopter by the crew. So this is a reaction force. R equal to മോളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ it is equal to m1g plus m1 into a എന്നാണ്. Now simplify this. We'll be getting m1g is 500 into g plus 500 into 15. So we'll be getting 1.25 into 10 raised to 4 Newton എന്ന് കിട്ടും. The first answer, അത് ശരിയാണ്. The second one, the action of the rotor of the helicopter on the surrounding will be equal to, that is the total force, reaction force. R equal to m1 plus m2, 500 plus 2000 into g plus a. So simplify that, we'll be getting 6.25 into 10 raised to 4 Newton തന്നെ കിട്ടും. Good. Third one, the force on the helicopter due to the surrounding air is, force on the helicopter due to the surrounding air. ഇതിൽ ഇപ്പോൾ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് അല്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അത് രണ്ടും സെയിം ആയിരിക്കും കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 4, all the 3 statements. Question 45. The ball is traveling with a uniform translatory motion. That means it is in equilibrium. This means that all parts of the ball have the same velocity. All parts of the ball have the same velocity, and the velocity is remaining constant എന്നാണ്. കാരണം ട്രാൻസ്ലേഷണൽ മോഷനകത്ത് എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. യൂണിഫോം മോഷൻ ആണെങ്കിൽ പിന്നെ എല്ലാ വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. 46. A meter scale is moving with uniform velocity. This implies that
the force acting on the scale is 0 and the torque acting about the center of mass in the scale is 0. Equilibrium ആണ്. 47. A hockey player is moving northward and suddenly turns westwards at the same speed. Northwards പോയിട്ട് പെട്ടെന്ന് he is moving towards the west direction. So the force that act on the player will be equal to, the force that act on the player is due to the rate of change in momentum. അപ്പോൾ ഇത് V1 ഇത് V2 ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നത് എങ്ങനെയാണ്? M into V2 minus V1 അല്ലേ? ഡെൽറ്റ പി M into V2 minus V1, M into V2 minus V1 minus V1 അങ്ങോട്ടാ താഴത്തോട്ട്, this is minus V1. അപ്പോൾ ഈ ഡയറക്ഷനിലേക്കായിരിക്കും ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നത് towards the southwest direction. Southwest direction. Southwest direction due to the friction force along the southwest direction. 40. The body of mass M is moving in a horizontal circle of radius r under the centripetal force equal to F equal to K by R cube എന്നാണ്. Where K is a constant, the kinetic energy of the particle will be equal to, centripetal force equation എന്താ? M V square by R ആണ്, which is equal to K by R cube എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ V square എന്ന് പറയുന്ന വാല്യൂ it is equal to K by R square into M. Therefore kinetic energy is equal to half into M into V square. That is 1 by 2 M into K by R square M. We're getting K by 2R square. K by 2R square. Answer is option 4. Question number 49. A car rounds a curve at 30 km per hour. Another similar car rounds a curve at 90 km per hour. The tendency of the second car to overturn is, tan theta is proportional to V square എന്നല്ലേ? ഓവർടേൺ ടെൻഡൻസി ആണ് ടാൻ തീറ്റ, ഓവർടേണിംഗ് ആംഗിൾ ആണ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ തീറ്റ ഇസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് എടുക്കാം. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി ഡബിൾ ആക്കി ഇവിടെ അല്ലേ? അപ്പോൾ ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 1 എടുത്താൽ വിൽ ബി ഗെറ്റിംഗ് V2 square by V1 square, 90 by 30 is 3:1, 3 square എന്ന് വരും. So we'll be getting tan theta 2 is 9 times, it will increase by 9 times ആണ്, 9 times tan theta 1. Question 50. A body of mass 4 kg is moved in a vertical circle with sufficient speed. Its tangential acceleration when it is at 45 degrees. ഇതിങ്ങനെ നിൽക്കുകയാണ്. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആക്സലറേഷൻ വാല്യൂ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ വാല്യൂ എന്താ? ജി സൈൻ തീറ്റ അല്ലേ? ജി സൈൻ തീറ്റ അല്ലേ? ജി സൈൻ തീറ്റ വരും. ഇത് എം ജി, ദിസ് വിൽ ബി, ഇത് എം ജി കോസ് തീറ്റ വരും. ഈ ഡയറക്ഷനിലേക്ക് എന്ത് വരും? എം ജി സൈൻ തീറ്റ എന്ന് വരും. കേട്ടോ, ജി സൈൻ. അപ്പോൾ ഇവിടെ വരുന്ന ആക്സലറേഷൻ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ജി സൈൻ തീറ്റ ജി ഇൻറ്റു സൈൻ 30 സൈൻ 45, സൈൻ 45 is 1/√2. അപ്പം ജി ബൈ √2 10/√2 അല്ലെങ്കിൽ 5/√2 എന്ന് കിട്ടും. 5/√2 meter per second square. Okay, so that's all about the discussion of all the 50 questions. Doubts ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുക കേട്ടോ. താങ്ക് യു.